ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26 മൈൽ, കാഞ്ഞിരപ്പള്ളി. സ്വർണം പണയം വെച്ചിട്ട് തിരിച്ചെടുക്കാൻ പ്രയാസപ്പെടുകയാണോ? അല്ലെങ്കിൽ ലേലത്തിൽ പോകുമോ എന്ന ആശങ്കയുണ്ടോ? കയ്യിലെ സ്വർണത്തിന് എവിടെ മികച്ച വില ലഭിക്കുമെന്നറിയാതെ വിഷമിക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ ഉടൻ ആലപ്പാട് ഗോൾഡിലേക്ക് വിളിക്കൂ. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾക്ക് മാർക്കറ്റിലെ അതാത് ദിവസത്തെ വില ഇവിടെ ലഭിക്കും. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും എത്ര പഴയതായാലും ആലപ്പാട് ഗോൾഡ് അന്നുള്ള ദിവസത്തെ മാർക്കറ്റ് വില നൽകി സ്വർണം തിരിച്ചെടുക്കുന്നു. GPay, RTGS, NEFT, ചെക്ക് എന്നിവയുടെ സൗകര്യവും ഉണ്ട്. പണത്തിന്റെ ടെൻഷൻ വേണ്ട. ആലപ്പാട് ഗോൾഡ് നിങ്ങളുടെ സ്വർണത്തിന് വിപണിയിലെ ഏറ്റവും ഉയർന്ന വില നൽകുന്നു. 2001 മുതൽ കേരളത്തിലെ നമ്പർ 1 ഓൾഡ് ഗോൾഡ് പർച്ചേസ് ഷോപ്പായ ആലപ്പാട് ഗോൾഡ് സാധാരണക്കാരെ സഹായിക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നു. ജനസേവനമാണ് നമ്മുടെ ലക്ഷ്യം. വിശ്വാസത്തോടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാൻ ആലപ്പാട് ഗോൾഡിനെ സമീപിക്കാം. ഞങ്ങൾ സ്വർണത്തിന് യഥാർത്ഥ മൂല്യം നൽകുന്നു. ഞങ്ങളുടെ സ്ഥാപനങ്ങൾ മുണ്ടക്കയം KK റോഡിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അടുത്ത് അജ്ഫ ബേക്കേഴ്സ് ബിൽഡിംഗിലും കറുകച്ചാലിൽ മല്ലപ്പള്ളി റോഡിലുള്ള ഫെഡറൽ ബാങ്ക് ബിൽഡിംഗിലും പ്രവർത്തിക്കുന്നു. അതുകൂടാതെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മുടെ സർവീസ് ലഭ്യമാണ്. സ്വർണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇനി ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ നമ്പറിലേക്ക് ഒരു ഫോൺ കോൾ മതി. ആലപ്പാട് ഗോൾഡ് നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ അടുത്തെത്തും. ആലപ്പാട് ഗോൾഡ് എന്നും നിങ്ങളോടൊപ്പം. നമസ്കാരം. ദൃശ്യ ചാനലിൻ്റെ രാഷ്ട്രീയ സംവാദ പരിപാടിയായ ആലപ്പാട് ഗോൾഡ് പോരാട്ടം 2025 മാന്യ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കേരളം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് മാമാങ്കത്തിലേക്ക് കടക്കുകയാണ്. 2 മാസത്തിനുള്ളിൽ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് നാം എത്തും. 8 മാസങ്ങൾക്ക് ശേഷം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ടെസ്റ്റ് റിഹേഴ്സലാണ് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വീറും വാശിക്കും ഒട്ടും കുറവ് വരില്ല. എന്താണ് കഴിഞ്ഞ 5 വർഷക്കാലം ഈരാറ്റുപേട്ട നഗരസഭയിൽ നടന്ന വികസന പ്രവർത്തനങ്ങൾ എന്നതാണ് ദൃശ്യ ചാനൽ ഇവിടെ ഒന്ന് പരിശോധിക്കുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന വിശിഷ്ട വ്യക്തികളെ ഞാൻ പ്രേക്ഷകർക്കായി ഒന്ന് പരിചയപ്പെടുത്താം. ഈരാറ്റുപേട്ട നഗരസഭയുടെ ചെയർപേഴ്സൺ സുഹറ അബ്ദുൽ ഖാദർ, സ്വാഗതം. LDFനെ പ്രതിനിധീകരിച്ച് PA ഷമീർ, സ്വാഗതം. UDFനെ പ്രതിനിധീകരിച്ച് മുഹമ്മദ് ഇല്ലിയാസ്, NDAയ്ക്ക് വേണ്ടി രാജേഷ് പാറയ്ക്കൽ, SDPയെ പ്രതിനിധീകരിച്ച് സുബൈർ വെള്ളാപ്പള്ളി. ഇവിടെ എത്തിയിരിക്കുന്ന പൊതുജനങ്ങൾക്കും പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഈരാറ്റുപേട്ടയെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ ഏറ്റവും ജനസാന്ദ്രത കൂടിയ ഒരു നഗരസഭയാണ്. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന നഗരസഭ, ഒട്ടേറെ വിവാദങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഒരു നഗരസഭ. ആ നഗരസഭയിലെ വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ചൂടേറിയ സംവാദങ്ങൾക്ക് വേദിയാകാൻ സാധ്യതയുണ്ട്. ആദ്യമായി തന്നെ നമുക്ക് ചെയർപേഴ്സണിലേക്ക് പോകാം. കഴിഞ്ഞ 5 വർഷക്കാലം ഈ നഗരസഭയിൽ നടന്ന വികസന പ്രവർത്തനങ്ങളുടെ ഒരു ചെറിയ രൂപം ഒന്ന് വിവരിക്കാമോ? എല്ലാവർക്കും നമസ്കാരം. പ്രാദേശിക സംവിധാനത്തിലൂടെ നഗരസഭ സംവിധാനങ്ങളുടെ ജയപരാജയങ്ങളെക്കുറിച്ച് പബ്ലിക്കിലേക്ക് അറിയിക്കുന്നതിനുള്ള ഒരു അവസരം കൂടിയായിട്ടാണ് നഗരസഭാ ചെയർപേഴ്സണിൽ ഞാൻ ഇതിനെ കാണുന്നത്. ഈ കഴിഞ്ഞ 5 വർഷക്കാലം എന്ന് പറയുന്നത് ആരോഗ്യം, വിദ്യാഭ്യാസം, അടിസ്ഥാന സൗകര്യങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ, ഇതിലെല്ലാം വളരെ മുൻനിരയിലേക്ക് ഈ ഭരണ സംവിധാനത്തിലൂടെ ഈ നഗരസഭയെ എത്തിക്കുവാനായിട്ട് നഗരസഭാ ചെയർപേഴ്സൺ നിലയിൽ അല്ലെങ്കിൽ ഈ ഭരണസമിതിക്ക് സാധിച്ചു എന്നുള്ളതാണ് ചാരിതാർത്ഥ്യത്തോടുകൂടി ഈ അവസരത്തിൽ ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആരോഗ്യമുള്ള തലമുറയാണ് രാജ്യത്തിൻ്റെ സ്വത്തെന്ന് പറയുന്നത് പോലെ തന്നെ ഫസ്റ്റ് പ്രയോറിറ്റി ആരോഗ്യ മേഖലയ്ക്കായിരുന്നു നൽകിയിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നിലവിലുള്ള സംവിധാനങ്ങളെ, പ്രത്യേകിച്ച് നമ്മുടെ ഒരു FHC, പലപ്പോഴായിട്ട് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ
പ്രത്യേകിച്ച് സാമൂഹ്യ പ്രവർത്തകർ, രാഷ്ട്രീയ പ്രവർത്തകർ മുഴുവനും ഒരു താലൂക്ക് ഹോസ്പിറ്റലിന് വേണ്ടി മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ലഭ്യമാകാത്ത ഒരു സാഹചര്യത്തിൻ്റെ മുറവിളിക്ക് നിൽക്കാതെ തന്നെ നിലവിലുള്ള സംവിധാനങ്ങളെ കൂടുതൽ മെച്ചപ്പെടുത്തുക എന്നുള്ള വലിയൊരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി നിലവിലുള്ള FHC നിലനിർത്തിക്കൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നും 2 ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻ്ററുകൾ നമുക്ക് അനുവദിപ്പിച്ചുകൊണ്ട് നാട്ടിലേക്ക് ചികിത്സാ സംവിധാനങ്ങൾ കരയുടെ പ്രത്യേകിച്ച് 3 കരകളാലാണ് ചുറ്റപ്പെട്ട് കിടക്കുന്നത്. ഓൾറെഡി ഇപ്പോൾ തെക്കേക്കരയിലാണ് FHC ഉള്ളത്. അപ്പോൾ നടക്കൽ കരയിൽ നമ്മുടെ ഒരു ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻ്ററിൽ സർവീസ് നടത്തുവാനായിട്ട് സാധിച്ചു. വടക്കേക്കരയിലും ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻ്ററിലൂടെ ജനങ്ങൾക്ക് കൃത്യമായ രീതിയിലുള്ള ഒരു സേവനം ട്രീറ്റ്മെൻറ്റിൽ നൽകുവാനായിട്ട് നമുക്ക് സാധിച്ചു. അതാണ് ആദ്യമേ തന്നെ ആരോഗ്യ മേഖലയിലേക്ക് ഊന്നപ്പെട്ട രീതിയിലുള്ള കാര്യങ്ങൾ ഈ ഭരണ സംവിധാനത്തിന് ചെയ്യുവാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ആയിരക്കണക്കിന് ആൾക്കാർ ഒരു ദിവസം വന്നു പോകുന്ന ബസ് സ്റ്റാൻഡ് പൊളിഞ്ഞടുക്കി കിടക്കുകയാണ്. എന്താണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്? തീർച്ചയായിട്ടും ആ ഒരു കാര്യത്തിൽ വലിയ കൃത്യതയും ദീർഘവീക്ഷണവും ജനങ്ങളോടുള്ള പ്രതിബദ്ധതയും ഉള്ളതുകൊണ്ട് തന്നെയാണ് ഈ ഭരണസമിതി ആ ഒരു ബസ് സ്റ്റാൻഡ് എന്ന ഒരു സംവിധാനത്തിലേക്ക് ഒരു എത്തിനോട്ടം അല്ലെങ്കിൽ ഒരു കാൽവയ്പ് വെച്ചത്. കാരണം വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഫിറ്റ്നസ് ഇല്ലാതെ തീർത്തും അപകടാവസ്ഥയിലായിരുന്ന ബസ് സ്റ്റാൻഡ് അത് പൊളിച്ചു നീക്കുക എന്നുള്ളതാണ് ആദ്യമേ ഒന്നാമതായിട്ട് ഈ ഭരണസമിതി ഏറ്റെടുത്ത വലിയൊരു ദൗത്യം. കാരണം നമ്മളൊരു സാധാരണ ഒരു പ്രൈവറ്റ് ബിൽഡിംഗ് പൊളിച്ചു നീക്കുന്ന അത്ര ലാഘവത്തോടു കൂടി ഒരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നമുക്ക് പൊളിച്ചു നീക്കുക അസാധ്യമാണ്. ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക പെർമിഷൻ മേടിക്കണം, അതിൻ്റെ കുറേ പ്രൊസീജിയർ നടപടിക്രമങ്ങൾ പാലിക്കണം. ഇതെല്ലാം പാലിച്ചുകൊണ്ട് തന്നെ യുദ്ധകാലാടിസ്ഥാനത്തിൽ അത് വലിയൊരു ജനങ്ങളുടെ ജീവന് ഭീഷണിയാണെന്ന് കണ്ടു തന്നെ അത് നമ്മൾ പൊളിച്ചു നീക്കുവാൻ വേണ്ടിയായിരുന്നു ആദ്യമേ എല്ലാ രീതിയിലും രാഷ്ട്രീയ പാർട്ടി ഉൾപ്പെടെ പൊതുജനങ്ങൾ ഉൾപ്പെടെ സന്നദ്ധ സംഘടനാ സംവിധാനങ്ങൾ ഉൾപ്പെടെ നഗരസഭ ഭരണസമിതിയോട് ആവശ്യപ്പെട്ടത്. അതാദ്യം തന്നെ നമുക്ക് പൊളിച്ചു നീക്കുവാനായിട്ട് സാധിച്ചു. പിന്നെ രണ്ടാമത് നമുക്കതിൻ്റെ ഒരു ബദൽ സംവിധാനം, അതായത് അതിൽ കൃത്യമായിട്ടുള്ളൊരു രാഷ്ട്രീയ ഇടപെടൽ നടന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനൊരു ബദൽ സംവിധാനം ഏർപ്പെടുത്തുക എന്നുള്ളൊരു ഭരണസമിതിയെ സംബന്ധിച്ച് വലിയൊരു ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തത്തിലേക്ക് എത്തിയതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കലക്ടറെ പോയി കണ്ടു. കലക്ടർ ജോൺ വി സാമുവൽ നമുക്ക് നമ്മുടെ മഞ്ചാടിത്തുരുത്തിൽ താൽക്കാലിക ബസ് സ്റ്റാൻഡായിട്ട് പ്രവർത്തിക്കുന്നതിനുള്ളൊരു അനുമതി വാക്കാല് തന്നിട്ട് തഹസിൽദാരുമായിട്ടൊരു എഗ്രിമെൻറ്റ് വെക്കാൻ പറഞ്ഞു. ആ എഗ്രിമെൻറ്റ് വെക്കുന്നതിന് വേണ്ടി നഗരസഭാ സെക്രട്ടറിയും നഗരസഭാ ചെയർപേഴ്സൺ നിലയിൽ ഞാനും കൂടെ അവിടെ എത്തിയപ്പോൾ അതിന് എന്തോ ഒരു പിന്നിൽ നിന്നൊരു ചരടുവലി നടന്നു. അപ്പോൾ അത് അവിടെ എന്താ പറയണ്ടേ, ആ രീതിയിൽ ഒരു ബസ് സ്റ്റാൻഡായിട്ട് ക്രിയേറ്റ് ചെയ്യുവാനായിട്ട് അവിടെ എടുത്തിട്ട മണ്ണാണ്, അതല്ലെങ്കിൽ അവിടെ വാഹനം തിരിഞ്ഞു കയറില്ല എന്നുള്ളൊരു മുടന്തൻ ന്യായമാണ് നമ്മളെ രേഖാമൂലം അറിയിച്ചത്. പക്ഷേ നമ്മളതൊരു ട്രയൽ റൺ നോക്കിയതിന് ശേഷമാണ് ആ സ്ഥലം നമുക്ക് അനുയോജ്യമാണെന്ന് ബോധ്യപ്പെട്ടത്. ഇങ്ങേറ്റം നമ്മുടെ ടൂറിസ്റ്റ് ബസ് CCM-ലെ ടൂറിസ്റ്റ് ബസ്സും നമ്മുടെ എന്താ പറയണ്ടേ ആമീസിൻ്റെ അല്ലമീൻ്റെ 2 വാഹനങ്ങൾ, അല്ലമീൻ്റെയും ആമീസിൻ്റെയും വാഹനങ്ങൾ നമ്മളവിടെ ട്രയൽ റൺ നടത്തി. വാഹനം തിരിഞ്ഞു കയറുന്നതിനൊന്നും തടസ്സങ്ങളൊന്നും ഇല്ല. ഇപ്പോഴും അവിടെ വെറുതെ ഡെഡായി കിടക്കുന്ന ഒരു പ്രദേശമാണ്. ആ പ്രദേശം നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും വലിയ അനുയോജ്യമായ രീതിയിൽ പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുന്നത് വരെ നമുക്ക് സ്റ്റാൻഡിന് വലിയൊരു സാധ്യത, താൽക്കാലിക ബസ് സ്റ്റാൻഡിന് അവിടെ ഒരു ബസ് കയറി ഇറങ്ങുന്നതിനൊരു സാധ്യത ഉണ്ടായിരുന്നു. അത് രാഷ്ട്രീയത്തിൻ്റെ ഒരു അതിപ്രസരം കൊണ്ട് തന്നെ ആ ഒരു തടസ്സം നിന്നത് ആരാണ്? പ്രതിപക്ഷമാണോ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷിയാണോ? അതായത് ഭരണപക്ഷത്തിലെ രാഷ്ട്രീയ സംവിധാനം ഒരിക്കലും ഭരണ സംവിധാനത്തെ തകർക്കുന്നതിന് വേണ്ടി ഒരിക്കലും ഉണ്ടാകില്ല. പ്രതിപക്ഷ രാഷ്ട്രീയം തന്നെയാണ്. തീർച്ചയായിട്ടും നമ്മുടെ പരസ്യമായിട്ട് എനിക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം പൊതുജനങ്ങളുടെ മുന്നിൽ പൊതുജന സമക്ഷമുള്ളൊരു തുറന്ന ചർച്ചയും നിങ്ങളിലേക്ക് എത്തിക്കേണ്ടത് നിങ്ങൾ അറിയേണ്ട കാര്യങ്ങളുണ്ട്. CPI-യുടെ വലിയൊരു രാഷ്ട്രീയ ഇടപെടൽ അതിൽ ശക്തമായ രീതിയിൽ നടന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശ്രീ ഷമീർ, ചെയർപേഴ്സൺ ഇവിടെ പറഞ്ഞത് വലിയ വികസന പ്രവർത്തനം കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് നടത്തുവാൻ കഴിഞ്ഞു. എന്നാൽ ബസ് സ്റ്റാൻഡുമായി വന്ന ചർച്ചയിൽ ചില കക്ഷികൾ എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ പാർട്ടികൾ തന്നെ അതിന് തുരങ്കം വയ്ക്കുന്ന നിലപാടെടുത്തു എന്നാണ്. എന്താണ് ഇതിന് പറയാനുള്ള പ്രതി? ആദ്യം തന്നെ 5 വർഷത്തെ വികസനം ഏതാനും മിനിറ്റുകൾ കൊണ്ട് മാത്രം പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ച ചെയർപേഴ്സണെ ആദ്യം തന്നെ നമസ്കാരം ചെയ്യുകയാണ്. കാരണം കഴിഞ്ഞ 5 വർഷം ജനങ്ങളുടെ ഒരു തുറന്ന ചർച്ചയാണ്. തീർച്ചയായിട്ടും അവസരങ്ങളുണ്ട്, മിതപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു. അല്ല പറഞ്ഞാൽ മതി. പറഞ്ഞു
കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സമയത്ത്, അതായത് മുനിസിപ്പാലിറ്റി രൂപീകൃതമായി രണ്ടാമത് തെരഞ്ഞെടുപ്പ് നേരിടുന്ന സമയത്ത് ഐക്യ ജനാധിപത്യ മുന്നണി ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുൻപാകെ സമർപ്പിച്ച ഒരു പ്രകടന പത്രികയാണിത്. ഈരാറ്റുപേട്ടയിലെ സർവ്വ മേഖലയെയും കൃത്യമായി പരിഗണിച്ചുകൊണ്ട് വളരെ വിശാലമായ കാഴ്ചപ്പാടോടുകൂടി ഇവർ സമർപ്പിച്ച പ്രകടന പത്രികയിലെ ആദ്യത്തെ ഒരു വിഷയം ടൗൺ പ്ലാനിംഗ് ആണ്. കൃത്യമായി അച്ചടക്കപരമായ ഒരു ടൗൺ പ്ലാനിങ്ങും ഗതാഗത പരിഷ്കരണവും നടപ്പാക്കുമെന്നാണ് ഇവരുടെ പ്രകടന പത്രികയിൽ ഇവർ ആദ്യം പറഞ്ഞത്. എന്നാൽ കൃത്യമായി ഒരു ഗതാഗത പരിഷ്കരണം നടപ്പാക്കാൻ വേണ്ടി ഇവർക്ക് സാധിച്ചിട്ടുണ്ടോ? ഇല്ല എന്നതല്ലേ യാഥാർത്ഥ്യം. നമ്മൾ ഈ ടൗണിലേക്ക് ഒന്ന് ഇറങ്ങിയാൽ മതി. അതിന് യഥാർത്ഥമായ വസ്തുതാപരമായ ഉദാഹരണങ്ങൾ കൃത്യമായി നമുക്ക് കണ്ടു മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കും. അതിനുശേഷം ചെയർപേഴ്സൺ ഇപ്പോൾ പറഞ്ഞ ഒരു ആരോപണത്തെപ്പറ്റി പറയാം. ഈ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പൊളിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് ഈരാറ്റുപേട്ട പ്രസ് ക്ലബ്ബിൽ ഒരു പത്രസമ്മേളനം വിളിച്ചു. ആ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തത് ഈരാറ്റുപേട്ട മുനിസിപ്പൽ ചെയർപേഴ്സണും വൈസ് ചെയർമാനും ഉൾപ്പെടുന്ന ഭരണ കക്ഷി അംഗങ്ങളാണ്. അവർ ആ അവസരത്തിൽ പറഞ്ഞത് കൃത്യമായി ഇന്ന ദിവസം സ്റ്റാൻഡ് പൊളിക്കും, പകരം സംവിധാനമായി മഞ്ചാടിത്തുരുത്തിൽ ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് വരുന്ന ബസ്സുകൾ കോസ്വേ റോഡ് കടങ്ങി മഞ്ചാടിത്തുരുത്തിലെത്തുക, നടക്കൽ പ്രദേശത്തു നിന്ന് വരുന്ന ബസ്സുകൾ നടക്കൽ കറങ്ങി തടവനാൽ പാലം വഴി മഞ്ചാടിത്തുരുത്തിലെത്തുക എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു അനുമതി കിട്ടാതെയാണോ നിങ്ങൾ ഈ ജനങ്ങൾക്ക് മുമ്പിൽ വന്ന് ഇത്തരത്തിൽ ആ സ്ഥലം കിട്ടിയെന്ന് അവകാശപ്പെടുന്നത്? റവന്യൂ വകുപ്പിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു സ്ഥലം അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഉപയോഗിക്കണമെങ്കിൽ കൃത്യമായ മാനദണ്ഡ പ്രകാരം ചോദിക്കണം. ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി ഭരണകക്ഷിയുടെ ആൾക്കാരെന്ന് പറയുവാണെങ്കിൽ ചോദിച്ച് പിറ്റേ ദിവസം എഴുതി കൊടുക്കാൻ പറ്റുന്ന സാധനമാണോ ഇത്? അത് കൃത്യമായി മാനദണ്ഡ പ്രകാരം അല്ല, നിങ്ങളിത് പറയാൻ സമ്മതിക്കണം. പറഞ്ഞോളൂ. അല്ല, ഇവർ കൃത്യമായി യാതൊരു അടിസ്ഥാനവുമില്ലാതെ ഈരാറ്റുപേട്ടയിലെ 40,000-40,000 വരുന്ന ജനങ്ങളുടെ മുമ്പിൽ എന്ത് വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ് ഇവർ പറഞ്ഞത്? ഞങ്ങൾ ഈ സ്ഥലം മുനിസിപ്പാലിറ്റി താൽക്കാലികമായി ഉപയോഗിക്കും, ഇവിടെ താൽക്കാലികമായി സ്റ്റാൻഡ് പ്രവർത്തിക്കുമെന്ന് എന്തടിസ്ഥാനത്തിലാണ് ഇവർ ജനങ്ങളോട് പറഞ്ഞത്? ഇവിടെ പ്രതിപക്ഷ അംഗങ്ങൾ യാതൊരു ഇടപെടലും ചെയ്തിട്ടില്ല. കൃത്യമായി അതുമായി ബന്ധപ്പെട്ട് അവകാശം പോലുള്ള നിയമസാധ്യതകൾ ഉപയോഗിച്ച് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇവരുടെ കഴിവുകേട് മറ്റു പ്രതിപക്ഷ പാർട്ടിയും പ്രതിപക്ഷ അംഗങ്ങളുടെയും തലയിൽ അടിച്ചേൽപ്പിക്കുന്ന സമീപനമാണിത്. ഇവരല്ല പറഞ്ഞത് ഇവിടെ ഏതെങ്കിലും CPM-ൻ്റെയോ CPI-യുടെ ആളുകൾ, പ്രതിപക്ഷത്തുള്ള ആളുകൾ വന്ന് പറഞ്ഞോ ഇവിടെ സ്റ്റാൻഡ് ഉണ്ടാക്കാമെന്ന്? ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഇവരാണ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് സ്റ്റാൻഡ് അവിടെ രൂപീകരിക്കും. ഇവർ പറഞ്ഞ കാര്യം നടപ്പാക്കാൻ ഇവർക്ക് സാധിക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് പാഴായിപ്പോയത്. ഇവർ കൃത്യമായി അവർ അപേക്ഷ കൊടുത്ത് കളക്ടറുമായി ബന്ധപ്പെട്ട് റവന്യൂ വകുപ്പ് ഭൂമി കൃത്യമായി അനുമതി കിട്ടിയതിന് ശേഷം മാത്രമല്ലേ അത്തരത്തിൽ പൊതുജനങ്ങൾക്ക് മുമ്പിൽ ഒരു വാർത്താ സമ്മേളനത്തിൽ പ്രസ്താവന നടത്താവുള്ളൂ. അതൊന്നും ചെയ്യാതെ ഞങ്ങളുടെ കഴിവുകേട് പ്രതിപക്ഷത്തിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കുന്ന സമീപനമാണ് നിലവിൽ സുഹറ അബ്ദുൽ ഖാദർ ചെയർപേഴ്സൺ സ്വീകരിച്ചിരിക്കുന്നത്. അതിനുശേഷം ഇവർ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു വികസന പദ്ധതിയാണ് ഈരാറ്റുപേട്ടയിൽ എല്ലാവർക്കും വീട്. മറ്റു സമീപ പഞ്ചായത്തുകൾ നമുക്ക് കൃത്യമായി മനസ്സിലാക്കും. സംസ്ഥാന സർക്കാരിൻ്റെ ഭവന പദ്ധതികൾ ഏറ്റവും കൂടുതൽ കൃത്യമായി ഭവന പദ്ധതികൾ മറ്റ് സമീപ പഞ്ചായത്തുകൾ, തലനാട് പോലുള്ള ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന 6000-ഓളം ആളുകൾ മാത്രം താമസിക്കുന്ന തലനാട് പഞ്ചായത്തിൽ പോലും ഭവന പദ്ധതികൾ വളരെ മാതൃകാപരമായി നടക്കുമ്പോൾ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിൽ എത്ര ഭവന പദ്ധതികൾ ഇതുവരെ നടപ്പാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്? ഞാനൊരു ഫോട്ടോ കാണിക്കാം. ആ ക്യാമറ ഇങ്ങോട്ടും നോക്കണം. 1-ാം വാർഡിൽ ഒരു വിധവ താമസിക്കുന്ന വീടിൻ്റെ മേൽക്കൂരയാണിത്. കൃത്യമായി ആൾക്കാർക്ക് അവിടെ പോയി 1-ാം വാർഡിൽ പോയി മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ഇവരുടെ പ്രകടന പത്രികയിൽ ഏറ്റവും മാതൃകാപരമായി ചെയ്യുമെന്ന് പറഞ്ഞ ഭവന പദ്ധതികൾ അട്ടിമറിക്കപ്പെട്ടതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് 1-ാം വാർഡിൽ ഒരു വിധവ തനിച്ച് താമസിക്കുന്ന ഒരു വീടിൻ്റെ മേൽക്കൂര പൂർണ്ണമായും നശിച്ചു കിടക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ വീട് ചെയ്തു കൊടുക്കാം, മേൽക്കൂര നിർമ്മിച്ചു കൊടുക്കാമെന്ന് CITU ആണ് ഏറ്റത്, പാർട്ടിയാണ് അവിടെ ഏറ്റത്. നിങ്ങൾ എന്താണ് ചെയ്തത്? ഇവിടെ 29ഓളം വരുന്ന വാർഡുകൾ ഇവർ 29 വാർഡുകളിലും ഇത്തരത്തിലുള്ള ആളുകളെ നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കും. ഇവരും അണിമാളികളും മറ്റു സാഹചര്യത്തിലാണ് ജീവിക്കുന്നത്. ഇവിടെ സാധാരണക്കാരൻ ജീവിക്കുന്നത്, ഇവിടെ സാധാരണക്കാരുടെ വീടില്ലാത്ത സാഹചര്യമുണ്ട്. ഒരു മനുഷ്യന് അത്യാവശ്യമാണല്ലോ ഭവനം, പാർപ്പിടം, വസ്ത്രം പിന്നെ എല്ലാവർക്കും കിട്ടുന്നതുകൊണ്ട് വലിയ പ്രശ്നമല്ല. പക്ഷേ പാർപ്പിടം പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. കഴിഞ്ഞ 5 വർഷം കൊണ്ട് എത്ര വീടുകൾ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിൽ നൽകുവാൻ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി ഭരണപക്ഷത്തിന് സാധിച്ചിട്ടുണ്ട്? എത്ര വീടുകൾക്ക് മെയിൻ്റെനൻസ് തുക,
എല്ലാ വർഷങ്ങളിലും കൃത്യമായി നടപ്പാക്കുന്നതിനുള്ള മെയിൻ്റനൻസ്, എത്ര വാർഡിൽ മെയിൻ്റനൻസിന് തുക ഏർപ്പെടുത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്, എത്ര ശുചിമുറികൾ കക്കൂസുകൾ പണിയാൻ എത്ര പൈസ നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. മാതൃകാപരമായിട്ട് നടക്കുന്ന ഒരു പദ്ധതിയായിരുന്നല്ലോ ആശ്രയം പദ്ധതി. ഈ നാട്ടിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന എല്ലാവർക്കും ഭക്ഷണം പോലും കഴിക്കാൻ സാഹചര്യമില്ലാത്ത ആളുകളെ വാർഡുകൾ തോറും തെരഞ്ഞു പിടിച്ചുകൊണ്ട് അവരുടെ വീടുകളിൽ ആരും അറിയാതെ രഹസ്യമായി കൊണ്ടേ കൊടുക്കുന്ന ഒരു കിറ്റ് സർക്കാരിൻ്റെ പദ്ധതിയായിരുന്നു, ആശ്രയം പദ്ധതിയായിരുന്നു. മറ്റു പല പഞ്ചായത്തുകളിലും നടപ്പാക്കിയിട്ടുണ്ട്. ഇരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിൽ ആദ്യത്തെ 7 മാസം നടപ്പാക്കി. ആ പദ്ധതി ഇന്നിവിടെ ആശ്രയം പദ്ധതിയുടെ ഇന്നത്തെ അവസ്ഥ എന്താ? മുനിസിപ്പൽ ചെയർപേഴ്സൺ മറുപടി പറയേണ്ടത്. ഇരാറ്റുപേട്ടയിൽ ഗതാഗത പരിഷ്കരണം കൊണ്ടുവന്നു. ഗതാഗത പരിഷ്കരണത്തിന് നിങ്ങൾ ആദ്യം ചെയ്തത് ഇവിടെ വഴിയോര ആൾക്കാരെ തടയാൻ വേണ്ടിയല്ല ശ്രമിച്ചത്. മറ്റ് തിരുവനന്തപുരം പോലെ തൃശ്ശൂർ പോലുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ നമുക്ക് പോയാൽ കാണാൻ സാധിക്കും കൃത്യമായി വെൻഡിങ് സ്ട്രീറ്റുകൾ. എന്താണ് വെൻഡിങ് സ്ട്രീറ്റ് എന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ ഞങ്ങൾക്ക് പറയാൻ വേണ്ടി സാധിക്കും. വെൻഡിങ് സ്ട്രീറ്റുകൾ, ഇവിടെ വെൻഡിങ് സ്ട്രീറ്റിന് മുനിസിപ്പാലിറ്റി തീരുമാനിച്ച സ്ഥലം LCയുടെ ആശുപത്രിയുടെ അപ്പുറത്ത്, അതായത് ഏറ്റവും കൂടുതൽ വേസ്റ്റ് കൊണ്ടിടുന്ന പട്ടിയും പാമ്പും താമസിക്കുന്ന സ്ഥലത്ത് വെൻഡിങ് സ്ട്രീറ്റിന് വഴിയോര കച്ചവടക്കാർ സ്ഥലമൊരുക്കി. അത് പറ്റില്ല എന്നാണ് നമ്മൾ പറഞ്ഞത്. മാതൃകാപരമായിട്ട് ഏതെല്ലാം സാഹചര്യം വിനിയോഗിച്ചുകൊണ്ട് നല്ലൊരു വെൻഡിങ് സീറ്റ് തീരുമാനിക്കുകയാണെങ്കിൽ ഇവരെല്ലാം മാറിക്കൊടുക്കാൻ തയ്യാറാണ്. അവരെ ബലം പ്രയോഗിച്ച് മാറ്റുന്ന സമീപനമല്ല മുനിസിപ്പാലിറ്റി അധികൃതർ തീരുമാനിച്ചത്. ഇതുപോലുള്ള വികസന പ്രവർത്തനങ്ങൾ 8-9 പേജുകളിലായി നീണ്ടു നിൽക്കുന്ന ഈ പ്രകടന പത്രിക നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. ഓക്കെ, താങ്കളിലേക്ക് വീണ്ടും വരാം. ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26 മൈൽ, കാഞ്ഞിരപ്പള്ളി. സ്വർണം പണയം വെച്ചിട്ട് തിരിച്ചെടുക്കാൻ പ്രയാസപ്പെടുകയാണോ? അല്ലെങ്കിൽ ലേലത്തിൽ പോകുമോ എന്ന ആശങ്കയുണ്ടോ? കയ്യിലെ സ്വർണത്തിന് എവിടെ മികച്ച വില ലഭിക്കുമെന്നറിയാതെ വിഷമിക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ ഉടൻ ആലപ്പാട് ഗോൾഡിലേക്ക് വിളിക്കൂ. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾക്ക് മാർക്കറ്റിലെ അതാത് ദിവസത്തെ വില ഇവിടെ ലഭിക്കും. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും എത്ര പഴയതായാലും ആലപ്പാട് ഗോൾഡ് അന്നുള്ള ദിവസത്തെ മാർക്കറ്റ് വില നൽകി സ്വർണം തിരിച്ചെടുക്കുന്നു. GPay, RTGS, NEFT, ചെക്ക് എന്നിവയുടെ സൗകര്യവും ഉണ്ട്. പണത്തിന്റെ ടെൻഷൻ വേണ്ട. ആലപ്പാട് ഗോൾഡ് നിങ്ങളുടെ സ്വർണത്തിന് വിപണിയിലെ ഏറ്റവും ഉയർന്ന വില നൽകുന്നു. 2001 മുതൽ കേരളത്തിലെ നമ്പർ 1 ഓൾഡ് ഗോൾഡ് പർച്ചേസ് ഷോപ്പായ ആലപ്പാട് ഗോൾഡ് സാധാരണക്കാരെ സഹായിക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നു. ജനസേവനമാണ് നമ്മുടെ ലക്ഷ്യം. വിശ്വാസത്തോടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാൻ ആലപ്പാട് ഗോൾഡിനെ സമീപിക്കാം. ഞങ്ങൾ സ്വർണത്തിന് യഥാർത്ഥ മൂല്യം നൽകുന്നു. ഞങ്ങളുടെ സ്ഥാപനങ്ങൾ മുണ്ടക്കയം KK റോഡിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അടുത്ത് അജ്ഫ ബേക്കേഴ്സ് ബിൽഡിംഗിലും കറുകച്ചാലിൽ മല്ലപ്പള്ളി റോഡിലുള്ള ഫെഡറൽ ബാങ്ക് ബിൽഡിംഗിലും പ്രവർത്തിക്കുന്നു. അതുകൂടാതെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മുടെ സർവീസ് ലഭ്യമാണ്. സ്വർണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇനി ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ നമ്പറിലേക്ക് ഒരു ഫോൺ കോൾ മതി. ആലപ്പാട് ഗോൾഡ് നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ അടുത്തെത്തും. ആലപ്പാട് ഗോൾഡ് എന്നും നിങ്ങളോടൊപ്പം. ശ്രീ മുഹമ്മദ് ഇല്യാസ്, UDFന്റെ 5 വർഷക്കാലത്തെ ഭരണത്തെ എങ്ങനെ നോക്കിക്കാണുന്നു? എൻ്റെ പ്രിയ സ്നേഹിതൻ ഷമീർ വളരെ പരിഹാസ്യോദ്യമായി 3 മിനിറ്റ് കൊണ്ട് ഈരാറ്റുപേട്ട നഗരസഭാ ചെയർപേഴ്സൺ വികസനത്തെക്കുറിച്ച് പറഞ്ഞു തീർത്തു എന്ന് പറയുന്നു. ഒരു ദിവസം പറയാനുള്ള വികസന കാര്യങ്ങൾ എനിക്കിവിടെ പറയാൻ കഴിയും, സമയം തരുമെങ്കിൽ. 56 കോടി രൂപയുടെ പദ്ധതികളാണ് കഴിഞ്ഞ 4.25 വർഷം കൊണ്ട് ഈരാറ്റുപേട്ട നഗരസഭ പൂർത്തിയാക്കിയത്. വളരെ വ്യക്തമായ ആധികാരികമായും പറയുന്നു. നമ്മുടെ ഷമീർ പറഞ്ഞതുപോലെ ഈരാറ്റുപേട്ട നഗരസഭ ഏത് പൗരനും ഈരാറ്റുപേട്ട നഗരസഭാ സെക്രട്ടറിക്ക് 10 രൂപ സ്റ്റാമ്പ് ഒട്ടിച്ച് ഒരു വിവരാവകാശം കൊടുത്താൽ നിർബന്ധമായും സെക്രട്ടറി പറഞ്ഞു തരും റോഡ്, വെളിച്ചം, വെള്ളം, ആരോഗ്യം, വിദ്യാഭ്യാസം, സാമൂഹ്യക്ഷേമം. ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ കൃത്യമായി കണക്ക് പറയാൻ സമയത്ത് പറയാം. പൊതു റോഡുകൾക്കായി ഈരാറ്റുപേട്ട നഗരസഭ ചെലവഴിച്ചത് 4,82,00,000 രൂപയാണ്. അത് MLAയുടെ ഫണ്ട് സംഭാവനയുണ്ട്, MP യുടെ സംഭാവനയുണ്ട്. അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ ഭരണത്തിൽ കയറുമ്പോൾ ഈരാറ്റുപേട്ട നഗരസഭയിൽ 1ാമത്തെ റോഡ് കാരക്കാട് റോഡ്, 2ാമത്തെ റോഡ് മുണ്ടക്കപ്പുറം റോഡ്, 3ാമത്തെ എൻ്റെ വാർഡിലുള്ള ഈലക്കയം പമ്പ് ഹൗസ് റോഡ്, 4ാമത്തത് ഈരാറ്റുപേട്ട മാതാക്കൽ റോഡ്, 5ാമത്തെ പോലീസ് സ്റ്റേഷൻ റോഡ്, 6ാമത്തത് കടുവാമൊഴി വാക്കാപ്പറമ്പ് റോഡ്, 7ാമത്തത് ജവാൻ റോഡ്, 8ാമത് കൊണ്ടൂർ റോഡ്, 9ാമത്തെ നമ്മുടെ ഫൈസലിൻ്റെ വാർഡായ തടവനാർ റോഡ് അടക്കം 14 റോഡുകൾ
തകർന്ന് തരിപ്പണമായി കിടന്നത് പൂർണ്ണമായും പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. മാത്രമല്ല, ആ റോഡിൻ്റെ സ്വഭാവം, പണ്ട് ഈരാറ്റുപേട്ട നഗരസഭാ രജിസ്റ്ററിൽ ഒരു റോഡിന് 10 അടിയാണെങ്കിൽ ഈരാറ്റുപേട്ട നഗരസഭയിൽ 28 കൗൺസിലർമാരുമായി തീരുമാനമെടുത്ത് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വാർഡിലെ റോഡിന് ഭിത്തി ടു ഭിത്തി എന്ന കണക്കിന് 12, 13 അടി, 14, 15 അടി വീതിയിലാണ് റോഡിൻ്റെ കോൺക്രീറ്റ് പണി തീർത്തത്. ഈരാറ്റുപേട്ട നഗരസഭ ഒരു 2-3 ഉദാഹരണം പറയാം. ഒന്ന്, നമ്മുടെ വിൻമാർട്ട് റോഡ്, മുത്തത്താവളം ജുവലറിക്കാർ 3 അടി സ്ഥലം വിട്ടുതന്ന് മനോഹരമായി ഒരു ഇടവഴിയായി കിടന്നത് വിൻമാർട്ട് റോഡ് വളരെ മനോഹരമായി പൂർത്തീകരിക്കുന്നുണ്ട്. ചെയർപേഴ്സന്റെ വീടിന് മുന്നിലൂടെ കടന്നു പോകുന്ന 38 ലക്ഷം രൂപ മുടക്കിയാണ് സഞ്ചാരയോഗ്യമാക്കിയത്. എൻ്റെ വാർഡ് റോഡ് MLA 10 ലക്ഷം, MP 5 ലക്ഷം, നഗരസഭ 12 ലക്ഷം അടക്കം 27 ലക്ഷം രൂപ മുടക്കി തോടിൽ നിന്ന് 5 അടി ഉയരത്തിൽ റോഡിൻ്റെ കാര്യം. രണ്ടാമത് ചെയർപേഴ്സൺ വെൽനസ് സെൻറ്റർ മാത്രമല്ല, 1,70 ലക്ഷം രൂപ മുടക്കിയാണ് കോട്ടയം ജില്ലയിൽ ആദ്യമായി 2 വെൽനസ് പൂർത്തിയാക്കി ഈരാറ്റുപേട്ട നഗരസഭയാണ്. കഴിഞ്ഞില്ല. ഈരാറ്റുപേട്ട നഗരസഭയിലെ FHCയിൽ 43 ലക്ഷം രൂപ കോട്ടയം ഒരു നഗരസഭയ്ക്ക് ലഭിക്കും. 43 ലക്ഷം രൂപ മുടക്കി സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്നും ആൻഡ്വാൻ ഇനീഷ്യേറ്റീവ് എടുത്ത് ഡയാലിസ് സെൻറ്റർ, ആൻഡ്വാൻ MP കൊണ്ടുവന്ന് ഡയാലിസ് സെൻറ്റർ 43 ലക്ഷം രൂപ മുടക്കി ഇപ്പോൾ അവിടുത്തെ രോഗികളെ മുഴുവൻ നമ്മൾ തൽക്കാലം സൺറൈസിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. 43 അതിമനോഹരമായി അഡീഷണൽ ബെഡോടുകൂടി ഏറ്റവും ലേറ്റസ്റ്റ് ഫെസിലിറ്റി ഉള്ള കോട്ടയം ജില്ലയുടെ നഗരസഭ നേതൃത്വത്തിലുള്ള ഏക ഡയാലിസ് സെൻറ്റർ 15 ദിവസത്തിൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ കഴിയും. തീർന്നില്ല, ആ ഹോസ്പിറ്റലിൽ തന്നെ 28 ലക്ഷം രൂപ മുടക്കി എക്സ്റേ സെൻറ്റർ, ആ എക്സ്റേ സെൻറ്റർ കോട്ടയം ജില്ല നടപ്പാക്കിയ ഏക നഗരസഭ ഈരാറ്റൂർ. തീർന്നില്ല, പുതുതായി 12 ലക്ഷം രൂപ മുടക്കി ലാബറട്ടറി നടപ്പാക്കാൻ കഴിഞ്ഞു. ബഹുമാനപ്പെട്ട MLA നേതൃത്വത്തിൽ 1,30,00,000 രൂപ മുടക്കി ഒരു കോവിഡ് സെൻറ്റർ, രോഗപ്രതിരോധ സെൻറ്റർ തുടങ്ങാൻ കഴിഞ്ഞു. അങ്ങനെ ഈരാറ്റുപേട്ട നഗര UDF അത്രയും കാര്യം ചെയ്തപ്പോൾ ബഹുമാനപ്പെട്ട ഈരാറ്റൂർ ഒരു പൊതുപ്രവർത്തകർ കേരള ഹൈക്കോടതിയിൽ OP കൊടുത്തു. OPയുടെ അടിസ്ഥാനത്തിൽ ഈരാറ്റുപേട്ട നഗരസഭയിൽ താലൂക്ക് ആശുപത്രി ഉയർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പൊതുപ്രവർത്തകൻ OP കൊടുത്തപ്പോൾ അത് പരിഗണിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ CPMൻ്റെ ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ളിലെ പ്രതിനിധിയായ ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസർ ഈരാറ്റുപേട്ടയിൽ ഒരു താലൂക്ക് ആശുപത്രി ഇപ്പോൾ ആവശ്യമില്ലെന്നും ഈരാറ്റുപേട്ടക്കാർക്ക് വേണമെങ്കിൽ ഇവിടുന്ന് 16 കിലോമീറ്റർ ദൂരമുള്ള കാഞ്ഞിരപ്പള്ളിയിലോ 14 കിലോമീറ്റർ ദൂരമുള്ള പാലായിലോ 28 കിലോമീറ്റർ ദൂരമുള്ള കുറവിലങ്ങാടോ പോയി ചികിത്സിക്കാമെന്ന നിഷ്കാരപരമായ നിഷേധാർഹമായി ഈ നാടിന് മുഴുവൻ അപമാനിക്കുന്ന മറുപടിയാണ് ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ DMO കൊടുത്തത്. എൻ്റെ കോപ്പി എൻ്റെ ഇരിപ്പുണ്ട്, ഈരാറ്റുപേട്ട നഗരസഭയിൽ ഇരിപ്പുണ്ട്. പിന്നെ ചെയർപേഴ്സണോട് ഒരു കാര്യം കൂടെ ചോദിച്ചു. ഈരാറ്റുപേട്ട നഗരസഭയിൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട് താൽക്കാലിക സ്റ്റാൻഡ് അനുവാദം ലഭിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ സമീപിച്ചപ്പോൾ താലൂക്ക് ഓഫീസിൽ നിന്നും കളക്ടറിലും അനുമതി ലഭിച്ചതാണ്. രണ്ടാമത് CPIയുടെ ശേഖരൻ്റെ വ്യക്തമായി CPM ഇടപെട്ടിട്ടില്ല. വളരെ ആത്മാർത്ഥ CPIയിൽ ശേഖരൻ അടക്കമുള്ള CPI നേതാക്കന്മാർ പാലാ താലൂക്ക് ഓഫീസിലും അല്ല ഷമീർ ഞാൻ ഒന്നും മിണ്ടിയില്ല. ശേഖരൻ അടക്കമുള്ള നേതാക്കന്മാർ പാലാ താലൂക്ക് ഓഫീസിലും കോട്ടയം കളക്ടറേറ്റിലും പരാതി കൊടുത്ത് അവിടെ ആ സ്ഥലത്തിന് ഫിറ്റ്നസ് ഇല്ല എന്ന് പറയും. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ദൃശ്യ ചാനൽ പോയി ഒരു സർവേ നടത്തുക. 15ഓളം വാഹനങ്ങൾ, ടൺ കണക്കിന് ഭാരമുള്ള വാഹനങ്ങൾ ആ മഞ്ചാടി ഇപ്പോൾ കിടപ്പുണ്ട്. കഴിഞ്ഞ 3 വർഷമായി 2 ലോറിയും ഒരു ബസ് ഇവിടെ കിടപ്പുണ്ട്. ആ സ്ഥലത്താണ് 4 ബസ്സുകൾ കണക്കാൻ അനുമതി ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ അനുമതി നിഷേധിച്ചത്. വീണ്ടും വരാം താങ്കളിലേക്ക്. രാജേഷ് പാറയ്ക്കൽ, ഈരാറ്റുപേട്ടയിലെ കഴിഞ്ഞ 5 വർഷം എങ്ങനെ നോക്കിക്കാണുന്നു രാജ്യം ഭരിക്കുന്ന കക്ഷി എന്ന നിലയിൽ? നമസ്കാരം. എന്നെ ഈരാറ്റുപേട്ടയെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്കൊരു മുനിസിപ്പാലിറ്റി എന്ന നിലയിൽ നമ്മളെല്ലാവരും പരിമിതികളുടെ രാജാക്കന്മാരാണെന്ന് പറയേണ്ടി വരും. സ്വന്തമായിട്ട് ഒരു ബസ് സ്റ്റാൻഡ് ഇല്ലാത്ത ഏക മുനിസിപ്പാലിറ്റി ആയിരിക്കും നമ്മളുടേത്. സ്വന്തമായിട്ട് ഒരു കളിസ്ഥലമില്ലാത്ത ഏക മുനിസിപ്പാലിറ്റി ആയിരിക്കും നമ്മളുടേത്. ഈ മുനിസിപ്പാലിറ്റി ആയതിനു ശേഷം പൊതുവായ ഒരു ടോയ്ലറ്റ് പോലും ഉണ്ടാക്കാൻ സാധിക്കാത്ത ഏക മുനിസിപ്പാലിറ്റി ആയിരിക്കും നമ്മളുടേത്. ഒരു പൊതു ശ്മശാനമില്ലാത്ത ഏക മുനിസിപ്പാലിറ്റി ആയിരിക്കും നമ്മളുടേത്. അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത പരിമിതികൾ മാത്രമാണ് നമുക്കുള്ളത്. ഞാൻ ആരെയും വ്യക്തിപരമായി LDFിനെയോ UDFിനെയോ കുറ്റം പറയുന്നില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഈരാറ്റുപേട്ടയ്ക്ക് വേണ്ടേ
ഒരു പൊതു ശ്മശാനം വേണ്ടേ? കോവിഡ് വന്നപ്പോൾ നമ്മൾ കണ്ടല്ലോ, എത്രയോ ആളുകൾ മരിച്ചു വീണു. ഇവിടുന്ന് പാലാ മുനിസിപ്പാലിറ്റി, ഞാൻ ഉൾപ്പെടെ പാലാ മുനിസിപ്പാലിറ്റി പോയി അവിടെ ചെന്ന് കാല് പിടിക്കേണ്ടി വന്നു. ഒരു ശരീരം ദഹിപ്പിക്കാൻ വേണ്ടി മുട്ടമ്പലത്ത് പോകേണ്ടി വന്നു, ഒരു ശരീരം ദഹിപ്പിക്കാൻ വേണ്ടി. നമ്മളുടെ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയുടെ അവസ്ഥയാണ്. ആദ്യം മുതലേ സംസാരിക്കുന്ന ഭാഗമാണ് നമ്മുടെ ബസ് സ്റ്റാൻഡിനെ കുറിച്ച്. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ ആനിയളപ്പ് മുതൽ നമ്മുടെ അരുവുത്ര കോളേജ് പടി വരെ ഈരാറ്റുപേട്ട നഗരസഭയുടെ ഭാഗമാണ്. ഈരാറ്റുപേട്ട കടുവാമൊഴിയിൽ 50 സെൻറ്റ് സ്ഥലം ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയുടെ അതിന് മുമ്പ് പഞ്ചായത്തിൻ്റെ തനത് ഫണ്ട് എടുത്ത് 50 സെൻറ്റ് സ്ഥലം വില കൊടുത്ത് വാങ്ങിയിട്ടുണ്ട്. 6 പണമാണ് ഇവിടുത്തെ നികുതി കൊടുക്കുന്ന നമ്മളുടെ പണമല്ലേ. അപ്പോൾ ഇവിടുത്തെ തനത് ഫണ്ട് എടുത്ത് 50 സെൻറ്റ് സ്ഥലം വില കൊടുത്ത് മേടിക്കുകയും അതിനോടനുബന്ധിച്ച് പുറമ്പോക്ക് ഭൂമിയെല്ലാം കൂടെ ഏതാണ്ട് ഒരു 20 സെൻറ്റ് സ്ഥലത്തോളം ഉണ്ട്. അങ്ങനെ 70 സെൻറ്റ് സ്ഥലം കടുവാമൊഴിയിൽ ബസ് സ്റ്റാൻഡ് പണിയാനാന്ന് പറഞ്ഞ് അതിൻ്റെ പുറകെ മുടക്കി ലക്ഷക്കണക്കിന് രൂപ മുടക്കി. ആ ലക്ഷക്കണക്കിന് രൂപ മുടക്കിയ കടുവാമൊഴി ബസ് സ്റ്റാൻഡ് ഒരു ബസ് പോലും കയറാൻ അനുവദിക്കാത്ത രീതിയിൽ അതങ്ങനെ കടന്നു. ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷൻ്റെ സഹായത്തോടു കൂടി ഏതാണ്ട് 3-4 ദിവസം ബസ് കയറി. പക്ഷേ ആരും, ഒരാൾ പോലും ഇവിടെ സംഘർഷമുണ്ടാകുമെന്ന് പേടിച്ച് ഒരാൾ പോലും കയറാനായിട്ട് വന്നില്ല, ബസ്സേ കയറാനായിട്ട് വന്നില്ല. നമുക്കങ്ങനെ മതിയോ വികസനം? നമ്മുടെ വികസനം എന്ന് പറഞ്ഞാൽ നമുക്ക് ആകെയുള്ള 7.5 ചതുരശ്ര കിലോമീറ്റർ സ്ഥലമുള്ള ഒരു ടൗൺഷിപ്പ് പോലെയാണിത്. ഈ ഈരാറ്റുപേട്ട നഗരസഭയ്ക്കകത്ത് ഏതാണ്ട് 2500-3000 കടകളുണ്ട്. ഈരാറ്റുപേട്ട നഗരസഭയിൽ നിന്ന് ലൈസൻസ് എടുത്ത് പ്രവർത്തിക്കുന്ന ഒരു 700 കട കാണും. ബാക്കി കടയ്ക്ക് എന്താ പ്രത്യേകത? ഇവിടുത്തെ ടാക്സ് കളക്ട് ചെയ്യാത്ത എന്താ? കോടിക്കണക്കിന് രൂപയുടെ ടാക്സ് കുടിശ്ശികയാണ് ഇവിടെ. എന്തേ നമുക്ക് സാധിക്കാത്തത്? ഇപ്പോൾ ഇവിടെ 56 കോടി രൂപയുടെ കണക്ക് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ടാക്സ് പിരിച്ചാൽ എത്ര കോടി രൂപ നമുക്ക് കിടപ്പുണ്ട്? വികസനം കൊണ്ടുവരാൻ സാധിക്കല്ലേ? എന്തുകൊണ്ട് നമുക്ക് സാധിക്കുന്നില്ല? നിങ്ങൾ ഈ കഴിഞ്ഞ കുറച്ച് കാലഘട്ടം കൊണ്ട് നിങ്ങൾ നോക്കിയാൽ മതി. ഈ ഈരാറ്റുപേട്ടയിലെ മരിക്കുന്ന ആളുകളുടെ പ്രായമെടുത്താൽ ഏതാണ്ട് ഒരു 55 വയസ്സിൽ താഴെയാണ്. 55 വയസ്സിൽ താഴെയുള്ള ആളുകളാണോ മരിച്ചു വീഴുന്നതിൽ ബഹുഭൂരിപക്ഷവും. എന്തുകൊണ്ടാണെന്നറിയോ? അവർക്കൊന്ന് ഒരു എക്സർസൈസ് ചെയ്യാനുള്ള സാഹചര്യം പോലും ഇല്ല, ഒരു കളിസ്ഥലമില്ല. ഇതാ നിങ്ങൾ നോക്കിയാൽ മനസ്സിലായി, രാവിലെ ഒരു 5 മണി മുതൽ ഇവിടുന്ന് പാലാ റൂട്ടിലേക്കും അരുവുത്ര കോളേജ് റോഡിലേക്കും ഇഷ്ടംപോലെ ആളുകളാണ് നടക്കുന്നത്. ബഹുഭൂരിപക്ഷം ആൾക്കാർ ഇവിടെ കച്ചവടക്കാരാണ്. രാവിലെ ജോലിക്ക് പോയാൽ വൈകിട്ടാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ രാവിലെ നടക്കുകയാണ് ആരോഗ്യം സംരക്ഷിക്കാനായിട്ട്, ഒരു കളിസ്ഥലം ഉണ്ടാക്കി കൊടുക്കാൻ. എന്തുകൊണ്ട് ഈ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിക്ക് സാധിക്കുന്നില്ല? 99% മതന്യൂനപക്ഷങ്ങൾ താമസിക്കുന്ന സ്ഥലം ഇവിടെ. സ്വന്തമായിട്ടൊരു സ്ലോട്ടർ ഹൗസ് ഉണ്ടോ? സ്വന്തമായിട്ടൊരു സ്ലോട്ടർ ഹൗസ് ഉണ്ടോ? നമ്മുടെ ഏതെങ്കിലും ആറ്റുതീരത്തോ ഏതെങ്കിലും തോട്ടുതീരത്തോ എവിടെയെങ്കിലുമൊക്കെ ഇട്ട് ഉരുക്കളെ കൊന്ന് മാംസമായിട്ട് കൊണ്ടുവന്ന് ചന്തയ്ക്കകത്ത് കൊണ്ടുവന്ന് വിതരണം ചെയ്യുന്നു. എന്തേ ഇല്ലാത്തേ? നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടതല്ലേ ഒരു സ്ലോട്ടർ ഹൗസ്? ഒരെണ്ണം ഇതാ നമ്മൾ കൊട്ടിക്കോഴ്ച നടപ്പാക്കി, പക്ഷേ ലേലം ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? ഒന്നും സാധിച്ചിട്ടില്ല. അതിലൂടെയൊക്കെ കോടിക്കണക്കിന് രൂപ നമുക്ക് വരുമാനം ഉണ്ടാകേണ്ട മുനിസിപ്പാലിറ്റിയാണ്, സാധിക്കുന്നില്ല. എന്തുമാത്രമാണ് നമ്മുടെ ഈ മലയോര മേഖലകളുടെ ഒരു സംഗമ ഭൂമിയാണ് ഈരാറ്റുപേട്ട എന്ന് പറയുന്നത്. ഈരാറ്റുപേട്ട വഴി കടന്നാണ് ഈ കിഴക്കൻ മലനിരകളിലേക്ക് മുഴുവൻ ആളുകൾ പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഒരുപാട് ആളുകൾ ഇവിടെ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ച് പറഞ്ഞാൽ അരുവുത്ര പള്ളിയുടെ ടോയ്ലറ്റ് ഇല്ലെങ്കിൽ ആ സ്ത്രീകളുടെ അവസ്ഥ വളരെ ദയനീയമാണ്. നമുക്ക് വേണ്ടേ? നമ്മുടെ ഈ നാട്ടിലെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ഈ നാട്ടിലെ ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരുപാട് സ്ഥാപനമുണ്ട് ഈരാറ്റുപേട്ടയ്ക്കകത്ത്. ഒരുപാട് സ്ഥാപനങ്ങൾ, ഒരുപാട് ആളുകൾ നമ്മുടെ സമീപ പഞ്ചായത്തുകളിൽ നിന്ന് ജോലിക്കായിട്ട് ഇവിടെ വരുന്നുണ്ട്. ഇത് ഈരാറ്റുപേട്ട നഗരസഭ എന്ന് പറയുന്നത്
ഒരു ടൗൺഷിപ്പ് പോലെയാണ്, വ്യാപാര കേന്ദ്രമാണിത്. ഒരുപാട് ആളുകൾ സാധനങ്ങൾ വാങ്ങുന്നതിനായിട്ട് ഈ ഈരാറ്റുപേട്ടയിലേക്ക് കടന്നു വരുന്നുണ്ട്. ആ ആളുകൾക്കൊരു പ്രാഥമിക കൃത്യം നിർവഹിക്കാൻ പോലുള്ള അവസ്ഥയില്ല എങ്കിൽ അത് നമ്മളുടെ പരാജയമല്ലേ? ഓക്കെ, അല്ലേ? വീണ്ടും വരാൻ താങ്കളിലേക്ക്. സുബൈർ, എങ്ങനെ നോക്കി കാണുന്നു കഴിഞ്ഞ 5 വർഷക്കാലത്തെ? ഈരാറ്റുപേട്ട നഗരസഭയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 5 വർഷമല്ല, കഴിഞ്ഞ 7.5 വർഷക്കാലം നഷ്ടത്തിൻ്റെ മാത്രം വർഷങ്ങളായിരുന്നു എന്നാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തോന്നിയിട്ടുള്ളത്. കാരണം ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി രൂപീകരിച്ച് ആദ്യ തിരഞ്ഞെടുപ്പിൽ ഇവിടെ ഒരു ഭരണസമിതി അധികാരത്തിലെത്തുകയും 2.5 വർഷങ്ങൾക്ക് ശേഷം കുതികാൽ വെട്ടിലൂടെ അവരെ താഴെ ഇറക്കുകയും അതിനുശേഷം കഴിഞ്ഞ 7.5 വർഷക്കാലമായി ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി ഇവിടെ UDF ഭരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഏതെങ്കിലും ബഹുമാനപ്പെട്ട UDF മുൻ വൈസ് ചെയർമാനുമായ ശ്രീ ഇല്യാസക്ക പറയുന്നത് കേട്ടു, 56 കോടി രൂപയുടെ വികസനം ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി നടത്തുന്ന അദ്ദേഹം പറഞ്ഞത്. എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം ഒരു കാര്യം അദ്ദേഹം അംഗീകരിച്ചല്ലോ, ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിൽ കാശില്ലാഞ്ഞിട്ടോ ഫണ്ടില്ലാഞ്ഞിട്ടോ അല്ലാത്തതിൻ്റെ പേരിലല്ല ഇവിടെ വികസനം നടക്കാൻ, മറിച്ച് അത് നടത്തേണ്ട വിധത്തിൽ നടത്താൻ അറിയാത്തതുകൊണ്ടാണ്. അതിന് കാരണം ഇവരാദ്യം പറഞ്ഞുകൊണ്ടിരുന്ന ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി ഫണ്ടില്ല എന്നാണ്. ഇപ്പോൾ 56 കോടി രൂപ തന്നെ അംഗീകരിച്ചല്ലോ. മാത്രമല്ല അദ്ദേഹം പറഞ്ഞത് ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിലെ പല റോഡുകളും ചെയ്തു എന്നുള്ള അദ്ദേഹം പറഞ്ഞത്. ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിൽ ആര് ഭരിക്കുമ്പോഴാണ് റോഡുകൾ ചെയ്തിട്ടില്ലാത്തത് പറയാമോ? ചില കാലതാമസം കൊണ്ട് ചില റോഡുകൾ കുണ്ടും കുഴിയുമാകാം, ചെയ്ത് മോശം എന്നല്ല ഞാൻ പറയുന്നത്. ആര് ഭരിക്കുമ്പോഴാണ്? ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിൽ സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും കിട്ടുന്ന ഫണ്ടുകൾ നിലവിലുള്ള റോഡുകളുടെ കുഴി നികത്താനും നിലവിലുള്ള റോഡ് നിർമ്മിക്കാനും മാത്രമാണെങ്കിൽ പുതിയൊരു ഭരണസമിതി ആവശ്യമില്ലല്ലോ. അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരുണ്ട്, AE ഉണ്ട്, പല ആൾക്കാരുണ്ടല്ലേ, അവർ നടത്തിയാൽ മതി. പിന്നെ ഈ 28 പേരെ തിരഞ്ഞെടുക്കേണ്ട കാര്യമില്ലല്ലോ. ഈ 28 പേരെ തിരഞ്ഞെടുത്ത് ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി ഒരു ഭരണസമിതി ഉണ്ടാകുന്നത് ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിക്ക് അനുവദിക്കുന്ന ഫണ്ടുകൾ നാടിൻ്റെ ക്ഷേമത്തിനും ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ്. 2019 അനുവദിച്ചതാണ് 9 കോടി 10 ലക്ഷം രൂപ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിക്ക് സ്വന്തമായിട്ട് ഒരു മുനിസിപ്പൽ കേന്ദ്രം പണിയുന്നതിന് വേണ്ടി. ഇതോടൊപ്പം മുനിസിപ്പാലിറ്റിയായ ഏറ്റുമാനൂരും കട്ടപ്പന നിങ്ങൾ പോയേക്ക്, നിങ്ങൾ കാണണമെങ്കിൽ ആ 9 കോടി 10 ലക്ഷം രൂപ അനുവദിച്ച ഫണ്ട് ഇപ്പോഴും ഉണ്ടെന്നാണ് പറയുന്നത്. 7.5 വർഷത്തിന് ശേഷം ഇപ്പോഴും ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതെങ്കിലും അവിടെ 2020 ബഹുമാന്യായ മർഹൂം കുർബാനി സാഹിബ് ഇട്ട കല്ലിപ്പോഴും അവിടെ നിൽപ്പുണ്ട്. ആ കല്ല് എടുത്തത് അവിടെ ഒരു പണി നടന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ അവിടെ വേസ്റ്റ് ഡംപ് ചെയ്യുന്ന സ്ഥലമായിട്ട് മാറിയിട്ടുണ്ട്. 2.25 കോടി രൂപ ഈരാറ്റുപേട്ട വേസ്റ്റ് നിർമ്മാർജ്ജനത്തിന് വേണ്ടി ചെലവഴിച്ച ഈരാറ്റുപേട്ടയിൽ 90% വേസ്റ്റ് കൊണ്ട് ഇവിടെ പിടിച്ച് ഹരിതകർമ്മസേന ഉൾപ്പെടെ ശേഖരിക്കുന്ന വേസ്റ്റുകളെ കൊണ്ട് തള്ളിക്കുന്ന നിങ്ങൾക്ക് കാണാം. ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിലാണ്. അതുപോലെ തന്നെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഏറ്റവും വിവാദമായൊരു നഗരോത്സവം നടന്നു. ആ നഗരോത്സവത്തിൽ ഇവർ തന്നെ അടിച്ചിറക്കിയ നഗരോത്സവത്തിൻ്റെ കമ്മിറ്റിക്ക് അടിച്ചിറക്കിയ ഒരു സപ്ലിമെൻ്റ് ഉണ്ട്. ആ സപ്ലിമെൻ്റ് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്കറിയാം, 23 കോടി രൂപ മുടക്കി 2025 മാർച്ച് 23 ഈരാറ്റുപേട്ട മുനിസിപ്പൽ കെട്ടിടത്തിൻ്റെ നിർമ്മാണോദ്ഘാടനം ചെയ്യും എന്നാണ് സപ്ലിമെൻ്റ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ സംശയമുണ്ട്, നിങ്ങൾ സപ്ലിമെൻ്റിൻ്റെ കോപ്പി എന്നോടിരിപ്പുണ്ട്, നിങ്ങൾക്ക് ആർക്ക് എടുത്താൽ നമുക്ക് നോക്കാൻ പറയാം. ആ 23 കോടി രൂപ മുടക്കി കെട്ടിടം പണി വന്നു. അതിനു മുമ്പ് 4 വർഷങ്ങൾക്ക് മുമ്പ് ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി അവിശ്വാസ പ്രമേയം വന്നപ്പോൾ അന്നത്തെ ബഹുമാന്യ വൈസ് ചെയർമാൻ ശ്രീ ഇല്യാസക്ക ഉൾപ്പെടെ പറഞ്ഞ 7.5 കോടി രൂപ മുടക്കി ഹഡ്കോയുടെ വായ്പ എടുത്ത് ഉടനെ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി ബസ് സ്റ്റാൻഡ് കെട്ടിടം പണിയൊന്നും ജനങ്ങളെ വിശ്വസിപ്പിച്ചതിന് ശേഷം ഈരാറ്റുപേട്ട മുഴുവൻ രാഷ്ട്രീയ പാർട്ടിയോടും ചോദിക്കുകയാണ്, ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി കെട്ടിടം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് വേണ്ടേ, നമുക്ക് പുതിയ കെട്ടിടം പണിയണ്ടേ? എല്ലാ പാർട്ടിക്കാരും അനുവാദം കൊടുത്തു. കാരണം ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിക്ക് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് വരുന്നതിനോ എന്തെങ്കിലും വികസനം വരുന്നതിനോ ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടി ചെയ്തതല്ല. ഞങ്ങൾ പറഞ്ഞു 100% വേണം. മാത്രമല്ല മോശമായ കെട്ടിടം പൊളിക്കുന്നതിന് ഞങ്ങൾക്ക് പരാതിയൊന്നുമില്ല. പക്ഷേ അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, ആ പൊളിക്കുമ്പോൾ ബദൽ സംവിധാനം കാണണം. ഇപ്പം പറഞ്ഞത് മഞ്ചാടിത്തൂർ അനുവദിച്ചില്ല എന്നാണ് പറയുന്നത്. മഞ്ചാടിത്തൂർ അനുവദിച്ചിട്ടില്ലെങ്കിൽ വേറെ സ്ഥലം കണ്ടെത്തേണ്ട മുനിസിപ്പാലിറ്റി ബാധ്യമല്ലേ? ആ നാട്ടുകാരുടെ ബാധ്യമാണോ? ഇപ്പം നിങ്ങൾ ആ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നോക്കണം. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ ഇടതുവശത്ത് വണ്ടി പാർക്ക് ചെയ്യുന്നു. 5 മിനിറ്റ് കഴിഞ്ഞ് പോകാൻ 4 മിനിറ്റ് ഉള്ളപ്പോൾ എല്ലാ വണ്ടിയും റോഡിന് മറുവശത്ത് പാർക്ക് ചെയ്യുന്നു. ഈരാറ്റുപേട്ട അല്ലാതെ വേറെ എവിടെ നടക്കും? എങ്കിൽ ആ പാർക്ക് ചെയ്യുന്നിടത്ത് പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ആൾക്കാർ ഇറങ്ങി പോവുകയാണെങ്കിൽ 50% ട്രാഫിക് ജാം കുറയും. അതുപോലും ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയെ ഭരണക്കാർക്കോ ആൾക്കാർക്കോ നോക്കാൻ സമയമില്ല. അതിന് സംവിധാനം ചെയ്യാൻ പോലും സംവിധാനമില്ല.
നമ്മൾ കാണേണ്ട കാഴ്ചയാണ്. ഓക്കെ, വീണ്ടും താങ്കളിലേക്ക് എത്താം. ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26 മൈൽ, കാഞ്ഞിരപ്പള്ളി. സ്വർണം പണയം വെച്ചിട്ട് തിരിച്ചെടുക്കാൻ പ്രയാസപ്പെടുകയാണോ? അല്ലെങ്കിൽ ലേലത്തിൽ പോകുമോ എന്ന ആശങ്കയുണ്ടോ? കയ്യിലെ സ്വർണത്തിന് എവിടെ മികച്ച വില ലഭിക്കുമെന്നറിയാതെ വിഷമിക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ ഉടൻ ആലപ്പാട് ഗോൾഡിലേക്ക് വിളിക്കൂ. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾക്ക് മാർക്കറ്റിലെ അതാത് ദിവസത്തെ വില ഇവിടെ ലഭിക്കും. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും എത്ര പഴയതായാലും ആലപ്പാട് ഗോൾഡ് അന്നുള്ള ദിവസത്തെ മാർക്കറ്റ് വില നൽകി സ്വർണം തിരിച്ചെടുക്കുന്നു. GPay, RTGS, NEFT, ചെക്ക് എന്നിവയുടെ സൗകര്യവും ഉണ്ട്. പണത്തിന്റെ ടെൻഷൻ വേണ്ട. ആലപ്പാട് ഗോൾഡ് നിങ്ങളുടെ സ്വർണത്തിന് വിപണിയിലെ ഏറ്റവും ഉയർന്ന വില നൽകുന്നു. 2001 മുതൽ കേരളത്തിലെ നമ്പർ 1 ഓൾഡ് ഗോൾഡ് പർച്ചേസ് ഷോപ്പായ ആലപ്പാട് ഗോൾഡ് സാധാരണക്കാരെ സഹായിക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നു. ജനസേവനമാണ് നമ്മുടെ ലക്ഷ്യം. വിശ്വാസത്തോടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാൻ ആലപ്പാട് ഗോൾഡിനെ സമീപിക്കാം. ഞങ്ങൾ സ്വർണത്തിന് യഥാർത്ഥ മൂല്യം നൽകുന്നു. ഞങ്ങളുടെ സ്ഥാപനങ്ങൾ മുണ്ടക്കയം KK റോഡിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അടുത്ത് അജ്ഫ ബേക്കേഴ്സ് ബിൽഡിംഗിലും കറുകച്ചാലിൽ മല്ലപ്പള്ളി റോഡിലുള്ള ഫെഡറൽ ബാങ്ക് ബിൽഡിംഗിലും പ്രവർത്തിക്കുന്നു. അതുകൂടാതെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മുടെ സർവീസ് ലഭ്യമാണ്. സ്വർണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇനി ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ നമ്പറിലേക്ക് ഒരു ഫോൺ കോൾ മതി. ആലപ്പാട് ഗോൾഡ് നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ അടുത്തെത്തും. ആലപ്പാട് ഗോൾഡ് എന്നും നിങ്ങളോടൊപ്പം. പ്രസിഡന്റ്, 1-2 കാര്യങ്ങൾക്ക് മറുപടി നൽകേണ്ടതുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും ഒരുക്കാൻ കഴിയുന്നില്ലെന്നാണ് രാജേഷ് ആരോപിക്കുന്നത്. ഒരു സ്ലോട്ടർ ഹൗസ് ഇല്ല, കടകൾ 2000 ഉണ്ടെങ്കിൽ 700 എണ്ണത്തിന് ലൈസൻസ് ഉള്ളൂ. അതൊക്കെ വലിയ ആരോപണമാണ്. എൻ്റെ സുഹൃത്ത് ആദ്യമേ തന്നെ എൻ്റെ സുഹൃത്ത് ഷമീർ പറഞ്ഞതിന് ഒരു ആമുഖം എന്ന രീതിയിൽ സംസാരിച്ചതിന് ശേഷം രാജേഷിലേക്ക് ഞാൻ എത്താം. കാരണം നഗരസഭാ ചെയർപേഴ്സണിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കേണ്ടതായിട്ടുള്ളൊരു ഉത്തരവാദിത്വം എനിക്കുണ്ട്. UDFിൻ്റെ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്ന 98% കാര്യങ്ങൾ ഈ ഭരണസമിതി ചെയ്തു എന്ന് തന്നെ തീർച്ചയായിട്ടും വളരെ അഭിമാനത്തോടു കൂടി എനിക്ക് സംസാരിക്കാൻ സാധിക്കും. കാരണം UDF സംവിധാനത്തിൽ നൽകിയ പ്രകടന പത്രികയിൽ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് വെള്ളം, വെളിച്ചം, വഴി, ഇത്രയും കാര്യങ്ങളാണ്. എനിക്ക് മുൻപ് സംസാരിച്ച നമ്മുടെ കോൺഗ്രസിൻ്റെ മുഹമ്മദ് ഇല്യാസ് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ 2,56,00,000 രൂപ എന്ന കണക്കിൽ ഓരോ വർഷവും നമ്മൾ റോഡ് വികസനത്തിന് വേണ്ടി നമ്മൾ നൽകുമ്പോൾ ഈ ഈരാറ്റുപേട്ട നഗരസഭയിൽ മുഴുവൻ റോഡുകളും, അതായത് ഏകദേശം പൊതു റോഡുകൾക്കും വേണ്ടി മാത്രമായിട്ട് നമ്മൾ 26 കോടി രൂപയും 256ഓളം ഇട റോഡുകൾക്ക് വേണ്ടി ഏകദേശം അതിൽ പരം രൂപയും ചെലവഴിച്ചുകൊണ്ടാണ് നമ്മൾ നമ്മുടെ സഞ്ചാര സ്വാതന്ത്ര്യം എന്നതിൽ സഞ്ചാര യോഗ്യമാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കുടിവെള്ളം ഏറ്റവും അനിവാര്യമാണ്. കുടിവെള്ളത്തിന് 2,80,00,000 രൂപ മുഴുവൻ വാർഡുകളിലേക്കും വെള്ളം എത്തിക്കുക എന്ന വലിയൊരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി 2,80,00,000 രൂപയുടെ കുടിവെള്ള പദ്ധതിയുടെ പ്രൊജക്റ്റ് നടപ്പിലാക്കുവാനായിട്ട് ഈ ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട്. സ്ട്രീറ്റ് ലൈറ്റുകൾ, മുഴുവൻ വഴിവിളക്കുകളും തെളിച്ചുകൊണ്ട് തന്നെ സ്ട്രീറ്റ് ലൈറ്റുകൾ നഗര സൗന്ദര്യവൽക്കരണവും കൂടെ സംയോജിപ്പിച്ചുകൊണ്ട് തന്നെ 28 വാർഡുകളിലെയും പോക്കറ്റ് റോഡുകൾ ഉൾപ്പെടെയുള്ള ഇടവഴികൾ ഉൾപ്പെടെ മുഴുവൻ നമുക്ക് ആ പ്രദേശങ്ങളിലേക്ക് വെളിച്ചം നൽകുവാനായിട്ട്, വെളിച്ച വിപ്ലവം സൃഷ്ടിക്കുവാനായിട്ട് സാധിച്ചു. കൂടാതെ തന്നെ ഇപ്പം സൂചിപ്പിച്ചതുപോലെ തന്നെ രാജേഷ് പാറയ്ക്കൽ ചോദിച്ചതുപോലെ തന്നെ പൊതു ജനങ്ങൾക്കുള്ള ഒരു പൊതു ഇടങ്ങൾ ഇല്ല എന്ന്. പക്ഷേ അതല്ല, ഈരാറ്റുപേട്ട നഗരസഭയിൽ 2 ടേക്ക് എ ബ്രേക്ക് എന്ന രീതിയിൽ 2 പൊതു ഇടങ്ങളുണ്ട്. ഒന്ന് നമ്മുടെ PTMS ഓഡിറ്റോറിയത്തിൻ്റെ മുൻഭാഗവും, ഒരിടം നമ്മുടെ നമ്മുടെ അരിത്ര FHCയുടെ ഓപ്പോസിറ്റായിട്ടുള്ള FHCയോടനുബന്ധിച്ച് തന്നെ 2 പൊതു ഇടങ്ങൾ അല്ലെങ്കിൽ പൊതു ശൗചാലയങ്ങൾ നമുക്കുണ്ട്. മൂന്നാമതായിട്ടൊരെണ്ണം നമ്മൾ അനുവദിക്കപ്പെട്ടത് 30 ലക്ഷം രൂപ അനുവദിച്ചത് നമ്മുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലായിരുന്നു. അപ്പോൾ അത് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൻ്റെ അവിടെയായിരുന്നു. ഡിപ്പാർട്ട്മെൻറ്റ് തമ്മിലുള്ള ഒരു തർക്കത്തിൽ ഇപ്പോഴും അത് ചെയ്യാൻ സാധിക്കാത്ത തരത്തിൽ നിലനിൽക്കുന്നു. അപ്പോൾ നമ്മളെപ്പോഴും ആലോചിക്കേണ്ട ഒരു കാരണം, സർക്കാർ സംവിധാനം ഏതൊരു ഭരണസമിതിക്കും അനിവാര്യമാണ്. അതിലുണ്ടാകുന്ന ഒരു പോരായ്മ തീർച്ചയായിട്ടും ഈ ഭരണസമിതിയിലും വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ശ്രീ രാജേഷ് പറഞ്ഞതുപോലെ തന്നെ ഈ ഭരണസമിതി കയറിയപ്പോൾ ഏകദേശം തനത് വരുമാനം എന്ന് പറയുന്നത് 1,56,00,000 രൂപയായിരുന്നു. ഇന്നത് 3,56,00,000 രൂപ
സ്ഥിര വരുമാനവും 5 കോടി ബാക്കി 2 കോടി അരിയർ സംവിധാനത്തിലേക്കും എത്തുവാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് നഗരസഭയെ സംബന്ധിച്ച് ഒരു തനത് വരുമാനം വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞത് വലിയൊരു നേട്ടമായിട്ട് തന്നെ കാണുന്നു. ആ ഒരു നേട്ടത്തിലേക്ക് ഈ ഭരണസമിതിക്ക് എത്തുവാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ലൈസൻസിന്റെ ഇഷ്യൂസ് പറഞ്ഞു. നികുതി പിരിവിന്റെ കാര്യത്തിൽ ഗംഭീരമാക്കിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അതെ, യെസ്, ലൈസൻസിന്റെ കാര്യം പറഞ്ഞു. ഇവിടെ ഈരാറ്റുപേട്ട നഗരസഭയിൽ ഏകദേശം 1600ഓളം കച്ചവട സ്ഥാപനങ്ങൾ, അതിൽ കൂടുതലായിട്ട് ഓരോ ആഴ്ചയിലും ധാരാളം വ്യാപാര വ്യവസായ സമുച്ചയങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് ഈ നാടിൻ്റെ മാഹാത്മ്യം കൊണ്ട് തന്നെ കടന്നു വരുന്നുണ്ട്. ഇതിനെല്ലാം തന്നെ ലൈസൻസ് എടുക്കാൻ സാധിക്കാത്ത ആ ആൾക്കാരിലേക്ക് എത്തുവാനുള്ളൊരു സാഹചര്യം നഗരസഭാ ഭരണസമിതി ഇപ്പോൾ ആർജിച്ചിട്ടുണ്ട്. കാരണം ഒരു നഗരസഭയെ സംബന്ധിച്ച് സ്റ്റാഫ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് വളരെ അനിവാര്യമാണ്. ഒരു പഞ്ചായത്തിൻ്റെ ബാലാരിഷ്ടത കഴിഞ്ഞ് ഈ ഭരണ സംവിധാനം നഗരസഭയിലേക്ക് എത്തി നിൽക്കുന്നതേ ഉള്ളൂ. കഴിഞ്ഞ വർഷം ഒരു ഭരണ സംവിധാനത്തെയും നമ്മൾ എതിർക്കുകയോ അല്ലെങ്കിൽ അത് പരാമർശിക്കുകയോ ചെയ്യുകയില്ല. ആ ബാലാരിഷ്ടത മാറി ഈ പുതിയ ഭരണ സംവിധാനം വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള സ്റ്റാഫ് ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളവരുടെ കുടിശ്ശികകൾ, അതുപോലുള്ള ലൈസൻസ് ഇഷ്യൂസ്, ഇതിനെല്ലാം തന്നെ നിലവിലുള്ള സംവിധാനങ്ങളെ കൂടുതൽ മെച്ചപ്പെടുത്തിക്കൊണ്ട് ഈ സംവിധാനം മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് നമുക്ക് റിട്ടേൺ ഇൻകം അത്രത്തിലേക്ക് നമുക്ക് എത്തിക്കുവാനായി സാധിക്കും. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ ശ്മശാനം ഉൾപ്പെടെയുള്ള ബാക്കിയുള്ള കാര്യങ്ങളുടെ കാര്യം പറഞ്ഞു. ഈ ഒരു ഭരണ സമിതി കയറിയപ്പോഴേ നമ്മുടെ തേവരുപാറയിൽ നിലവിലുള്ള നമുക്ക് ഓരോ ഏക്കർ ഏകദേശം 63 സെൻറ്റ് സ്ഥലമുണ്ട്. അവിടെ നമുക്ക് ഒരു ശ്മശാനം പണിയണമെന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അവിടെ നമുക്ക് സാധ്യമല്ല. മറിച്ച് നമ്മൾ സ്ഥലം എടുത്തപ്പോൾ ഫെയർ വാല്യൂ എന്ന് പറയുന്ന, അതായത് സർക്കാർ സംവിധാനങ്ങളിൽ, നിയമ സംവിധാനങ്ങളിൽ ഇനിയും മാറ്റങ്ങൾ വരേണ്ടതുണ്ട്, ഇനിയും മാറ്റപ്പെടുത്തേണ്ടതുണ്ട്. പൊതുജനങ്ങളിലേക്ക് പോകണം. ഷമീർ, ഒരു കാര്യത്തിന് മറുപടി പറഞ്ഞാൽ അവർ ചോദിക്കുമ്പോൾ ഒത്തിരി സമയം കിട്ടും ചെയർപേഴ്സണ്. ഓക്കെ തരാം മൈക്ക് തരാം. അല്ല, വീടും മെയിൻ്റനൻസും ചോദിക്കുമ്പോൾ റോഡും തോടിനെ പറ്റിയാണ് പറയുന്നത്. ബഹുമാനപ്പെട്ട വൈസ് ചെയർപേഴ്സൺ പറഞ്ഞപ്പോൾ 5 ബഹുമാനപ്പെട്ട മാത്രമല്ല എല്ലാ സൗകര്യങ്ങളെ കുറിച്ചും ഞങ്ങൾ പറയാം. അല്ല, ബഹുമാനപ്പെട്ട വൈസ് ചെയർപേഴ്സൺ പറഞ്ഞ 6 റോഡാണ്. ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിൽ 6 റോഡേ ഉള്ളൂ. 60 റോഡില്ലേ? 60 റോഡിൽ ബാക്കി 56 റോഡും ബഹുമാനപ്പെട്ട MLA ഫണ്ട് ഉപയോഗിച്ച് പണിതീർത്ത റോഡുകളാണ് ഈരാറ്റുപേട്ടയിലുള്ളത്. അല്ലാതെ മുനിസിപ്പൽ തനത് ഫണ്ട് ഉപയോഗിച്ച് പണി കഴിപ്പിച്ച ഫണ്ടുകളുടെ റോഡുകളുടെ ലിസ്റ്റ് ചോദിക്കുമ്പം ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും പറയാൻ മറുപടിയില്ല. അല്ല, വീടുകൾ ഞാൻ ആദ്യം പിന്നെ വേറൊരു കാര്യമുണ്ട്. ആദ്യം ചോദിച്ച വീടുകളെ പറ്റി ചോദിച്ചതിനെ പറ്റി രണ്ടുപേരും മറുപടി പറഞ്ഞിട്ടില്ല. വിയറ്റ്നാം ഗോൾഡ് സിനിമയ്ക്കകത്ത് രേഖ ചോദിക്കുമ്പം കൈപൊക്കി കാണിക്കുന്ന സമീപനം ഇവർ കാണിക്കുന്നത്. ഈ പറഞ്ഞ രാജേഷ് പാറക്കൽ പറഞ്ഞത്, സുഹറ അബ്ദുൽ ഖാദർ പറഞ്ഞത്, ഇല്യാസ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈ രേഖയിലുണ്ട്. അതിനപ്പുറത്തേക്ക് വേറെ സാധനത്തിൽ ഇതില്ല. ഇതെല്ലാം വസ്തുതയായ കാര്യം. 2018 സമുന്നതനായ കോൺഗ്രസ് നേതാവ് മൺമറഞ്ഞു പോയ നിസാർ കുർബാനി ഉദ്ഘാടനം ചെയ്ത ഒരു മുനിസിപ്പൽ കോംപ്ലക്സിൻ്റെ നിർമ്മാണ ഉദ്ഘാടനത്തിൻ്റെ ഒരു പേപ്പറായത്. അതിൽ കൃത്യമായിട്ട് അതിൻ്റെ ഡേറ്റ് പറയുന്നുണ്ട്. 2020 ഒക്ടോബർ 7 വൈകിട്ട് 4 മണിക്ക് അദ്ദേഹം ഉദ്ഘാടനം ചെയ്ത മഞ്ചാടി തുരുത്തിൽ നിങ്ങളിപ്പോൾ പോയ ആ മുനിസിപ്പൽ കോംപ്ലക്സ് കാണാം. 2020 കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് കിഫ്ബി ഫണ്ടാണ്. അല്ല അത് സംസ്ഥാന ചെയർപേഴ്സൺ പറഞ്ഞ ശരിയാ. അത് ബഹുമാനപ്പെട്ട കേരള സർക്കാരിന്റെ കിഫ്ബി ഫണ്ടാ. അത് വിനിയോഗിക്കാൻ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിക്ക് സാധിച്ചില്ല. അതിന്റെ പേപ്പർ വർക്ക് നടന്നിട്ടില്ല, ബാക്കി പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ല. 2021 ബഹുമാനപ്പെട്ട വൈസ് ചെയർപേഴ്സൺ മുഹമ്മദ് ഇല്യാസ് ഉദ്ഘാടനം ചെയ്ത പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നിർമ്മാണ ഉദ്ഘാടനത്തിന്റെ പേപ്പറായി കാണിക്കുന്നത്. ഇതും അവിടെ പോയാൽ നിങ്ങൾക്ക് കാണാം. ഇതുപോലെ വികസന കാഴ്ചപ്പാടുകൾ അല്ല, നിങ്ങളിത് പറയുന്നത്, ഞാനിത് ഒന്ന് പറഞ്ഞാൽ ഒന്ന് പൂർത്തീകരിക്കാൻ നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ സമ്മതിക്കാതെ നടക്കുക. ഒന്നില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും അസംഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയാം. നിങ്ങൾക്ക് പറയാൻ മറുപടിയില്ല, ജനങ്ങൾക്ക് വേണ്ടി പറയാൻ മറുപടിയില്ല. പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഈരാറ്റുപേട്ടയിൽ ഈ അടുത്ത നാൾ നടന്നൊരു വികസനമല്ലേ ഈ മുരിക്കോലി ഭാഗത്ത്, വട്ടക്കയം ഭാഗത്തുള്ള ആ പാലത്തിന്റെ കാര്യം. പാലം ഉദ്ഘാടനം ചെയ്തു. പാലത്തിൽ കത്തുന്ന ബൾബ് ഇപ്പോൾ ഉണ്ടോ? ഇല്ല. ആ പാലത്തിനുള്ള ഫണ്ട് വിനിയോഗിച്ചത് നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി അജ്മി ഫുഡ് പ്രോഡക്ട്സ് ആണ് ആ ഫണ്ട്
ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി കൊടുത്ത്. അജ്മീർ ഒരു ഇന്റർനാഷണൽ ബ്രാൻഡാ. 500 പേർക്ക് ജോലി കൊടുക്കുന്ന ഈരാറ്റുപേട്ടയുടെ അഭിമാനമായി ഉള്ള അജ്മിയുടെ പോലും വഞ്ചിക്കുന്ന സാഹചര്യത്തിൽ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി കാണിച്ചത്. അതിൽ അജ്മിയുടെ ബോർഡ് ഒഴിച്ച് ബാക്കി എന്തെങ്കിലും ഇപ്പോൾ ഇവിടെ ഉണ്ടോ? കളർ വാങ്ങി കൃത്യമായി അതിൻ്റെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ? അതിനകത്ത് അറ്റ്ലീസ്റ്റ് ആ ലൈറ്റ് എങ്കിലും കത്തുന്നുണ്ടോ? അതുപോലും ചെയ്യാൻ സാധിച്ചില്ല. അതിൻ്റെ ഫണ്ട് എത്രയാ? അതിൽ അജ്മിയിൽ നിന്ന് വാങ്ങിയ ഫണ്ട് എത്രയാ? അത് എത്ര നിങ്ങൾ വിനിയോഗിച്ചു? അതിനെപ്പറ്റി പറയണ്ടേ? പൊതു കളിസ്ഥലത്തെ പറ്റി പറയാനുണ്ട്. പൊതു കളിസ്ഥലത്തെ പറ്റി പെട്ടെന്ന് പറഞ്ഞു തീർക്കണം. പൊതുജനങ്ങളിലേക്ക് പോവുകയാണ്. നമ്മുടെ പ്രകടന പത്രികയെക്കുറിച്ചാണ് പ്രധാനമായിട്ടും CPM-ന്റെ സ്നേഹം സംസാരിച്ചത്. പ്രകടന പത്രിക, ഞങ്ങളുടെ പ്രകടന പത്രിക 2 കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. സമഗ്ര വികസനം, ഉറച്ച ഭരണം. അല്ല പറയാം. സമഗ്ര വികസനം, ഉറച്ച ഭരണം. ഈരാറ്റുപേട്ട ജനങ്ങൾ 2 പ്രാവശ്യം CPM-നെ അധികാരത്തിലേറ്റിട്ടുണ്ട്. സുജ എന്ന് പറയുന്ന ഒരു അദ്ദേഹം പറയട്ടെ. ഓക്കെ 2 പ്രാവശ്യവും വളരെ ദയനീയമായി ഭരിക്കാൻ കഴിയാതെ ഇറങ്ങിപ്പോയവരാണ് ഈരാറ്റുപേട്ട പ്രതിപക്ഷം. രണ്ടാമത് അതന്നെ ഞങ്ങൾക്കെതിരായി, ഞങ്ങളുടെ ചെയർപേഴ്സണെതിരായി ഒരു അവിശ്വാസം കൊണ്ടുവന്നു. മര്യാദ കാണിക്കണം. അതാ പറയുന്നത്. ഞങ്ങളുടെ ചെയർപേഴ്സണെതിരായി 6ാമത്തെ മത്സരം അവിശ്വാസം കൊണ്ടുവന്നു. ഞങ്ങളുടെ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഒരു മറുപടി പറഞ്ഞു. വട്ടവട മുതൽ ഈരാറ്റുപേട്ട വരെയുള്ള അകലം CPM ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. ഒരേ സമയത്താണ് കോട്ടയത്തും ഈരാറ്റുപേട്ടയിലും CPM ഈരാറ്റുപേട്ട STP-യുമായി കൂട്ടിയേർന്നും കോട്ടയത്ത് BJP കൂട്ടി അവിശ്വാസം ഉണ്ടാക്കി. 15 ദിവസം കഴിഞ്ഞപ്പോൾ ആ അവിശ്വാസം കൊണ്ട് പിന്തിരിഞ്ഞോടേണ്ട സാഹചര്യം ഈരാറ്റുപേട്ട CPM-നുണ്ടായി. ഈരാറ്റുപേട്ടയിൽ ഭരിക്കാൻ യോഗ്യരല്ല എന്ന് CPM-നെയും LDF-നെയും പഠിപ്പിച്ച 25 വർഷങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. ഞങ്ങൾ ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാന പ്രകാരം 5 വർഷവും ശക്തമായ ഭരണം കാഴ്ച. 2 കാര്യങ്ങൾ പറയാം. അതിനൊരു മറുപടി പറയണം. CPM-ന്റെ നയത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന ചോദ്യമാണത്. CPM-ന്റെ നയമാണ് പറയുന്നത്. ലൈഫിനെ കുറിച്ച് പറയണം. ലൈഫിനെ കുറിച്ച് രണ്ടുപേരോട് അനങ്ങാതെ നിൽക്കുന്നു. ഒരു സെക്കൻഡ്. വീടിനെ കുറിച്ച് ആരും ഒന്നും പറഞ്ഞില്ല. വീട് ലൈഫിനെ കുറിച്ച് പറയണം. ഈരാറ്റുപേട്ട നഗരസഭ ജനങ്ങൾ പ്രത്യേകം കേൾക്കണം. 2020 വരെ ഉണ്ടായിരുന്ന TM റഷീദിന്റെ LDF-ന്റെ STP-യുടെ കൂട്ടുമുന്നണി, ആ കൂട്ടുമുന്നണി 10,94,00,000 രൂപ കടമെടുത്ത് ഈരാറ്റുപേട്ട 595 വീട് പണിതു. ഞങ്ങളുടെ ഭരണസമിതി കാലത്ത് 4,22,00,000 രൂപ, 4,22,00,000 ഞങ്ങൾ 96 വീട് ഒരു ബാങ്കിന്റെ പിന്തുണയില്ലാതെ നമ്മുടെ അനസിബിൾ ഇരിപ്പുണ്ട്. ഞങ്ങൾ 28 കൗൺസിലർമാർ. പറയാനുള്ള എന്താന്ന് കേൾക്കാം. ചോദ്യമായി ചോദിക്കണം, പ്രസംഗിക്കരുതേ ആരും. ചോദ്യം ആരോടാണ്? ചെയർമാൻ ഇല്ലാത്തക്കാട് ഒരു കാര്യം ചോദിച്ചോട്ടെ. നമ്മുടെ മുണ്ടക്കപ്പറമ്പ് റോഡ് എന്തുകൊണ്ടാണ് ചാക്കോട്ട പോലെ കിടക്കുന്നത്? നിങ്ങൾ വലിയ ചെയർമാനാണല്ലോ, എന്തുകൊണ്ടാണ് പണിയാത്തത്? ഇവിടെ ഏതെങ്കിലും കടയ്ക്ക് ലൈസൻസ് ഉണ്ടോ വേസ്റ്റ് കുഴിക്ക്? പാറക്കെട്ട് കാരണം ഈരാറ്റുപേട്ട മുതൽ MA വരെയും വേസ്റ്റ് കുഴി വെള്ളം റോഡിൽ കൂടെ ഒഴുകുന്നത്. ഒരു വലിയൊരു ഹോട്ടലുണ്ട് തമിഴ്നാട്ടുകാരൻ്റെ, അർദ്ധരാത്രിക്ക് വേസ്റ്റ് കുഴി ഉണ്ടാക്കി. ആ ബാക്കിയുള്ള ജനങ്ങൾ പൊട്ടല ആറ്റിലോട്ട് വേസ്റ്റ്. ഒരു ശൗചാലയം ഇല്ല ബസ് സ്റ്റാൻഡിൽ. മറുപടി പറയും. പറയൂ. മറുപടി പറഞ്ഞോളൂ. ആ ചോദിച്ചതിന് എനിക്ക് ചോദിക്കാനുള്ളത്, എൻ്റെ 2 മെമ്പർമാരോട് വന്നില്ല. ഞാൻ 1-ാം വാർഡിൽ താമസിക്കുകയാണ്, PP ഹനീഫ പ്ലാമൂട്ടിൽ. എനിക്ക് ചോദിക്കാനുള്ളത്, ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിലാണല്ലോ ഈ സംസാരങ്ങൾ ഇപ്പോൾ നടന്നത്. ഒരു കെട്ടിടം പണിതിട്ട് ഒരാൾ പോലും കയറിയിരിക്കുകയോ ഒരു ബസ് യാത്രക്കാരനോ ഒരു ബസ് കയറി ഇറങ്ങുകയോ ചെയ്യാൻ പറ്റാത്ത ആ കെട്ടിടം പൊളിച്ച് കളഞ്ഞേച്ചല്ലേ ഇത് 2ാമത് പൊളിച്ചത്. അത് പൊളിക്കുന്നതിന് മുമ്പ് തൽക്കാലമായിട്ട് വരുമാനം മഞ്ചാടി തുരുത്തിലോട്ട് ആശ്രയിക്കണ്ടല്ലോ. ഈ സംഭവം അങ്ങോട്ടാക്കാൻ മേലായിരുന്നോ? അങ്ങോട്ടാക്കിയാൽ വല്ല കുഴപ്പമുണ്ടോ? ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിലല്ലേ ചെയ്യേണ്ടത്. അപ്പൊ ഇതിനകത്ത് എത്ര മെമ്പർമാർക്ക് കാശ് കിട്ടി, എത്ര പേര് മേടിച്ചില്ല? എല്ലാ ഫൈനാൻസിന് വേണ്ടിയാണ് എല്ലാം. അപ്പൊ ഇതൊരു സംഭവമാണ്. ഒന്ന്. രണ്ടാമത്, ഈ ട്രാഫിക് നിയമത്തെ കുറിച്ച് പറയുകയാണ്. ഈരാറ്റുപേട്ട സെൻട്രൽ യൂണിറ്റിൽ ഓട്ടോ ഓടിക്കുന്നതാണ് ഞാൻ. 82 മുതൽ തുടങ്ങിയാണ്. ഈ പെരുന്നലത്ത് കെട്ടിടത്തിന്റെ ഫ്രണ്ടിൽ 1-2 ബസ് നിരത്തി ഇട്ടാൽ പോലും വഴി ബ്ലോക്ക് ആകുകയില്ല. അവിടെ പോലീസുകാരെ നിർത്തി വഴി ബ്ലോക്ക് എന്നും പറഞ്ഞ് നടത്തിയിട്ട്
അവിടെ ഇപ്പുറത്തെ ഓട്ടോറിക്ഷ കറങ്ങുന്നു, അതിന് ഇപ്പുറത്തെ വെയിറ്റിംഗ് ഷെഡുണ്ട്, അവിടെയാണ് നിങ്ങൾ ബസ് നിർത്തുന്നത്. 2, മൂന്നാമത് മാർക്കറ്റിലോട്ട് കയറി കഴിഞ്ഞാൽ ഒരു വണ്ടി ഇട്ട് കഴിഞ്ഞാൽ വേറൊരു വണ്ടി പോകില്ല, ലോറി സഹിതം അവിടെ കൊണ്ട് വഴി ബ്ലോക്ക് ആക്കുന്നു. ഇതിനൊക്കെ എന്തെങ്കിലും തീരുമാനമുണ്ടോ? ഒരു മറുപടി പെട്ടെന്ന് പറയണം. ചോദ്യങ്ങളായി ചോദിക്കണം. അതിന്റെ നമ്മുടെ പ്രിയപ്പെട്ട അനീബ ചോദിച്ചത് മാത്രം പറയാം. അദ്ദേഹം കടുവാമൊഴി ബസ് സ്റ്റാൻഡിനെ കുറിച്ചാണ് ചോദിച്ചത്. ഈരാറ്റുപേട്ട ഏറ്റവും വിവാദമുണ്ടായ ഒരു ബസ് സ്റ്റാൻഡ് കടുവാമൊഴി ബസ് സ്റ്റാൻഡ്. ബസ് സ്റ്റാൻഡാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈരാറ്റുപേട്ട നഗരസഭ 12 വർഷങ്ങൾക്ക് മുമ്പ് UDFിൻ്റെ കാലത്ത് PK എലിയാർ സാഹിബിൻ്റെ കാലത്ത് വാങ്ങിച്ചതാണ് കടുവാമൊഴി ബസ് സ്റ്റാൻഡ് സ്ഥലവും ബസ് സ്റ്റാൻഡും. 400 സ്ക്വയർ ഫീറ്റുള്ള ഒരു മൂത്രപ്പുര അവിടെ പൊളിച്ചു കളഞ്ഞിട്ടുണ്ട് ഈ നഗരസഭ. ഒരു കാര്യം മനസ്സിലാക്കണം, ഈ 12 വർഷത്തിനിടയിൽ LDF 2.5 വർഷം ഭരിച്ചിരുന്നു, TM റഷീദ്. ആ സമയത്ത് ആ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് വേണ്ടി ഒരു പ്രമേയം ഈരാറ്റുപേട്ട നഗരസഭയിൽ പാസ്സാക്കിയോ, ഈരാറ്റുപേട്ട LDFോ CPMോ ഒരു നോട്ടീസോ ഒരു ഫ്ലക്സോ ഒരു പോസ്റ്ററോ ഒട്ടിച്ച് ഈരാറ്റുപേട്ടയിൽ കടുവാമുടിയിൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ആരംഭിക്കുന്ന ആവശ്യപ്പെട്ടിട്ടില്ല. പിന്നെ പ്രൈവറ്റ് ബസ് സംസ്ഥാനം അതിൻ്റെ നിർണായകമായ തീരുമാനമെടുക്കാൻ നഗരസഭ കഴിഞ്ഞാൽ RTOയാണ്. RTOയെ കഴിഞ്ഞ 9 വർഷമായി നിയന്ത്രിക്കുന്നത് പിണറായി വിജയൻ്റെ സർക്കാരാണ്. കഴിഞ്ഞ ആ 2.5 വർഷക്കാലം TN റഷീദിൻ്റെ 2.5 വർഷക്കാലം എന്തുകൊണ്ട് ഈരാറ്റുപേട്ട കടുവാമുടിയിൽ ബസ് സ്റ്റാൻഡ് തിരിച്ചു കൊണ്ടുവന്നില്ല? പിന്നെ അതൊരു ബസ് സ്റ്റാൻഡ് ആണോ? ഈരാറ്റുപേട്ട ഞങ്ങൾ പണിയാൻ പോകുന്ന സമയത്ത് അവിടെ പോയപ്പോൾ ഒരു കാര്യം പറയട്ടെ, ആ ബസ് സ്റ്റാൻഡിൽ ഒരു 4-5 പേര് സ്ഥിരമായി ആ ബസ് സ്റ്റാൻഡിൽ മെറ്റലിടുക, ലോറിയിടുക, അങ്ങനെ പൈസ വാങ്ങിച്ചുകൊണ്ടിരുന്നു. ഒറ്റ കാര്യം കൂടി ചോദിക്കട്ടെ. ഒരു കാര്യം അല്ല ചോദിച്ചത്, അങ്ങനെയുള്ള 6 മാസം പോലും ബസ് കയറാത്ത 12 വർഷമായി ഒഴിഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലത്ത് ഈരാറ്റുപേട്ട നഗരസഭയ്ക്ക് 3.25 കോടി രൂപ കേന്ദ്ര ഗവൺമെന്റ് സൗജന്യമായി അനുവദിച്ചപ്പോൾ ഈരാറ്റുപേട്ട നഗരസഭയുടെ CPMന്റെയും SDPന്റെയും ഐക്യകണ്ഠ തീരുമാനപ്രകാരമാണ് അവിടെ ഗുണാർഹം എന്ന് പറയുന്ന സ്പൈസ് മാർക്കറ്റ് തീരുമാനിച്ചത്. ആ നാൾ വരെ അസാൻമാർഗ പ്രവർത്തനമല്ലാതെ കഴിഞ്ഞ 10 വർഷക്കാലമായി കടുവാമുഴി ബസ് സ്റ്റാൻഡ് അതായത് ബഹുമാനപ്പെട്ട TM റഷീദ് ചെയർമാൻ ആയിരിക്കുന്ന ആ ഭരണസമിതിയാണ് അവിടെ ബസ് കയറണമെന്ന് തീരുമാനിച്ചത്. അതിന്റെ പേരിൽ അവിടെയുള്ള DYFI പ്രവർത്തകർക്ക് ഉൾപ്പെടെ ബലം പ്രയോഗിച്ച് ആളുകളെ കയറ്റിയാണ് ഇന്നും കേസ് നിലവിലുണ്ട്. പിന്നെ ബഹുമാനപ്പെട്ട ഇല്യാസ് പറയുന്ന പോലെ നിങ്ങൾ മുനിസിപ്പാലിറ്റി കൗൺസിലിൽ തീരുമാനിക്കുന്നതും വിയോജനക്കുറിപ്പും കൃത്യമായി സർക്കാരിന്റെ സൈറ്റിൽ നിന്ന് തിരിച്ചറിയാൻ പറ്റും. നിങ്ങൾക്ക് ഈ പറഞ്ഞ ആളുകളെ വഞ്ചിക്കാൻ പറ്റില്ല. അല്ല സുഹൃത്തെ, അത് തെറ്റാണ്. പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ആളാണ് ഞാൻ. ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26 മൈൽ, കാഞ്ഞിരപ്പള്ളി. സ്വർണം പണയം വെച്ചിട്ട് തിരിച്ചെടുക്കാൻ പ്രയാസപ്പെടുകയാണോ? അല്ലെങ്കിൽ ലേലത്തിൽ പോകുമോ എന്ന ആശങ്കയുണ്ടോ? കയ്യിലെ സ്വർണത്തിന് എവിടെ മികച്ച വില ലഭിക്കുമെന്നറിയാതെ വിഷമിക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ ഉടൻ ആലപ്പാട് ഗോൾഡിലേക്ക് വിളിക്കൂ. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾക്ക് മാർക്കറ്റിലെ അതാത് ദിവസത്തെ വില ഇവിടെ ലഭിക്കും. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും എത്ര പഴയതായാലും ആലപ്പാട് ഗോൾഡ് അന്നുള്ള ദിവസത്തെ മാർക്കറ്റ് വില നൽകി സ്വർണം തിരിച്ചെടുക്കുന്നു. GPay, RTGS, NEFT, ചെക്ക് എന്നിവയുടെ സൗകര്യവും ഉണ്ട്. പണത്തിന്റെ ടെൻഷൻ വേണ്ട. ആലപ്പാട് ഗോൾഡ് നിങ്ങളുടെ സ്വർണത്തിന് വിപണിയിലെ ഏറ്റവും ഉയർന്ന വില നൽകുന്നു. 2001 മുതൽ കേരളത്തിലെ നമ്പർ 1 ഓൾഡ് ഗോൾഡ് പർച്ചേസ് ഷോപ്പായ ആലപ്പാട് ഗോൾഡ് സാധാരണക്കാരെ സഹായിക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നു. ജനസേവനമാണ് നമ്മുടെ ലക്ഷ്യം. വിശ്വാസത്തോടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാൻ ആലപ്പാട് ഗോൾഡിനെ സമീപിക്കാം. ഞങ്ങൾ സ്വർണത്തിന് യഥാർത്ഥ മൂല്യം നൽകുന്നു. ഞങ്ങളുടെ സ്ഥാപനങ്ങൾ മുണ്ടക്കയം KK റോഡിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അടുത്ത് അജ്ഫ ബേക്കേഴ്സ് ബിൽഡിംഗിലും കറുകച്ചാലിൽ മല്ലപ്പള്ളി റോഡിലുള്ള ഫെഡറൽ ബാങ്ക് ബിൽഡിംഗിലും പ്രവർത്തിക്കുന്നു. അതുകൂടാതെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മുടെ സർവീസ് ലഭ്യമാണ്. സ്വർണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇനി ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ നമ്പറിലേക്ക് ഒരു ഫോൺ കോൾ മതി. ആലപ്പാട് ഗോൾഡ് നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ അടുത്തെത്തും. ആലപ്പാട് ഗോൾഡ് എന്നും നിങ്ങളോടൊപ്പം. പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ആളാണ് ഞാൻ. അതായത് ഇപ്പൊ ഈ 2 വർഷത്തോടു കൂടി 15 വർഷം ഡെഡായിട്ട് കിടന്ന വെറുതെ സാമൂഹ്യ വിരുദ്ധരുടെ ഒരു താവളമായി മാറിയിട്ടുള്ള അന്യ സംസ്ഥാന തൊഴിലാളികൾ ധാരാളം അവിടെ വന്ന് പാർത്തു പോകുന്ന ഒരു സാഹചര്യം
മാറ്റി നിർത്തിക്കൊണ്ട് Okay. ആ പ്രദേശം ഡെവലപ്പ് ആവുന്നതിന് ശരി, വഴിയാണ് ശരി, ആ ചോദ്യം. സംവിധാനം ആണല്ലോ. ഏർപ്പെടുത്തിയത്. അങ്ങനെയാണല്ലോ. ചോദ്യം. നടത്തി ഫണ്ട് കയറാൻ വേണ്ടി അന്ന് വേണ്ടെന്ന് വെച്ചത് മുസ്ലിം ലീഗ് സിറാജ് ഭരണസമിതി ആയിരുന്നു അവിടെ വേണ്ടെന്ന് വെച്ചത് ആ തീരുമാനം കൊണ്ടുവന്നത് മുനിസിപ്പാലിറ്റിയിൽ. ഞങ്ങൾ കയറി ഇപ്പോൾ നമ്മൾ ഈ ഭരണസമിതിയിൽ ഞാൻ ഉൾപ്പെടെയുള്ള ഭരണസമിതി കയറി കഴിഞ്ഞപ്പം അവിടെ പൊളിക്കാൻ വേണ്ടി ഹുണാർ ഹബ് എന്ന് പറഞ്ഞ സംഭവം അവിടെ കൊണ്ടുവന്നു. എന്ന് കഴിഞ്ഞാൽ അതിനു വേണ്ടി പ്രവർത്തിച്ചപ്പോൾ ഞങ്ങൾ അത് പാടില്ല എന്ന് പറഞ്ഞ് നിരവധി തവണ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി ഞാൻ കൗൺസിലറാണല്ലോ ഞാൻ പറയട്ടെ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിൽ നിരവധി തവണ വന്ന അജണ്ടയ്ക്കെല്ലാം എതിരായിട്ട് ഞങ്ങൾ വിയോജനം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആ വിയോജനം ഏതൊരു വ്യക്തിക്കും പത്ര സ്റ്റാമ്പ് അടിച്ചു കൊടുത്ത വിയോജന ഗ്രൂപ്പിന്റെ കോപ്പി കിട്ടും. ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി CPM നിലപാട് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പൊളിക്കാൻ വേണ്ടി വന്നപ്പോൾ അവിടെ തടഞ്ഞത് CPM ലോക്കൽ കമ്മിറ്റിയാ. തകർക്കാനല്ലേ നോക്കുള്ളൂ. പ്രതിപക്ഷം എപ്പോഴും വികസനത്തിനെ എതിരിടാനല്ലേ നോക്കുള്ളൂ. ആ മുസ്ലിം ന്യൂനപക്ഷത്തിന് കേരള സ്റ്റേറ്റില് കോട്ടയം ജില്ലയിൽ ആദ്യം അനുവദിക്കപ്പെട്ട ഫണ്ടാണിത്. ഡെഡായി കിടന്ന ഒരു പ്രദേശം ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ എറണാകുളം കാക്കനാട് നോക്കൂ, അവിടെ എത്രയോ മോശമായിട്ട് ഇപ്പോൾ അവിടെ എത്ര ഡെവലപ്പായി എന്ന് പറഞ്ഞ പോലെ ഇന്നല്ലെങ്കിൽ നാളെ ഒരു ദീർഘവീക്ഷണാടിസ്ഥാനത്തിൽ ഈരാറ്റുപേട്ട നഗരസഭയിൽ കാർഷിക ഉൽപ്പന്നങ്ങളല്ല ഉള്ളത്, സ്പൈസസ് ആണുള്ളത്. സ്പൈസസ് മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു ഹബ്ബ് അവിടെ കൊണ്ടുവന്ന് വെച്ചു. ഇന്നല്ലെങ്കിൽ നാളെ ഈ സംവാദം കേൾക്കുന്നവരും അല്ലാത്തവരും മനസ്സിലാക്കും ഇന്നല്ലെങ്കിൽ നാളെ അതൊരു പ്രയോജനമായിരുന്നു എന്ന്. അതാണ് അവിടെ ചെയ്തു വെച്ചത്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ചെയർപേഴ്സണോടാണോ? ചോദ്യം ചെയർപേഴ്സണോടാണ്. മുൻ വൈസ് ചെയർപേഴ്സൺ ഉത്തരം പറയേണ്ട കാര്യമില്ല, കോൺഗ്രസിൻ്റെ പ്രതിനിധിയായിട്ട് വന്നാണ് ഇരിക്കുന്നത്. നിലവിൽ ഈ പരിപാടി നടക്കുന്നത് പൊതു റോഡിലാണ്. ഞങ്ങൾ യുവജന പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരായിട്ട് ഇവിടെ വന്ന് ഈ ചർച്ചയിൽ നിൽക്കുന്നവരാണ്. ഇവിടെ യുവജനങ്ങൾക്ക് പരിപോഷിപ്പിക്കാൻ വേണ്ടി ഒരു ഓപ്പൺ സ്റ്റേജ് ഉണ്ടായിരുന്നെങ്കിൽ ആ പരിപാടി അവിടെ വെച്ച് നടക്കായിരുന്നു. അങ്ങനെ ഒരു ഓപ്പൺ സ്റ്റേജ് ഇവിടെ മുനിസിപ്പാലിറ്റിക്കില്ല. ആ ഓപ്പൺ സ്റ്റേജ് ഉണ്ട്. അതുപോലെ തന്നെ നഗരോത്സവം, കഴിഞ്ഞ നഗരോത്സവം എന്ന് പറഞ്ഞ് നടത്തിയത് ഫണ്ട് നിങ്ങൾക്ക് അടിച്ചു മാറ്റാൻ വേണ്ടി മാത്രമായിട്ടൊരു പരിപാടിയായിരുന്നു. ആ നഗരോത്സവം നടത്തിയത് ഇവിടുത്തെ ഓഡിറ്റോറിയത്തിൽ വാടക കൊടുത്താണ് നടത്തിയത്. ഇവിടെ അതിനനുസരിച്ചുള്ള ഒരു ഗ്രൗണ്ടോ അല്ലെങ്കിൽ ടർഫോ അങ്ങനെ കളിസ്ഥലമോ മറ്റോ ഉണ്ടായിരുന്നെങ്കിൽ അവിടെ നടത്തായിരുന്നു. അതുപോലെ തന്നെ കേരളോത്സവം മറ്റ് പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കേരളോത്സവം ആരംഭിച്ചു കഴിഞ്ഞു. ഇവിടെ ഒരു ഗ്രൗണ്ട് പോലും കേരളോത്സവം നടത്താനുള്ള ഇല്ല. 45 ലക്ഷം രൂപ കുണ്ടൂർമലയിൽ ടർഫ് പണിയാൻ വേണ്ടി വകയിരുത്തിയിട്ടുണ്ടായിരുന്നു ഇതിനു മുമ്പത്തെ ബഡ്ജറ്റിൽ. ആ ഫണ്ട് എവിടെ പോയി, അല്ലെങ്കിൽ അത് ആ പദ്ധതി ഉപേക്ഷിച്ചോ എന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. അതുപോലെ തന്നെ ഒരു ചോദ്യം പിന്നെ അതുപോലെ തന്നെ നാഴികയ്ക്ക് 40 വട്ടം ഇപ്പോൾ കയറിയപ്പോൾ തൊട്ട് പറയുന്നുണ്ട് സൗന്ദര്യവൽക്കരണം. നിങ്ങൾ 28 പേര് ഇരിക്കുന്ന മുനിസിപ്പാലിറ്റി, ആ മുനിസിപ്പാലിറ്റിക്കൊന്ന് വൈറ്റ് വാഷ് അടിക്കാനുള്ള നടപടി പോലും നിങ്ങൾ സ്വീകരിച്ചിട്ടില്ല. മുനിസിപ്പൽ കോംപ്ലക്സ് അത് ഇതുവരെ പ്രവർത്തനം തുടങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ നിർമ്മാണം തുടങ്ങിയിട്ടില്ല. ഇതിനെക്കുറിച്ചും മറുപടി പറയണം. ചുരുക്കി എല്ലാ കാര്യത്തിലും നമ്മുടെ യുവത്വത്തിൻ്റെ ഒരു മുറവിളിയാണ്. തീർച്ചയായിട്ടും അത് വളരെ ഗൗരവത്തോടു കൂടി തന്നെ അതിൻ്റെ മറുപടി പറയാം. ഈരാറ്റുപേട്ട നഗരസഭ കയറിയ പിറ്റേ വർഷത്തെ തന്നെ പ്രോജക്റ്റിൽ നമ്മളീ പറഞ്ഞതുപോലെ കളിക്കളം എന്ന യാഥാർത്ഥ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി നമ്മുടെ 28ാം ഡിവിഷനിൽ 65 സെൻറ്റ് സ്ഥലം നമ്മൾ എടുത്തു പ്രോജക്റ്റ് വെച്ചു. പക്ഷേ സർക്കാരിൻ്റെ ഒരു സംവിധാനം ഫെയർ വാല്യൂ, അതായത് ഒരാർ എന്ന് പറഞ്ഞാൽ 2.5 സെൻറ്റ് സ്ഥലമാണ്. ഒരാറിന് സർക്കാരിൻ്റെ ഫെയർ വാല്യൂ 28,000 രൂപയാണ്. ഈരാറ്റുപേട്ട നഗരസഭയുടെ തേവരുപാറയും മുല്ലൂപ്പാറയുമാണ്, അല്ലെങ്കിൽ മറ്റിക്കാടും ടോപ്പൊക്കെയാണ് ഏറ്റവും ഉയർന്ന പ്രദേശം, ഏറ്റവും നഗരസഭയുടെ ഏറ്റവും ബോർഡർ എന്ന് പറയുന്നത്. അവിടെ പോലും നമുക്ക് ഒരു ലിൻസ് പോലും ഈ ഒരാറ് 2.5 സെൻറ്റ് സ്ഥലത്തിന് 22,000 രൂപയ്ക്ക് കിട്ടില്ലെന്ന് നമുക്ക് യാഥാർത്ഥ്യം അറിയാം. പല പ്രാവശ്യം നിരന്തരമായിട്ട് ചെയർമാൻ ചേംബറിൻ്റെ മീറ്റിങ്ങുകളിലും LSD മിനിസ്റ്ററുടെയും പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെയും എല്ലാം മുന്നിലേക്ക് ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമല്ല, മാലിന്യ നിർമ്മാർജ്ജനത്തിന് സ്ലോട്ടർ ഹൗസ് ഉൾപ്പെടെ രാജേഷ് പാറയ്ക്കൽ പറഞ്ഞതുപോലെ സ്ലോട്ടർ ഹൗസ് ഉൾപ്പെടെ നമുക്ക് നടപ്പിലാക്കുന്നതിന് ഗ്രാമങ്ങളെല്ലാം നഗരവൽക്കരിക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ പഴയ സ്ലോട്ടർ ഹൗസ് നമുക്കറിയാം ടൗണിൻ്റെ നടുക്കാണ്. അതൊക്കെ മാറ്റി സ്ഥാപിക്കണമെന്ന് വെച്ചുകൊണ്ട് തന്നെ നമ്മൾ സ്ഥലം എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പോയപ്പോൾ നമുക്ക് ഒരു കാരണവശാലും ഫെയർ വാല്യൂയിലേക്ക് എത്താൻ സാധിക്കുകയില്ല. 30% മാത്രമേ കൗൺസിലിന് സാധിക്കത്തുള്ളൂ. പല പ്രാവശ്യം ചെയർപേഴ്സൻ്റെ ലെറ്റർ ഹെഡിൽ തന്നെ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അഥവാ ഫെയർ വാല്യൂ നിശ്ചയിച്ചതിന് ശേഷം ബാക്കിയുള്ളത് മിസ്യൂസ് ചെയ്യാതെ ഇതുപോലുള്ള പൊതു ആവശ്യങ്ങൾക്ക് കൗൺസിലിന് തീരുമാനമെടുത്താൽ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്തു പോകാം. പക്ഷേ അത് സർക്കാരിൻ്റെ സംവിധാനങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് സ്ഥലമെടുപ്പെന്ന് പറയുന്ന വലിയൊരു കീറാമുട്ടി തന്നെയാണ്. ഒരിക്കലും നമുക്കതിലേക്ക് എത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു, നഗരോത്സവത്തിൻ്റെ പറഞ്ഞു. ഈരാറ്റുപേട്ട നഗരസഭയുടെ 1 രൂപ മുടക്കാതെ ഈരാറ്റുപേട്ട നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും
പൈസ സമാഹരിച്ചാണ് നമ്മൾ നഗരോത്സവം നടത്തിയത്. നമ്മുടെ നാട്ടിൽ മറ്റൊരു ഉത്സവം നടത്താനുള്ള ബദൽ സംവിധാനങ്ങളില്ലാത്തതുകൊണ്ട് ഈ 10 ദിവസം നമ്മുടെ നാട്ടിലെ മുഴുവൻ കുടുംബങ്ങളും എൻ്റർടൈൻ ചെയ്യട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് നഗരോത്സവം നടത്തിയപ്പോൾ അതിൽ പോലും അഴിമതി ചൂണ്ടിക്കാണിക്കുന്ന ബഹുമാനപ്പെട്ട എൻ്റെ മകൻ്റെ പ്രായമുള്ള മോനെ സുഹൃത്തെ, ഇപ്പോഴും നഗരസഭയിൽ അതിൻ്റെ കണക്കുണ്ട്. ഒരിക്കലും അങ്ങനെ പറയാൻ അല്ലെങ്കിൽ ആ ഒരു സാധ്യതയിലേക്ക് നിങ്ങൾ വിരൽ ചൂണ്ടരുത്. കാരണം പറയട്ടെ, നഗരോത്സവം നമ്മുടെ നാട്ടിലെ മുഴുവൻ ജനങ്ങളും 10 ദിവസം ഈരാറ്റുപേട്ട നഗരം എന്താണെന്നും ഇവിടുത്തെ സാംസ്കാരികം എന്താണെന്നും സംസ്കാരം എന്താണെന്നും ഈരാറ്റുപേട്ട മാപ്പിളപ്പാട്ടിനെ മാത്രമല്ല സ്നേഹിക്കുന്നതെന്നും എല്ലാ കലകളെയും ഈരാറ്റുപേട്ട നഗരസഭ സ്നേഹിക്കുന്ന വിഭാഗവും ജനങ്ങളുമാണെന്നും എല്ലാവരെയും ബോധ്യപ്പെടുത്തുക കൂടിയായിരുന്നു നഗരോത്സവത്തിൻ്റെ ഉദ്ദേശം. ആ ഉദ്ദേശ ലക്ഷ്യം തീർച്ചയായിട്ടും ഞങ്ങൾക്ക് യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ കേരളോത്സവം നമുക്ക് നിലവിലുള്ള പരിമിതികളെ മുൻനിർത്തിക്കൊണ്ട് എല്ലാ സംവിധാനങ്ങളും സ്പോർട്സ് ഉൾപ്പെടെ, വടംവലി ഉൾപ്പെടെ, ഫുട്ബോൾ ഉൾപ്പെടെ, വോളിബോൾ ഉൾപ്പെടെ എല്ലാ സാഹചര്യങ്ങളും നിലനിർത്തിക്കൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യവും ഞങ്ങൾ തന്നെയാണ് അറേഞ്ച് ചെയ്ത് ചെയർപേഴ്സണോടാണ്. 12 വർഷം മുമ്പ് കടുവാമൊഴി ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനം ചെയ്യുന്നത് നന്നായിട്ട് ഓർമ്മയുണ്ട്. CD ആഷിം പ്രസിഡന്റ് ആയിരുന്നപ്പോൾ വളരെ വലിയ മാമാങ്കം നടത്തി, വലിയ ഘോഷയാത്രയൊക്കെ നടത്തി, ഗാനമേളയൊക്കെ നടത്തി ഉദ്ഘാടനം ചെയ്തതാണ്. നിങ്ങൾ തന്നെ പറയുന്നുണ്ട് അത് UDFിൻ്റെ ഭരണസമിതിയാണ് സ്ഥലം വാങ്ങിയതെന്നും അതിൻ്റെ നിർമ്മാണങ്ങൾ ചെയ്തതെന്നും ഏകദേശം ₹1 കോടി അതിൻ്റെ കോൺക്രീറ്റിംഗ് കെട്ടിടങ്ങൾ ഉൾപ്പെടെ മുടക്കിയിട്ടുമുണ്ട്. ഒരു ബസ് കയറാൻ കഴിയാത്ത വിധത്തിൽ ബസ് സ്റ്റാൻഡ് പണിതിൻ്റെ ഉത്തരവാദി ആരാണ്? ഒരു ബസ്സിന് കയറാൻ കഴിയാത്ത എന്തെങ്കിലുമൊക്കെ അനുമതികൾ കിട്ടാത്ത വിധത്തിൽ ഒരു ബസ് സ്റ്റാൻഡ് ഇത്ര രൂപ മുടക്കി പണിത് വെച്ചതിൻ്റെ ഉത്തരവാദി ആരാണ്? രണ്ടാമത്, ഈരാറ്റുപേട്ടയിലെ ബസ് സ്റ്റാൻഡ് പൊളിക്കാൻ തീരുമാനമായ സന്ദർഭത്തിൽ വളരെ പെട്ടെന്ന് അത് തുടങ്ങുകയും അത് പൊളിക്കുകയും അന്ന് പറഞ്ഞൊരു വാഗ്ദാനമുണ്ട് 20 ബസ് എന്നാലും അവിടെ നിൽക്കും, ബസ് സ്റ്റാൻഡും കുണാർ ഹബ്ബും കൂടെ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന സ്ഥിതി ഉണ്ടാവും എന്നാണ് അന്ന് പറഞ്ഞത്. അവിടെ ഒരു ബസ്സെങ്കിലും അവിടെ കയറി ഇറങ്ങാനുള്ള സാഹചര്യം ഇനിയുണ്ടോ? അതില്ലാതാക്കി. അതുപോലെ കളിസ്ഥലത്തിൻ്റെ കാര്യത്തിൽ ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങളെ പറ്റിയെല്ലാം പറയുന്നുണ്ട്. ഇതുള്ളപ്പോൾ തന്നെ കൂട്ടിക്ക പഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസം അവർ ആധാരം ചെയ്തു. കൂട്ടിക്ക പഞ്ചായത്തിൽ, കുമളി പഞ്ചായത്തിൽ അവർ ആധാരം ചെയ്തു. കുമളി പഞ്ചായത്തും കൂട്ടിക്ക പഞ്ചായത്തൊന്നും കേരളത്തിലല്ലേ? ഈ നഗരോത്സവം നടത്തുന്നതിന് എൻ്റെ കണക്ക് 10-15 ലക്ഷം രൂപ മുടക്കി ജനങ്ങളിൽ നിന്നും നല്ലൊരു പൈസ സംഭാവനയായി പിരിച്ചിട്ടുണ്ട്. അത്തരം ഒരു പരിശ്രമം നടത്തിയിരുന്നുവെങ്കിൽ ഈ കളിസ്ഥലത്തിന് കുറവ് വരുന്ന 5-10 ലക്ഷം രൂപ ഉണ്ടാക്കാൻ ഈ ഭരണസമിതിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഈരാറ്റുപേട്ടയിൽ ഉണ്ടായിരുന്നില്ല. മറുപടി കൂട്ടി പറഞ്ഞോളൂ, ആവർത്തന വിരസത വേണ്ട കേട്ടോ. പുതിയ ക്വസ്റ്റ്യൻ എൻ്റെ പ്രിയപ്പെട്ട ഇല്യാസാക്ക ചോദിക്കുന്നത് ഞാൻ. ഇല്യാസാക്ക പറഞ്ഞു LDFന് 2 പ്രാവശ്യം ഭരണം കിട്ടിയെന്ന് പറഞ്ഞു. ഇല്യാസാക്ക ഓർക്കണം, ഈ സൂറാത്താത്തനെ പോലെയുള്ള ആൾക്കാരാണ് LDF സ്ഥാനാർത്ഥിയാക്കിയത്. പൈസക്കും അധികാരത്തിനും വേണ്ടി പോകുന്നവരാണ് സ്ഥാനാർത്ഥിയാക്കിയത്. അത് തെറ്റാണ്. ഇപ്പോഴത്തെ ഇടതുപക്ഷ സർക്കാരിന്റെ എത്ര മന്ത്രിമാർ ഉൾപ്പെടെ എത്ര പേര് ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു. രണ്ടാമത്തെ സിറ്റിംഗിൽ രണ്ടാമത്തെ സിറ്റിംഗില് എന്റെ ചിഹ്നം സീലിംഗ് ഫാൻ ആയിരുന്നു. ഇലക്ഷൻ കമ്മീഷൻ രണ്ടാമത്തെ സിറ്റിംഗില് അല്ല അതാണ് നിങ്ങളുടെ ചെയർമാൻ, നിങ്ങളൊരു ചെയർമാനെ ആക്കി വെച്ചല്ലോ. അദ്ദേഹം മാറി എന്നോട് പറയുന്നില്ല. ഈ പറഞ്ഞ രീതിയിൽ ഈ പല പ്രാവശ്യം കിട്ടിയിട്ടും കുരങ്ങിന് പൂമാല കിട്ടുന്ന പോലെ എന്തുകൊണ്ട് നിങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉള്ളതാണ്. അഭിപ്രായ സ്വാതന്ത്ര്യത്തില് ഒരു രാഷ്ട്രീയ പാർട്ടി തെറ്റായ പ്രവണത കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാനും ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അതിൽ നിന്ന് പിന്മാറുവാനുള്ള അവകാശം ഇടതുപക്ഷം കാണിച്ച തെറ്റെന്താണ്? അല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അന്ന് ബഹുമാനപ്പെട്ട സൂറ അബ്ദുൽ ഖാദറിനോട് കാണിച്ച തെറ്റെന്താണെന്ന് പറയാമോ? ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ, അന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചെയർപേഴ്സണോട് കാണിച്ച തെറ്റെന്താണ്? സൂറ അബ്ദുൽ ഖാദറിനോട് കാണിച്ച തെറ്റെന്താണ്? അതൊന്ന് പറയാം. അതായത് അന്നിരുന്ന ഞാൻ ആരെയും ഇപ്പൊ വീട്ടമ്മയായിട്ട് കഴിയുന്നു, ആരെയും ഞാൻ മോശമാക്കുന്നില്ല. അന്നിരുന്ന ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് അവരുടെ മുഖച്ഛായക്ക് മങ്ങലേൽക്കും. അതുകൊണ്ട് ഒരിക്കലും പൊതുവേദിയിൽ അന്ന് നിങ്ങൾക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആകാൻ സാധിച്ചിട്ടില്ല എന്നതാണ് അതിന്റെ വ്യക്തമായ മറുപടി. പഞ്ചായത്ത് പ്രസിഡന്റ് ആകാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇന്ന് രാഷ്ട്രീയ കുതിര കച്ചവടം നടത്തി നിങ്ങൾ അങ്ങോട്ടേക്ക്. അതാണ് പറഞ്ഞത്.
തെറ്റായ പ്രവണത ഏത് രാഷ്ട്രീയ പാർട്ടി കാണിച്ചാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാണിച്ച തെറ്റെന്താ? നിങ്ങളുടെ പാർട്ടി ഓഫീസിൽ പോണമായിരുന്നു ബില്ല് മാറണേല്. എനിക്ക് സൗകര്യമില്ലായിരുന്നു. നിങ്ങളുടെ പാർട്ടി ഓഫീസിൽ പോണമായിരുന്നു ബില്ല് മാറണമെങ്കിൽ. അല്ല, CPM-ന്റെ പാർട്ടി ഓഫീസിൽ വന്ന് ബില്ല് മാറുന്ന ഏത് കാലഘട്ടത്തിലാണെന്ന് എനിക്കറിയില്ല. തീരുമാനം ഞാൻ ഏറ്റെടുത്തു. അത് തന്നെയായിരുന്നു കാരണം. അതാ പറഞ്ഞത്. CPM-ന്റെ അതാണ്. മുനിസിപ്പൽ ചെയർപേഴ്സണാ. ഞാൻ ചോദിച്ചട്ടെ, മുനിസിപ്പൽ ചെയർപേഴ്സണാ. ഈ കൗൺസിലർമാരാണ് ബില്ല് പറയാൻ പോകുന്നത്. കൗൺസിലർമാരാണോ ബില്ല് പറയാൻ പോകുന്നത്? ഒരാൾ പറയുന്നത് അടുത്താൾക്ക് ചോദിക്കുന്നത്. നിങ്ങളുടെ പാർട്ടി അതാണ് പറഞ്ഞത്. അന്നിരുന്ന പാർട്ടിയുടെ ഞാൻ എന്നെ കൊണ്ട് ഒത്തിരി പറയരുത്. ഞാൻ മുഴുവൻ കാര്യങ്ങളും ചെയർപേഴ്സണോട് പറഞ്ഞു. അന്ന് ഇടതുപക്ഷ ജനാധിപത്യമാണ് അടിച്ച തെറ്റെന്താണ്? എന്തെങ്കിലും വികസനത്തെ കുറിച്ച് സംസാരിക്കാനുണ്ട്. അതാ പറഞ്ഞത്, ജനാധിപത്യപരമായിട്ട് എന്റെ ഫണ്ടമെന്റൽ റൈറ്റ് അനുസരിച്ച്, എന്റെ മൗലികാവകാശം അനുസരിച്ച് തെറ്റായ പ്രവണതയാണെങ്കിൽ ഞാൻ മാറും. അന്നും ഇന്നും ഞാൻ പറയും. ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാതെ തെറ്റായ പ്രവണത കണ്ടാൽ ഞാൻ ചോദ്യം ചെയ്യും. എനിക്ക് പറ്റുകയാണെങ്കിൽ പറഞ്ഞോളൂ. എന്നോട് ചോദ്യം ചോദിച്ചു. ഒരു ക്വസ്റ്റ്യന് മറുപടി പറയട്ടെ. പ്രിയപ്പെട്ട സ്നേഹിതൻ ചോദിച്ചു വളരെ വ്യക്തമായ ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ എൻ്റെ ഒറ്റ കാര്യം CPM ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് നമ്മുടെ VK കബീർ ഉണ്ടല്ലോ, ആ കബീറിനെ എന്തുകൊണ്ട് CPM നിലനിർത്താൻ പറ്റിയില്ല? ഈരാറ്റുപേട്ടയിൽ ഇന്ന് വരെ ഒരു 2 വർഷം തിരിച്ചു വരയ്ക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? നിങ്ങളെ വിജയിപ്പിക്കുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? നിങ്ങളുടെ ആൾ നിങ്ങളുടെ കൂടെ എനിക്ക് ഉറപ്പുണ്ടോ? ഈരാറ്റുപേട്ട നഗരസഭ പറയട്ടെ, ഈരാറ്റുപേട്ട പഞ്ചായത്തിൻ്റെയും നഗരസഭയുടെ ചരിത്രത്തിൽ ഇന്ന് വരെ ഏതെങ്കിലും UDF-കാരൻ വളരെ അഭിമാനത്തോട് പറയാണ് CPM ഇവിടെ കൂടിയിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ നിങ്ങളുടെ പാർട്ടിയുടെ പാപ്പരത്വം ചെയർപേഴ്സൺ അല്ല കെട്ടിവെക്കണ്ട. ചെയർപേഴ്സൺ സൂചിപ്പിച്ചതുപോലെ നിങ്ങളുടെ പാർട്ടി നിയന്ത്രണത്തിൽ പൂർണ്ണമായി വിധേയനാകത്തോണ്ടാണ് TM റഷീദിനെ പോലും രാജിവെച്ച് പോകേണ്ടത്. ആ ഗതികളില്ലാത്തതുകൊണ്ടാണ് ചെയർപേഴ്സൺ വളരെ അഭിമാനപൂർവ്വം ചെയർപേഴ്സൺ പാർട്ടി നിലപാടുകൾ ശരിയല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അന്തസ്സോടെ ഇറങ്ങി വന്ന ആളാണ് TM റഷീദ്. 1000 വട്ടം പറഞ്ഞിട്ടുണ്ട്, CPM-ന്റെ ലോക്കൽ കമ്മിറ്റി ആഫീസിൽ പറയുന്ന തീരുമാനങ്ങൾ എടുക്കാൻ എനിക്ക് സൗകര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് TM റഷീദ് രാജിവെക്കേണ്ടി വന്നത്. പാർട്ടി ഭരിക്കാൻ സമ്മതിക്കത്തില്ല. കൗൺസിലർമാർ ഈരാറ്റുപേട്ട ഭരിക്കും, പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഈരാറ്റ് ഭരിക്കും. CPM-നെ ഈരാറ്റുപേട്ട ഭരിക്കാൻ തൽക്കാലം ജനാധിപത്യം സമ്മതിക്കുന്നില്ല. ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26 മൈൽ, കാഞ്ഞിരപ്പള്ളി. സ്വർണം പണയം വെച്ചിട്ട് തിരിച്ചെടുക്കാൻ പ്രയാസപ്പെടുകയാണോ? അല്ലെങ്കിൽ ലേലത്തിൽ പോകുമോ എന്ന ആശങ്കയുണ്ടോ? കയ്യിലെ സ്വർണത്തിന് എവിടെ മികച്ച വില ലഭിക്കുമെന്നറിയാതെ വിഷമിക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ ഉടൻ ആലപ്പാട് ഗോൾഡിലേക്ക് വിളിക്കൂ. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾക്ക് മാർക്കറ്റിലെ അതാത് ദിവസത്തെ വില ഇവിടെ ലഭിക്കും. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും എത്ര പഴയതായാലും ആലപ്പാട് ഗോൾഡ് അന്നുള്ള ദിവസത്തെ മാർക്കറ്റ് വില നൽകി സ്വർണം തിരിച്ചെടുക്കുന്നു. GPay, RTGS, NEFT, ചെക്ക് എന്നിവയുടെ സൗകര്യവും ഉണ്ട്. പണത്തിന്റെ ടെൻഷൻ വേണ്ട. ആലപ്പാട് ഗോൾഡ് നിങ്ങളുടെ സ്വർണത്തിന് വിപണിയിലെ ഏറ്റവും ഉയർന്ന വില നൽകുന്നു. 2001 മുതൽ കേരളത്തിലെ നമ്പർ 1 ഓൾഡ് ഗോൾഡ് പർച്ചേസ് ഷോപ്പായ ആലപ്പാട് ഗോൾഡ് സാധാരണക്കാരെ സഹായിക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നു. ജനസേവനമാണ് നമ്മുടെ ലക്ഷ്യം. വിശ്വാസത്തോടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാൻ ആലപ്പാട് ഗോൾഡിനെ സമീപിക്കാം. ഞങ്ങൾ സ്വർണത്തിന് യഥാർത്ഥ മൂല്യം നൽകുന്നു. ഞങ്ങളുടെ സ്ഥാപനങ്ങൾ മുണ്ടക്കയം KK റോഡിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അടുത്ത് അജ്ഫ ബേക്കേഴ്സ് ബിൽഡിംഗിലും കറുകച്ചാലിൽ മല്ലപ്പള്ളി റോഡിലുള്ള ഫെഡറൽ ബാങ്ക് ബിൽഡിംഗിലും പ്രവർത്തിക്കുന്നു. അതുകൂടാതെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മുടെ സർവീസ് ലഭ്യമാണ്. സ്വർണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇനി ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ നമ്പറിലേക്ക് ഒരു ഫോൺ കോൾ മതി. ആലപ്പാട് ഗോൾഡ് നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ അടുത്തെത്തും. ആലപ്പാട് ഗോൾഡ് എന്നും നിങ്ങളോടൊപ്പം. കഴിഞ്ഞ 4.5 വർഷക്കാലം ഈരാറ്റുപേട്ടയിൽ നഗരസഭാ ഭരണത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസം ഇല്ല എന്നാണ് പൊതുജനത്തിന് മനസ്സിലാകുന്നത്. കാരണം 28 മെമ്പർമാരും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് 4.5 വർഷത്തിന് ശേഷം വാഹന പ്രചരണ ജാഥയും പിന്നെ റോഡ് പഞ്ചായത്ത് ഉപരോധവും നഗരസഭാ ഉപരോധവും ഒക്കെ ആയിട്ട് രംഗത്ത് വരുമ്പോൾ ഇവിടുത്തെ CPM-ന് അഭിപ്രായ വ്യത്യാസമില്ലായിരുന്നു,
ഈ BJPക്ക് അഭിപ്രായ വ്യത്യാസമില്ലായിരുന്നു, SDPക്ക് അഭിപ്രായ വ്യത്യാസമില്ലായിരുന്നു. തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ അവർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടായി. കാരണം വികസന രംഗത്ത് ഒരു പക്ഷപാതിത്വവും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് ഒരു സമരം പോലും നടത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ലെന്നാണ് പറയുന്നത്. CPM-ന് അഭിപ്രായ വ്യത്യാസം ഇല്ല എന്നെങ്ങനെയാണ് നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നത്? കഴിഞ്ഞ 5 വർഷങ്ങളിലും CPM കൃത്യമായ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും കൃത്യമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം എൻ്റെ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് മുഹമ്മദ് ഇല്യാസ് സംസാരിച്ചതുപോലെ VK കബീറിനെ എന്തുകൊണ്ട് നിലനിർത്താൻ സാധിച്ചില്ല? അത് തന്നെയാണ് സുഹ്റ അബ്ദുൽ ഖാദർ ഞങ്ങൾക്ക് നിലനിർത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ള ഏറ്റവും വ്യക്തമായ ഒരു കാര്യമുണ്ട്. ഇവർ സുഹ്റ അബ്ദുൽ ഖാദറിനെതിരെ അന്ന് മുസ്ലിം ലീഗ് ഒരു പത്രസമ്മേളനം വിളിച്ചു. ഇന്നും UDF പോക്കറ്റുകൾ തപ്പുവാണെങ്കിൽ ആ പത്രസമ്മേളനത്തിൻ്റെ ലിങ്ക് ഇന്നും കിട്ടും. ആ വാർത്താ സമ്മേളനത്തിൽ കൃത്യമായി ഇവരുടെ അഴിമതിയുടെ കഥകൾ കൃത്യമായി പറയുന്ന ഒരു വാർത്താ സമ്മേളനമാണ് ആ വാർത്താ സമ്മേളനത്തിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ അഴിമതിക്ക് ഇവർക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആകാൻ വേണ്ടി ഇടതുപക്ഷം കൂട്ടുനിന്നില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുവിട്ടുപോയി. അല്ല, ആ സമയത്ത് ഇവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൂടുവിട്ട് ഇവർ പോയി. ഇവർ മത്സരിച്ചത് ഇടത് സ്വതന്ത്രയായിട്ട് തന്നെയാണ്. അതിനുശേഷം VK കബീർ, TMR ഇവരെയൊക്കെ തിരിച്ചറിയാൻ നമുക്ക് വൈകിപ്പോയെന്നുള്ളൊരു കാര്യമുണ്ട്. പറയട്ടെ TM റഷീദിനെ നിങ്ങൾ സീറ്റ് കൊടുത്ത് മത്സരിപ്പിച്ചായിരുന്നല്ലോ 1-ാം വാർഡില്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ TM റഷീദിന് നിങ്ങൾ സീറ്റ് കൊടുത്തായിരുന്നല്ലോ. ഈ TM റഷീദിന്റെ എന്താ സ്വഭാവം മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾ സീറ്റ് കൊടുത്തത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 1-ാം വാർഡിൽ CPM മത്സരിച്ചല്ലേ? അല്ലല്ല, പറയുമ്പോ പഴയ കോൺഗ്രസ് സംസ്കാരം CPM കാണിക്കാൻ പറ്റിയ തൽക്കാലം സമ്മതിക്കാതെ തന്നെ പറയാനുള്ളൂ. അത് നടക്കലാണ്. പഴയ കോൺഗ്രസ് സംസാരം പേടിക്കൊണ്ട് നടക്കല. ഏത് കാലത്ത് അന്തസ്സായിട്ട് CPM നിലപാട് കാണിക്കാത്തത്? പിന്തുണയോടുകൂടി CPM ഇടതുപക്ഷത്തിന് കിട്ടിയ അധികാരം 10 മിനിറ്റ് കൊണ്ട് വലിച്ചെറിഞ്ഞ് പാർട്ടി ഓഫീസിലേക്ക് വന്ന കൗൺസിലർമാരാ CPM-നുള്ളത്. SDPയുടെ പിന്തുണ വേണമെന്ന് പറഞ്ഞ് ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയുടെ വികസനം ചർച്ച ചെയ്യാൻ നമ്മൾ കൂടിയിട്ടുള്ളത്. അല്ല, നിങ്ങൾ ഈ കെട്ടി വീഴുവാണോ? അതായത് എല്ലാ പ്രാവശ്യം ചെയ്യുന്നത് തന്നെ ഇപ്പം ചെയർമാനും വൈസ് ചെയർമാനും കൂടെ പ്രത്യേകം നാടൻ കളിക്കുകയാണ്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി വികസനം ചർച്ച ചെയ്യാനാണ് ഇപ്പൊ ഈ യോഗം കൂടിയിരിക്കുന്നത്. അവർ കാലുവാരി കുറിച്ച് അയക്കാൻ വേണ്ടിയല്ല. ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി വികസനത്തെ കുറിച്ച് പറയുമ്പോൾ അവർ പറയുന്നത് കാലുവാരി കാര്യമാണ് പറയുന്നത്. ഈരാറ്റുപേട്ട കാലുവാരി അവിടെ സ്വന്തം കാര്യം, കാലുവാരി ശമ്പളം മേടിക്കുക ചെയ്തോണം. അത് ഞങ്ങൾക്ക് അറിയുന്ന കാര്യമില്ല. ഈരാറ്റുപേട്ടയിൽ വികസനത്തെ കുറിച്ച് ചർച്ച ചെയ്യാൻ ആദ്യം ചോദിക്കും. അല്ല, അങ്ങനെ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ അതിനകത്തൊരു കാര്യമുണ്ട്. അല്ല, വീണ്ടും ജനങ്ങളുടെ ഹിതമനുസരിച്ച് എന്നെ തെരഞ്ഞെടുക്കില്ലായിരുന്നു. ഈരാറ്റുപേട്ട അതാണ് ചിന്തിക്കേണ്ടത്. 2 ചോദ്യം ചോദിക്കാനുണ്ട്. ചെയർപേഴ്സൺ ഒരു ക്വസ്റ്റ്യൻ. എനിക്ക് 2 കാര്യം ചോദിക്കാനുണ്ട്. ഒരുപക്ഷേ ഈരാറ്റുപേട്ടയിൽ ഈ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരാണ് കൂടുതലും. അവരുടെ മനസ്സിൽ തോന്നുന്ന ഒരു വികാരം എനിക്ക് തോന്നുന്നത് ഈരാറ്റുപേട്ട പിറവിക്ക് ശേഷം ഇതുപോലുള്ളൊരു അവികസിതമായ കാഴ്ചപ്പാടോടി മുന്നോട്ട് പോകുന്ന ഒരു ഭരണസമിതി ഈരാറ്റുപേട്ട ഉണ്ടായിട്ടില്ല എന്ന് തന്നെ ആയിരിക്കണം. ഈരാറ്റുപേട്ടയിൽ മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് ഇതുപോലെ ഒരു നടപടിയും കൃത്യമായിട്ട് പരിപോഷിപ്പിക്കാൻ മുന്നോട്ട് പോകുന്ന ഒരു ഭരണസമിതി ഉണ്ടായിട്ടില്ല. ഇവിടുത്തെ തെരുവുകൾ ചീഞ്ഞു നാറുകയാണ്. ഞാൻ ഇതിനു മുമ്പ് ഒരു നോട്ടീസ് തന്നിരുന്നു നിങ്ങളുടെ അടുത്ത്, ഒരു ഉണർത്തുപാട്ട് പോലെ. അതൊക്കെ ചവറ്റോട്ടയിലാണ് നിങ്ങൾ ഈ ഭരണസമിതി എറിഞ്ഞെന്ന് ഓർക്കണം. കാരണം നിങ്ങളെ കോഴിക്കോട് പോലെ കുറേ ഇരുമ്പുകൊട്ട കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതിന് ചുറ്റും പുഴുത്തുനാറിയ അവശിഷ്ടങ്ങളാണ് നിക്ഷേപിക്കുന്നത്. കൃത്യമായിട്ടുള്ള ഒരു മാലിന്യ നിർമ്മാർജ്ജനം ഈരാറ്റുപേട്ടയിൽ അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഈരാറ്റുപേട്ട പിറവിക്ക് ശേഷം ഇതുപോലെ വികസന കാഴ്ചപ്പാടില്ലാത്ത ഒരു ഭരണസമിതി ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ പറയുന്നു. ഇതാണ് എനിക്ക് പറയാനുള്ളത്. പ്രിയപ്പെട്ട സുഹൃത്തെ, കണ്ണടച്ചിരുട്ടാക്കരുത്. ഈരാറ്റുപേട്ട നഗരം എന്ന് പറയുന്ന പട്ടണം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് എത്രയോ മാലിന്യ കൂമ്പാരങ്ങൾ, ടൗൺ കേന്ദ്രീകരിച്ച് മാലിന്യ കൂമ്പാരങ്ങൾ, കുരുക്കൽ നഗറിൻ്റെ ഭാഗം, പുളിക്കൽ ടവറിൻ്റെ ഭാഗം മാലിന്യ കൂമ്പാരങ്ങളായിരുന്നു. അപ്പോഴെല്ലാം അവിടെ ഒരു നഗര സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് വെറും 3 ലക്ഷം രൂപയുടെ ഒരു പ്രോജക്റ്റ് വെച്ച് നഗര സൗന്ദര്യവൽക്കരണം നടത്താൻ പോലും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്ന് ഉത്തരവ് വാങ്ങേണ്ട വലിയൊരു ഗതികേടിലായിരുന്നു ഈരാറ്റുപേട്ട നഗരസഭ. അതുപോലെ ആ രീതിയിലാണ് മാലിന്യ നിർമ്മാർജ്ജനത്തിന് നല്ല രീതിയിൽ ഈരാറ്റുപേട്ട നഗരസഭ സ്റ്റേറ്റ് ലെവൽ വരെ അവാർഡ്
ഈ തൊട്ടടുത്ത ദിവസം വരെയും വാങ്ങി. അപ്പം നിങ്ങളുടെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥരാണ് വന്ന് ഇതിന് മാർക്കിട്ടിട്ട് പോകുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥരെല്ലാവരും കണ്ണട ചിരുട്ടാക്കി വെറുതെ വന്ന് മാർക്കിട്ട് തരുന്നതാണോ എന്ന് എനിക്കിപ്പോൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. അത്രയധികം മനോഹരമായി ഈരാറ്റുപേട്ട എന്ന പട്ടണത്തെ മാലിന്യ നിർമ്മാർജ്ജനത്തിൽ നിന്നും സ്റ്റെപ്പ് ബൈ ആയിട്ട്, അല്ലാതെ ഒറ്റയടിക്കൊന്നും നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ പറ്റുകയില്ല. ഘട്ടം ഘട്ടമായിട്ട് ഇപ്പോൾ വലിയൊരു സംവിധാനത്തിലേക്ക് എത്തിച്ചുകൊണ്ട് മാലിന്യ നിർമ്മാർജ്ജനം പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇല്യാസാക്ക പറഞ്ഞു റോഡെല്ലാം പണിത് നല്ല ക്ലിയർ ആക്കിയിട്ടേക്കുമെന്ന് പറഞ്ഞു. എല്ലാ റോഡും ടാറും ചെയ്യും കോൺക്രീറ്റും ചെയ്യുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും കൂടി 4 ദിവസം കഴിയുമ്പം ഒളിഞ്ഞു പോവുക. അതെന്താണെന്നൊന്ന് പറയണം. ഒറ്റ കാര്യം അവരോട് അവിടെ ഒന്നും കൂടി ചോദിക്കട്ടെ, ഒന്നും കൂടി. ഞാനൊരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആൾ കാരണം എല്ലാ റോഡിലും ഞാൻ യാത്ര ചെയ്യുന്ന ആളാണ്. അത് കാരണം ചോദിച്ചാൽ എല്ലാം പൊളിഞ്ഞു കിടക്കുക, 4 ദിവസം കഴിയുമ്പോൾ പൊളിഞ്ഞു പോവുക. അതിൻ്റെ മുകളിൽ പാറപ്പടിമാണോ എന്ന് നിങ്ങൾക്കൊന്ന് നോക്കാതെ തന്നെ ഇടുന്നതെന്ന് അത് അവിടെ നാം നിൽക്കട്ടെ. ചെയർമാനോട് ചോദിക്കാനുള്ളത്, ഇവിടെ ഒരുപാട് ഭായിമാരുണ്ട് എല്ലാ റൂമിലും. 25 ഭായിമാരും 30 ഭായിമാർ റൂമിലും ഉണ്ട്. ആ റൂമിലുള്ള ഭായിമാരുടെ എല്ലാം കണക്ക് നമ്മുടെ മുനിസിപ്പാലിറ്റിയിലുണ്ടോ? ഇല്ല. ഒരു കാര്യം അതും കൂടി ചോദിച്ചോളെ, ഈ മുനിസിപ്പാലിറ്റി അവരുടെ ഈ വേസ്റ്റ് എല്ലാം ചെയർമാൻ എന്ത് ചെയ്യുക? എടുക്കുന്നുണ്ടോ? അവരോട് വല്ല പിഴ ഈടാക്കുന്നുണ്ടോ? എന്നോടെല്ലാം വന്ന് വീട്ടിൽ 50-100 വെച്ച് വേവിക്കുന്നുണ്ട്. അങ്ങനെ മേടിച്ച വല്ല പൈസയും നമുക്ക് മുനിസിപ്പാലിറ്റിക്ക് വരുമാനമായിട്ട് വല്ലതും കിട്ടുന്നുണ്ടോ ഈ ഭായിമാരുടെ? അതൊന്നും മറുപടി. അത് നല്ലൊരു ചോദ്യമാണ്. ഈരാറ്റുപേട്ട നഗരസഭയെ കുറിച്ച്, ഇവിടെ നടക്കുന്ന വർക്കിനെ കുറിച്ച് വളരെ വ്യക്തമായ ധാരണ ജനാധിപത്യ വിശ്വാസം ഉണ്ടാകണം. അനുസരിപ്പുണ്ട്. 49,999 രൂപയുടെ മുകളിൽ ഒരു വർക്ക് നടത്തണമെങ്കിൽ ഈരാറ്റുപേട്ട നഗരസഭയിലെ നഗരസഭ തീരുമാനമെടുത്ത് AE അപ്രൂവ് ചെയ്ത് AXC അപ്രൂവ് ചെയ്ത് DPC പോയി അങ്ങേര് തിരിച്ചു വരണം. 100 രൂപയുടെ അഴിമതി എനിക്കോ ഈ അനസിനോ STPI മെമ്പർമാർക്കോ അതുമായി, കാരണം ഓൺലൈനിലാണ് ടെൻഡർ ഇടുന്നത്. ഒരു കാരണവശാൽ ഈരാറ്റുപേട്ട നഗരസഭയിൽ 28 കൗൺസിലർമാർക്ക്, ഞാൻ പറഞ്ഞത് കേട്ടോ, 28 കൗൺസിലർ, അതിൻ്റെ യാതൊരു റോളുമില്ല. ഓൺലൈനിൽ ഇപ്പോൾ ഒരു കാരക്കാട് റോഡിൻ്റെ വർക്ക് നടക്കുന്നു. 10 ലക്ഷം രൂപ ടെൻഡർ കോട്ട് ചെയ്യുന്നു. ആ ടെൻഡർ കോട്ട് ചെയ്യുന്നത് ഈരാറ്റുപേട്ടയിലെ സമീപ പ്രദേശത്തിലെ കോൺട്രാക്ടർമാരാണ്. ആ കോൺട്രാക്ടർമാർ ചെയ്യുന്ന ടെൻഡർ ഓൺലൈനിലാണ്. ആ ഓൺലൈനിൽ നിന്ന് ടെൻഡർ ഈരാറ്റുപേട്ട നഗരസഭയിലെ കൃത്യമായ AE എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥർ ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ ചെല്ലാനുള്ള അവകാശം പോലും എനിക്ക് മനസ്സിനുമില്ല. അവർ ആ ടെൻഡർ തുക ഈരാറ്റുപേട്ട നഗരസഭ കൗൺസിൽ വെക്കുമ്പോഴാണ് ഞങ്ങൾ പോലും അറിയുന്നത്. അപ്പോൾ അവിടെ എന്താണ് അഴിമതി? 2, ഈരാറ്റുപേട്ട നഗരസഭ മാത്രമല്ല കേരളത്തിലെ മുഴുവൻ നഗരസഭകളിലും കോൺട്രാക്ടർമാർ വർക്ക് പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ഒരു ടെൻഡർ ടൈം വെച്ചിട്ടുണ്ട്. ആ ടൈമിനകം റോഡ് പൊളിഞ്ഞു പോയാൽ നിർബന്ധമായും നോട്ടീസ് കൊടുത്ത് അവരെ പണി ചെയ്യിപ്പിക്കാനുള്ള ഉത്തരവ് നഗരസഭയ്ക്ക്. 2, ഈരാറ്റുപേട്ട മാത്രമല്ല, ഈരാറ്റുപേട്ട വാഗമൺ ഹൈവേയിൽ 11 ഗർത്തങ്ങൾ ഇപ്പോൾ രൂപം കൊണ്ടിട്ടുണ്ട്. ഞാൻ സെബാസ്റ്റ്യൻ കുളത്തിങ്ങനെ പറയത്തില്ല, കാരണം ടാറ് വരുമ്പോൾ അത് 1 കോടി രൂപ 1 കിലോമീറ്ററിന് മുടക്കുന്ന ടാറിങ്ങ. നാം ഇവിടെ കൊടുക്കുന്നത് 1 കിലോമീറ്റർ 1 ലക്ഷം രൂപയാണ്. ആ ടാറിങ്ങിന് പോലും വെള്ളം ഒലിച്ചു വന്നാൽ, താഴേന്ന് ഭൂമിയിൽ നിന്ന് വെള്ളം ഉറവയായിട്ട് വന്നാൽ സ്വാഭാവികമായും ടാറിങ് നഷ്ടപ്പെട്ടു പോകും. അത് നഗരസഭാ കൗൺസിലർമാർ കുറ്റമല്ല. ജവാൻ റോഡ്, ഞങ്ങൾ റോഡ് ചോദിച്ചത് കാണിച്ച് ആ റോഡ് പൊളിച്ചിട്ടുണ്ട്. ഈരാറ്റുപേട്ട കാലിക്കാട് റോഡ് അത് പൊളിച്ചിട്ടുണ്ട്. 2ാമത്തെ കാര്യം, ആ കാര്യം വരുമ്പോൾ നഗരസഭയല്ല ഈരാറ്റുപേട്ട കോൺക്രീറ്റ് റോഡുകൾ ഒരു വ്യക്തമായിട്ട് പറയാം. കഴിഞ്ഞ 5 വർഷമായി ഈരാറ്റുപേട്ട ഒരു കോൺക്രീറ്റ് ചെയ്ത റോഡ് പൊളിഞ്ഞു വിട്ടു. കാരണം എൻ്റെ ഉദാഹരണം ഈ പമ്പ് ഹൗസ് റോഡ്, ആ റോഡ് ടാറിങ്ങിന്റെ കാര്യത്തിൽ നമുക്കൊരു ഗ്യാരണ്ടിയും കൊടുക്കാൻ അല്ല പൊളിഞ്ഞു 100% പൊളിഞ്ഞു അല്ല പൊളിഞ്ഞു ഞങ്ങൾ സമ്മതിക്കുന്നുണ്ട്. അന്യസംസ്ഥാന തൊഴിലാളികളുടെ കാര്യം പറഞ്ഞു. ഈരാറ്റുപേട്ടയിൽ അന്യസംസ്ഥാന തൊഴിലാളികളെ താമസിക്കുന്ന ലോഡ്ജുകളും കെട്ടിടങ്ങളും ധാരാളമുണ്ട്. നമ്മൾ അതിൻ്റെ 1ാം ഘട്ടമെന്ന രീതിയിൽ മുഴുവൻ കെട്ടിട ഉടമകളെ ആദ്യം വിളിപ്പിച്ചു. അതിനുശേഷം നമ്മൾ 2ാമത് വിളിച്ചത് ഈ കൊണ്ടുവരുന്ന കോൺട്രാക്ടർമാരെയാണ്. ഇവരുടെ എല്ലാം ഒരു സംയുക്ത മീറ്റിംഗ് നമ്മൾ വിളിച്ചു ചേർക്കുകയും ഇവർ ആവശ്യമുള്ള ഫെസിലിറ്റി ഒരുക്കാതെ ഒരു കാരണവശാലും ബിൽഡിങ്ങുകളിൽ താമസിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഈ പറഞ്ഞ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള കെട്ടിട ഉടമകൾക്ക് നമ്മൾ പിഴ ചുമത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവർക്ക് നടപടികൾ നമ്മൾ എടുത്തിട്ടുള്ളതാണ്. അവർക്ക് ആവശ്യമുള്ള മാലിന്യ നിർമ്മാർജ്ജനം നടത്തുവാനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്ന് ബിൽഡിംഗ് ഓണേഴ്സിനോടും കൊണ്ടുവരുന്ന കോൺട്രാക്ടേഴ്സിനോടും അല്ലെങ്കിൽ അവരെ കൊണ്ടുവന്ന് എത്തിക്കുന്ന ഓണർമാരോടും പറഞ്ഞിട്ടുള്ളതാണ്. ശരി. ഈരാറ്റുപേട്ടയുടെ വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു പൊതുവേദിയാണ് ഈരാറ്റുപേട്ട നടക്കുന്നത്. ഈ വേദിയിൽ നിങ്ങൾ ചിന്തിച്ചാൽ മതി, 28 കൗൺസിലർമാരുള്ള വേദിയിൽ ഒരു 5 പേര് താഴെ എനിക്ക് ഇവിടെ എണ്ണാൻ പറ്റുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ചിന്തിച്ചാൽ മതി എത്രത്തോളം ഉണ്ട് വികസനത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, പബ്ലിക്കിനിടയിലേക്ക് ഇറങ്ങാൻ, എന്തൊക്കെ വേണമെന്ന് സംസാരിക്കാൻ
എത്ര പേർക്ക് നമ്മുടെ തിരഞ്ഞെടുത്ത കൗൺസിലർമാർക്ക് തന്നെ എത്ര പേർക്ക് അതിന് താല്പര്യമുണ്ടെന്ന്. പിന്നെ മറ്റൊന്ന്, ഞാൻ കുറച്ച് മുമ്പ് ആദ്യം സംസാരിച്ച സമയത്ത് ഞാൻ 2 കാര്യം പറഞ്ഞിരുന്നു. ഒന്ന്, നമ്മുടെ കടുവാമൊഴി ബസ് സ്റ്റാൻഡ് കാര്യം സംസാരിച്ചപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നമ്മളുടെ ഫണ്ട് ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയുടെ ഫണ്ടായിരുന്നു അവിടെ എടുത്ത് വിനിയോഗിക്കപ്പെട്ടത്. ആ വിനിയോഗിക്കപ്പെട്ട ആ സ്ഥലം മാത്രമേ നമുക്ക് മറ്റൊരു പദ്ധതിക്ക്, ഒരു കേന്ദ്ര ഗവൺമെൻറ് ഒരു പദ്ധതിക്ക് കണ്ടെത്താൻ സാധിച്ചുള്ളൂ. പിന്നെ മറ്റൊന്ന്, ഇവിടെ ഒരു പൊതു ശ്മശാനത്തെക്കുറിച്ച് പറഞ്ഞു. പൊതു ശ്മശാനം തേവരുപാറ കൊണ്ടുവയ്ക്കേണ്ട ഒരു കാര്യവുമില്ല. അരുവുത്ര നമ്മുടെ 29-ാം വാർഡിൽ, അരുവുത്ര വാർഡിൽ നമ്മളുടെ മീനച്ചിലാറിന്റെ തീരത്ത് തന്നെ, മീനച്ചിലാറിന്റെ തീരത്ത് നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ സ്ഥലം കിടപ്പുണ്ട്. പണ്ടൊരിക്കലൊരു പാർക്ക് സ്ഥാപിക്കാനായിട്ട് തീരുമാനിച്ചിരുന്നതാണ്. ആ പാർക്ക് സ്ഥാപിക്കാനായിരുന്ന ആ സ്ഥലത്ത് തന്നെ വേണമെങ്കിൽ നമുക്ക് ഒരു പൊതു ശ്മശാനം പണിയാം. ഒരു കുഴപ്പവുമില്ല പണിയുന്നതിന്. അതിൻ്റെ തൊട്ട് മുകളിലാണ് അരുവുത്ര പള്ളിയുടെ ശ്മശാനം. അതിൽ നിന്നും കുറച്ചുകൂടെ അപ്പുറത്താണ് നമ്മുടെ നയനാർ പള്ളിയുടെ ശ്മശാനം, മൊയ്തീൻ പള്ളിയുടെ ശ്മശാനം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ചോദിക്കട്ടെ, ഒരു പൊതു ശ്മശാനം അവിടെ വന്ന് എന്താ കുഴപ്പം? ഒന്നിനും ഉപയോഗിക്കാതെ വെറുതെ ഇട്ടിരിക്കുന്ന സ്ഥലമാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളും ചിന്തിച്ചാൽ മതി. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഈ ഈരാറ്റുപേട്ട നഗരസഭയ്ക്കകത്ത് വെള്ളം കയറി നമ്മൾ കണ്ടിട്ടുണ്ടോ? നമ്മളിരിക്കുന്ന ഈ പ്രദേശം പോലും കഴിഞ്ഞ കുറച്ച് കാലഘട്ടങ്ങളാണ് വെള്ളത്തിനടിയില്ല. നമ്മുടെ 6 വൃത്തിയായ രീതിയിൽ ശുചീകരിച്ചിരുന്നെങ്കിൽ വെള്ളം സ്മൂത്തായി ഒഴുകിപ്പോയനെ. തോടുകൾ, തെക്കേക്കര വെള്ളം കയറി നമ്മൾ കേട്ടിട്ടുണ്ടോ? തെക്കേക്കര വെള്ളം കയറിയില്ലേ? എത്ര കടകൾ വെള്ളം കയറി? ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന നമ്മുടെ സാധാരണഗതിയിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, സാധാരണഗതിയിൽ ഏത് നാടിൻ്റെ അനുഗ്രഹമാണ് ശുദ്ധജലം ഒഴുകുന്ന 2 നദികളെന്ന് പറയുന്നത്? നമ്മളെ സംബന്ധിച്ച് നമുക്ക് അനുഗ്രഹീതമായി നമ്മുടെ മീനച്ചിലാറിന് 2 കൈവഴി കിട്ടി അല്ലേ? തെക്കനാറും വടക്കനാറും. നമുക്ക് സംരക്ഷിക്കാൻ പറ്റുന്നുണ്ടോ? ആ 6 മുഴുവൻ വേസ്റ്റാണ്. ആ 6 വൃത്തിയായിട്ട് സൂക്ഷിച്ചിരുന്നെങ്കിൽ വെള്ളം വന്നാൽ വെള്ളം വൃത്തിയായിട്ട് താഴോട്ട് ഒഴുകി പോവും. ഒരു കാരണവശാലും ടൗണിലേക്ക് കയറത്തില്ല. ഈ റോഡ് സൈഡിൽ പണിയുന്ന എല്ലാ കെട്ടിടത്തിനടിയിലും സെല്ലാർ പണിതിരിക്കുകയാണ്. അതിനടിയിലാണ് സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. പൊതു മാനദണ്ഡം വേണ്ടേ? നമുക്കൊരു ബിൽഡിംഗ് പണിയുന്ന ഒരു പൊതു മാനദണ്ഡം വേണ്ടേ? ഒരു കാര്യം സൂചിപ്പിച്ചു വെക്കൂ. അടുത്ത തെരഞ്ഞെടുപ്പിൽ BJP അധികാരത്തിൽ വന്നാൽ എന്താണ് ഈരാറ്റുപേട്ടയിൽ ചെയ്യാൻ പോകുന്ന വികസന പ്രവർത്തനം? ഈരാറ്റുപേട്ട BJP അധികാരത്തിൽ വന്നാൽ ചിന്തിക്കേണ്ട കാര്യമുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ. ഈരാറ്റുപേട്ടയെ സംബന്ധിച്ച് ഈരാറ്റുപേട്ടയിൽ നമ്മുടെ അരുവുത്ര വാർഡ്, 29-ാം വാർഡ്, 28-ാം വാർഡ്, 27-ാം വാർഡ് ഉൾപ്പെടെ കുറേ വാർഡുകൾ ഞങ്ങൾ മത്സരരംഗത്തുണ്ടാവും. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ ഒരു 50 വർഷം മുന്നിൽ കണ്ടുള്ള കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാടെക്കുറിച്ച് ഞാനിപ്പോൾ തന്നെ സംസാരിച്ചുകൊണ്ടേ. നമുക്ക് വേണ്ടത് അടിസ്ഥാന വികസനമാണ്. അടിസ്ഥാന വികസനം എത്തിക്കുന്ന കാര്യത്തിൽ നമുക്കിവിടെ സാധിച്ചിട്ടില്ല. കുറച്ച് മുമ്പ് ഞാൻ ആദ്യം ചോദിച്ചതിനൊരു മറുപടി പറഞ്ഞിരുന്നു, നമ്മുടെ അവിടുത്തുള്ള ഒരു പൊതു ബാത്റൂമിനെ കുറിച്ച്. നിങ്ങൾക്കെല്ലാം അറിയാം, നിങ്ങൾക്കും അറിയാം, ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി പഞ്ചായത്തായിരുന്ന കാലഘട്ടത്തിൽ പണിത പൊതു ടോയ്ലറ്റ് അല്ലേ അത്? അല്ലേ? മുട്ടങ്കവനം അല്ലേ? നഗരസഭ എന്താ ചെയ്തെന്നറിയോ? നഗരസഭ ഒരു പുതിയ പ്രൊജക്റ്റ് വെച്ചിട്ട് നിലവിലുണ്ടായിരുന്ന ആ ടോയ്ലറ്റ് തന്നെ പുതിയതായിട്ട് പണിതു എന്ന് കാണിച്ച് 8-9 ലക്ഷം രൂപ അതിൻ്റെ പേരിൽ എഴുതിയെടുത്തു. ശരിയല്ലേ? നിങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ. അപ്പം ഞാൻ ചോദിക്കുന്ന ഈ വികസനം എന്ന് പറയുന്ന ഈ രീതിയിലുള്ള വികസനമല്ല നമുക്കുണ്ടാവേണ്ടത്. നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഒരു പൊതു ബാത്റൂം ഉണ്ടെങ്കിൽ ഈരാറ്റുപേട്ടയിലേക്ക് വരുന്ന ആയിരക്കണക്കിന് ആൾക്കാർക്ക് ഉപകാരപ്രദമാകുമോ? എന്ന് മാത്രം സ്ഥലങ്ങൾ വെറുതെ കിടക്കുന്നു. എന്താ നമുക്ക് സാധിക്കുന്നില്ല? SDPIക്ക് അധികാരത്തിൽ വരാൻ കഴിഞ്ഞാൽ എന്താണ് പുതിയ മാറ്റം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, SDPIക്ക് അധികാരം കിട്ടിയാൽ എന്ത് ചെയ്യുമെന്ന് പറയുന്നതിന് മുമ്പ് ഇവിടെ ചെയർമാനും വൈസ് ചെയർമാനും പറഞ്ഞ 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കാതിരിക്കാൻ, സ്പർശിച്ചു പോകാതിരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് പറയുകയാണ്. ഒന്ന്, ഈരാറ്റുപേട്ട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെ ഏറ്റവും ഹൃദയഭാഗത്തെ ബാത്റൂമിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അത് പറയുന്നത് ടേക്ക് എ ബ്രേക്ക് കടുവാമഴിയിലുണ്ട്, കുട്ടൻ ജംഗ്ഷനിലുണ്ട്. ഈരാറ്റുപേട്ട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങുന്ന ഏതെങ്കിലും യാത്രക്കാർക്ക് ഒന്ന് ബാത്റൂമിൽ കയറണമെങ്കിൽ അവിടെ നിന്ന് ഓട്ടോ വിളിച്ച് അന്വേഷിച്ച് മുട്ടൻ ജംഗ്ഷനിൽ പോകണം. ഇല്ലെങ്കിൽ ബ്ലോക്കിൻ്റെ മുമ്പിലുള്ള FHC മുമ്പിലുള്ള അതിലേക്ക് പോകണം. നല്ലൊരു മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ തന്നെ വികസനത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ പറയുന്നത് ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിക്ക് 2 പ്രാവശ്യം LDFന് അധികാരം കിട്ടിയിട്ട് അവർക്ക് ഭരിക്കാൻ സാധിച്ചില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് അഴിമതി കാണിക്കാമെന്നാണോ?
LDF 2 പ്രാവശ്യം അധികാരം കിട്ടിയിട്ട് അവർക്ക് പറഞ്ഞ് നിലനിർത്താൻ കഴിയാത്തതുകൊണ്ട് 25 വർഷമായിട്ട് ഞങ്ങൾ കയറ്റി വരാമെന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് പറഞ്ഞ മറുപടി. അതുപോലെ പറഞ്ഞ വേറൊരു വിഷയമാണ്, പിന്നെ 2,60,00,000 രൂപ മുടക്കി ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി മൊത്തം ക്ലീൻ ആക്കിയെന്നാണ് പറയുന്നത്. ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി ഒന്നും ക്ലീൻ ആക്കിയിട്ടില്ല. ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി ഒരു ഓർഡർ ആക്കി എന്താണെന്നറിയോ, റോഡ് സൈഡിൽ വേസ്റ്റ് ഇടരുത്. ആ റോഡിൽ വേസ്റ്റ് ഇട്ടാൽ ഞങ്ങൾ സ്വീകരിക്കില്ല എന്നവർ എടുക്കില്ല എന്ന് ഓർഡർ ആക്കിയപ്പോൾ ഈ വേസ്റ്റ് മുഴുക്കി ആൾക്കാർ തോട്ടിലിടാൻ തുടങ്ങി. SDP-യുടെ സ്വപ്ന പദ്ധതി പറയാം. അതോടൊപ്പം തന്നെ ഈ വേസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ഇവർ 2 കാര്യം പറയണം. ഈ 2,60,00,000 രൂപ മുടക്കി പറഞ്ഞ പദ്ധതിയാണ് 25 ലക്ഷം രൂപ മുടക്കി 6-ലെ മണൽ വാരിയത്. 25 ലക്ഷം രൂപ മുടക്കി 6-ലെ മണൽ വാരിയിട്ട് ഓരോ പറമ്പിൽ കൊണ്ട് സൂക്ഷിക്കുകയും ലാസ്റ്റ് അതിന് വാടക കൊടുക്കേണ്ടി വരുന്നത് ഇപ്പോൾ ആ മണലാണ് വാരിക്കൊണ്ട് പ്രൈവറ്റ് സ്റ്റേഷനിലിരിക്കുന്നത്. 25 ലക്ഷം രൂപ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിക്ക് മുടക്കാണ്. അതുപോലെ തന്നെ വേറെ ശുചിത്വ മിഷനുമായിട്ട് ബന്ധപ്പെട്ട സംഭവമാണ്, ഞാൻ നിർത്തുകയാണ്. ശുചിത്വ മിഷനുമായിട്ട് ബന്ധപ്പെട്ട സംഭവമാണ്. അതായത് 2,400 രൂപ വെച്ച് TMR ഭരിക്കുന്ന കാലത്ത് വേസ്റ്റ് ബിൻ മേടിച്ചതിൻ്റെ പേരിൽ ഇന്നിവിടെ വിജിലൻസ് അന്വേഷണം നടക്കുന്നുണ്ട്. അത് 4 അടിപ്പ് കളക്ടീവ് ബിന്നായിരുന്നു. ഇപ്പോഴാ ബിന്ന് മുനിസിപ്പാലിറ്റി ഇരിപ്പുണ്ട്. ഇപ്പോൾ അതോടൊപ്പം അതേ സമയത്ത് 1.5 അടിപ്പൊക്കെയുള്ള വെസ്റ്റ് 6,400 രൂപ വെച്ച് 3,400 രൂപ വെച്ച് ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി മേടിച്ചു. ഒരു അന്വേഷണമില്ല. SDP അധികാരത്തിൽ വരികയാണെങ്കിൽ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും കൊണ്ടുവരും. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പണിയും, ഇവിടെ മുനിസിപ്പൽ കോംപ്ലക്സ് പണിയും, അതുപോലെ തന്നെ കളിക്കളം ഇവിടെ ഉണ്ടാക്കും. ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിക്ക് ആവശ്യമായ മുഴുവൻ കാര്യങ്ങൾ. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓരോ വീട്ടിലേക്കുള്ള റോഡ് കോൺക്രീറ്റ് ചെയ്യലും വലിയ പദ്ധതിയല്ല. ഉള്ള കെട്ടിടങ്ങൾ പുതുക്കിയിട്ട് അതിൻ്റെ മേൽ പൈസ എഴുതി മേടിക്കുന്ന പദ്ധതിയല്ല. മറിച്ച് ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിക്ക് അത്യാവശ്യമായിട്ട് വേണം കളക്കളം വേണം, നമുക്ക് പുതിയതായിട്ട് മുനിസിപ്പൽ കോംപ്ലക്സ് വേണം, ഈരാറ്റുപേട്ട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് വേണം, ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് വേണം, അതുപോലെ നടക്കാനുള്ള സ്ഥലം പ്രത്യേകിച്ച് വേണം. ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് ആൾക്കാർ രക്ഷപ്പെടുന്നതിന് വേണ്ടി നടക്കാനുള്ള സ്ഥലം വേണം. അത് സ്ഥലമില്ല അങ്ങനത്തല്ല. ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി വടക്കേക്കര കോസ്വേ മുതൽ കാരക്കാട് വരെ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിക്കുള്ള മിച്ചഭൂമികളെ കൊണ്ട് പിടിച്ചെടുത്ത് അവിടെ ചെയ്യാവുന്ന കാര്യമാണ്. അതുപോലെ ഈ മുനിസിപ്പൽ കോംപ്ലക്സ് പണിയാനായിട്ട് സ്ഥലങ്ങളെപ്പുണ്ട്. ഇപ്പം വേറൊരു കാര്യങ്ങൾ പറഞ്ഞു, കളിക്കളത്തിന് ഫെയർ വാല്യൂ കിട്ടുന്നില്ല എന്ന്. നിങ്ങൾ സംശയമുണ്ടെങ്കിൽ പത്താഴപ്പടി ഉൾപ്പെടെയുള്ള പലയിടത്തും മെമ്പർമാരുടെ വികസനത്തിൻ്റെ ബോർഡ് വെച്ചിട്ടുണ്ട്. ആ വികസനത്തിൻ്റെ ബോർഡിൽ ഈരാറ്റുപേട്ട വികസന ബോർഡിൽ മാത്രമല്ല ഇവർക്ക് സപ്ലിമെന്റിലുമുണ്ട് 2.5 കോടി രൂപയോളം മുടക്കി 6ഓളം അംഗൻവാടിയൊക്കെ സ്ഥലം മേടിച്ചെന്ന് ഈരാറ്റുപേട്ടയിൽ. ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26 മൈൽ, കാഞ്ഞിരപ്പള്ളി. സ്വർണം പണയം വെച്ചിട്ട് തിരിച്ചെടുക്കാൻ പ്രയാസപ്പെടുകയാണോ? അല്ലെങ്കിൽ ലേലത്തിൽ പോകുമോ എന്ന ആശങ്കയുണ്ടോ? കയ്യിലെ സ്വർണത്തിന് എവിടെ മികച്ച വില ലഭിക്കുമെന്നറിയാതെ വിഷമിക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ ഉടൻ ആലപ്പാട് ഗോൾഡിലേക്ക് വിളിക്കൂ. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾക്ക് മാർക്കറ്റിലെ അതാത് ദിവസത്തെ വില ഇവിടെ ലഭിക്കും. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും എത്ര പഴയതായാലും ആലപ്പാട് ഗോൾഡ് അന്നുള്ള ദിവസത്തെ മാർക്കറ്റ് വില നൽകി സ്വർണം തിരിച്ചെടുക്കുന്നു. GPay, RTGS, NEFT, ചെക്ക് എന്നിവയുടെ സൗകര്യവും ഉണ്ട്. പണത്തിന്റെ ടെൻഷൻ വേണ്ട. ആലപ്പാട് ഗോൾഡ് നിങ്ങളുടെ സ്വർണത്തിന് വിപണിയിലെ ഏറ്റവും ഉയർന്ന വില നൽകുന്നു. 2001 മുതൽ കേരളത്തിലെ നമ്പർ 1 ഓൾഡ് ഗോൾഡ് പർച്ചേസ് ഷോപ്പായ ആലപ്പാട് ഗോൾഡ് സാധാരണക്കാരെ സഹായിക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നു. ജനസേവനമാണ് നമ്മുടെ ലക്ഷ്യം. വിശ്വാസത്തോടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാൻ ആലപ്പാട് ഗോൾഡിനെ സമീപിക്കാം. ഞങ്ങൾ സ്വർണത്തിന് യഥാർത്ഥ മൂല്യം നൽകുന്നു. ഞങ്ങളുടെ സ്ഥാപനങ്ങൾ മുണ്ടക്കയം KK റോഡിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അടുത്ത് അജ്ഫ ബേക്കേഴ്സ് ബിൽഡിംഗിലും കറുകച്ചാലിൽ മല്ലപ്പള്ളി റോഡിലുള്ള ഫെഡറൽ ബാങ്ക് ബിൽഡിംഗിലും പ്രവർത്തിക്കുന്നു. അതുകൂടാതെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മുടെ സർവീസ് ലഭ്യമാണ്. സ്വർണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇനി ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ നമ്പറിലേക്ക് ഒരു ഫോൺ കോൾ മതി. ആലപ്പാട് ഗോൾഡ് നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ അടുത്തെത്തും. ആലപ്പാട് ഗോൾഡ് എന്നും നിങ്ങളോടൊപ്പം. UDF വീണ്ടും അധികാരത്തിൽ വരാൻ കഴിയുമോ? UDF വീണ്ടും അധികാരത്തിൽ വരുവാൻ കഴിയുമോ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ഈരാറ്റുപേട്ട നഗരസഭയിലെ ജനങ്ങൾ വാർഡ് വിഭജനം പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ തന്നെ ഈരാറ്റുപേട്ട UDF ജയിച്ചു കഴിഞ്ഞു. രണ്ടാമത് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന കാര്യത്തിൽ ഞാൻ പറയുക, കൃത്യം കണക്കുണ്ട്. ഈരാറ്റുപേട്ട നഗരസഭയിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന കാര്യത്തിൽ 54% വോട്ടർമാരെ വോട്ടർ പട്ടികയും UDF ആണ്. മൂന്നാമത് ഞാൻ സൂചിപ്പിച്ച അതേ കാര്യം തന്നെ ഒരിക്കൽ കൂടി പറയുന്നു. ഈരാറ്റുപേട്ടയുടെ സമഗ്ര വികസനത്തിനും അടിസ്ഥാനപരമായ ഭരണസ്ഥിരതയ്ക്കും UDF മാത്രമേ കഴിയൂ എന്ന് കഴിഞ്ഞ 45 വർഷക്കാലമായി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈരാറ്റുപേട്ടയിൽ കോൺഗ്രസും മുസ്ലിം ലീഗും ഇപ്പോൾ വെൽഫെയർ പാർട്ടി ഒന്നിച്ചു നിന്ന് കഴിഞ്ഞാൽ
ഞങ്ങളുടെ മുട്ടിനൊപ്പം എത്താൻ പോലും ഈരാറ്റ് LDF കഴിയില്ല. ഒരു ഉദാഹരണം മാത്രം പറയാം. ഈരാറ്റുപേട്ട 2 തെരഞ്ഞെടുപ്പ്, ഉപതെരഞ്ഞെടുപ്പ് 2 നടന്നു. ഒന്ന് 11ാം വാർഡിലെ തെരഞ്ഞെടുപ്പ്. ആ 11ാം വാർഡിലെ തെരഞ്ഞെടുപ്പിൽ SDPI 1ാം സ്ഥാനത്തെത്തി. പക്ഷേ അവരുടെ 30 വോട്ട് കുറഞ്ഞു. LDF ദയനീയമായി പരാജയപ്പെട്ടു. അവർക്ക് 100 വോട്ട് കുറഞ്ഞു. UDF-ന് കൂടി വോട്ട് പറയണം. UDF-ന് കൂടി വോട്ട് പറയണം. 16ാം വാർഡിൽ തെരഞ്ഞെടുപ്പ് നടന്നു. തൊട്ട് തരുന്ന തെരഞ്ഞെടുപ്പിൽ LDF-ന്റെ വോട്ട് 140. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉപതെരഞ്ഞെടുപ്പിൽ LDF-ന്റെ വോട്ട് 69. UDF-ന് ഭൂരിപക്ഷം വർദ്ധിച്ചെന്ന് മാത്രമല്ല 100 വോട്ടുകൾ കൂടുതൽ കിട്ടി. SDPIക്ക് അവർക്ക് കിട്ടുന്നൊക്കെ 150 വോട്ട് കൂടുതൽ കിട്ടി. LDF-ന്റെ ദയനീയ സ്ഥിതി 2 ഉപതെരഞ്ഞെടുപ്പിൽ തെളിയിച്ചു കഴിഞ്ഞിരിക്കുക. ഈരാറ്റുപേട്ടയിലെ നടക്കൽ മേഖലയിലെ വാർഡുകളിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനോ കാര്യമായി പ്രവർത്തിക്കാനോ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, ഉറപ്പിച്ചു പറയുന്നു, ഈരാറ്റുപേട്ട നഗരസഭയിലെ ചില പ്രധാനപ്പെട്ട വാർഡുകളിൽ LDF 3ാം സ്ഥാനത്ത് പോകുന്നത് മാത്രം ഞാൻ സൂചിപ്പിക്കാൻ. കാരണം പിന്നെ 2 രാജേഷ് ഒരു കാര്യത്തിൽ മറുപടി പറയാം. രാജേഷ് പറഞ്ഞു നമ്മുടെ കിസ്കോയുടെ സ്ഥലം നഗരസഭയുടെ സ്ഥലമല്ല, റവന്യൂവിൻ്റെ സ്ഥലമാണ്. പിന്നെ ഇവർ 3 പേര് ഒന്നിച്ച് ഈരാറ്റുപേട്ട നഗരസഭയ്ക്കെതിരായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ പ്രിയപ്പെട്ട രാജേഷിനോട് എല്ലാ സ്നേഹവും ചോദിക്കുക. ഞങ്ങൾ 15 വർഷം ബന്ധമുണ്ട്. ഇവരുടെ സംസ്ഥാന കേന്ദ്ര നേതാവുണ്ടല്ലോ PC ജോർജ്. ആ PC ജോർജ് ഈരാറ്റുപേട്ടയുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഈരാറ്റുപേട്ട ചായക്കടകളിൽ ആളുകൾ അന്യമതസ്ഥരായ ആളുകൾ ചായക്കടയിൽ ചായ കഴിക്കാൻ കടന്നു വരുമ്പോൾ ഒരു പ്രത്യേക ഫില്ലർ ഉപയോഗിച്ച് ഈരാറ്റുപേട്ട കടന്നു ഇതര മതസ്ഥരെ ശന്തന്മാരാക്കി മാറ്റുന്നു എന്ന് പറയുന്ന അഖിലേന്ത്യാ നേതൃത്വമുള്ള BJPക്ക് ഈരാറ്റുപേട്ട ഭരണം കിട്ടുമോ എന്ന ചോദ്യം വളരെ അപഹാസ്യമായി പോയി. ഈരാറ്റുപേട്ട ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് അത് പൊതുസമൂഹത്തിന് ശത്രുവാണ്, രാഷ്ട്രീയ ശത്രുവല്ല. PC ജോർജാണ്. PC ജോർജിയുടെ പാർട്ടിയായ BJP ആണ്. BJP ഒരു കാരണവശാലും ഇത്ര മോശമായ ഈരാറ്റുപേട്ടയിൽ പാവങ്ങള് ചായക്കടയിൽ കയറുമ്പോൾ ഫില്ലർ കൊണ്ട് കുത്തിവെച്ച് ഷണ്ടന്മാരാക്കുന്ന ഈരാറ്റുപേട്ട പൊതുസമൂഹത്തിനെ കുറിച്ച് പറയുമ്പോൾ താഴേക്ക് 40 വട്ടം ഈരാറ്റ് പൊതുസമൂഹത്തെ തള്ളിപ്പറയുന്ന PC ജോർജ് നേതാവായിട്ട് അംഗീകരിക്കുന്ന നിങ്ങൾ ഒരു കാരണവശാലും ഈരാറ്റിൽ മത്സരിക്കുന്നതാണ് എനിക്ക് അഭിപ്രായത്തിക്കാനുള്ളത്. അത്തരം കാര്യങ്ങളിലേക്ക് പോയാൽ വീണ്ടും വീണ്ടും മറുപടി പറഞ്ഞു പോകേണ്ടി വരും. അതാണ് ഒരു പ്രശ്നം. ചെറുതായിട്ടും ഈരാറ്റുപേട്ടയിൽ BJP മത്സരിക്കാൻ തുടങ്ങിയത് ഇന്നോ ഇന്നലെ അല്ല. നിങ്ങൾക്കറിയാം, 4-3-7 വോട്ട് കിട്ടുന്ന കാലഘട്ടത്തിലും ചങ്കുറപ്പോടെ ഈരാറ്റുപേട്ടയുടെ ടൗണിലൂടെ വന്ന് BJPക്ക് വേണ്ടി പോസ്റ്റർ ഒട്ടിക്കാനും BJPക്ക് വേണ്ടി ജയ് വിളിക്കാനും വന്നിട്ടുള്ള ആളാണ് ഞാൻ, അല്ലേ? അപ്പം ഇതൊന്നും കണ്ടിട്ടല്ല BJP ഇന്നലെ വരെ വന്നിട്ടുള്ളത്. ഇതൊന്നും കണ്ടല്ല BJP ഇപ്പോൾ വളർന്നു നിൽക്കുന്നതും. ഞാൻ പറഞ്ഞിത്രേ ഉള്ളൂ. അദ്ദേഹം ചോദിച്ചു, അദ്ദേഹത്തിന് അറിവില്ലാത്തതുകൊണ്ട് ചോദിച്ചു, ഈരാറ്റുപേട്ടയിൽ BJP അധികാരത്തിൽ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. ഈരാറ്റുപേട്ടയിൽ BJP എന്ത് ചെയ്യാൻ പറ്റുമെന്നത് സ്വാഭാവികമായിട്ട് ഈരാറ്റുപേട്ട താമസിക്കുന്ന നമുക്കറിയാം, അല്ലേ? ശരിയല്ലേ? കാരണം ഈരാറ്റുപേട്ട 29 വാർഡാണുള്ളത്. 29 വാർഡിൽ BJPക്ക് പ്രാതിനിധ്യമുള്ളത് നിങ്ങൾക്കറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിന് പ്രസക്തിയില്ല. ഇപ്പോൾ ഈ പറഞ്ഞ PC ജോർജിൻ്റെ കാര്യം പറയുന്നതിനകത്ത് യാതൊരു പ്രസക്തിയില്ല. അത് പറഞ്ഞെന്തിനാണെന്നറിയോ? ഒരു മതവികാരം ഒന്ന് ഇളക്കാം, എന്തെങ്കിലും ഒന്ന് ഇളക്കി വിട്ടാൽ, PC ജോർജിനെതിരെ ഇളക്കി വിട്ടാൽ ഏതെങ്കിലും തരത്തിലുള്ള വികാരം ഇവിടെ ഇളകുമെന്ന് വിചാരിച്ചാൽ ജനങ്ങൾ ഇവിടെ സംസാരിക്കുന്ന കാര്യങ്ങൾ വികസനത്തെക്കുറിച്ചാണ്. അവരതേക്കുറിച്ചാണ് പറയുന്നത്. ആ വികസനത്തെക്കുറിച്ച് പറയുമ്പോൾ PC ജോർജിനെ കുറിച്ചല്ല ഇവിടെ സംസാരിക്കേണ്ടത്. PC ജോർജ് പറയുന്ന കാര്യങ്ങൾക്ക് പറയാൻ നമുക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും, അവസരമുണ്ട്. ആ അവസരത്തിൽ വിനിയോഗിക്കണം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ എന്ത് വികസന പ്രവർത്തനം ചെയ്തു, നിങ്ങൾ ചെയ്തതിനെക്കുറിച്ചാണ് പറയേണ്ടത്. അത് പറയാതെ PC ജോർജിനെ കുറിച്ച് പറഞ്ഞ് വഴിതിരിച്ചു വിടുന്നത് ശരിയായ ഒരു കീഴടക്കമല്ലെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് LDF അധികാരത്തിൽ വന്നാൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രധാന കാര്യങ്ങൾ. അല്ല, അതിനു മുമ്പ് 2 കാര്യത്തിന് മറുപടി പറയാനുണ്ട്. ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് മുഹമ്മദ് വില്യാസ് ഈരാറ്റുപേട്ട എന്ന വൈകാരികതയെ കയറി ഒന്ന് ആഞ്ഞു പിടിച്ചിട്ടുണ്ട്. അതായത് ഇവരിതുവരെ ചെയ്ത വികസന മുരടിപ്പിനും ബാക്കി എല്ലാ കാര്യങ്ങൾക്കും ഈരാറ്റുപേട്ടക്കാരുടെ മനസ്സിൽ ഒരു ഈരാറ്റുപേട്ട വൈകാരികതയെ കയറി പിടിച്ചുകൊണ്ടുള്ളൊരു മറുപടിയാണ് അഡ്വക്കേറ്റ് മുഹമ്മദ് ഇല്യാസ് പറഞ്ഞത്. ഈരാറ്റുപേട്ടയെ അപകീർത്തിപ്പെടുത്തുന്ന BJPയും ഈരാറ്റുപേട്ടക്കാരെ പറഞ്ഞു വഞ്ചിക്കുന്ന ഇന്നത്തെ ഭരണസമിതിയും ഒരേ നാണയത്തിൻ്റെ ഇരുവശങ്ങളായി തന്നെയാണ് ഇടതുപക്ഷം കാണുന്നത്. ഒരാൾ പരസ്യമായിട്ട് പറ്റിക്കുന്നു, മറ്റൊരാൾ രഹസ്യമായിട്ട് പറ്റിക്കുന്നു. ഇത് രണ്ടുമാണ് ഇതിൽ കണ്ട വ്യത്യാസം. ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ പറഞ്ഞത് ഇവിടെ ഒരു ബില്ല് മാറണമെങ്കിൽ CPM-ൻ്റെ ഓഫീസിൽ പോകണമെന്നാണ്. 2014 ചെയർപേഴ്സൺ രാജിവെച്ചു എന്ന് പറഞ്ഞ ഒരു പോസ്റ്റ് ഞാൻ കണ്ടിരുന്നു. അത് ബില്ല് മാറാൻ വേണ്ടി ലീഗിൻ്റെ ഓഫീസിൽ പോയപ്പോൾ അവർ ഒപ്പിടാതെ തന്നുകൊണ്ടാണോ എന്ന കാര്യം ഒന്ന് പറഞ്ഞാൽ കൊള്ളാം.
അല്ല, അതുപോലെ തന്നെ കടുവാമുടി ബസ് സ്റ്റാൻഡ് വിഷയത്തിൽ അവിടുത്തെ ഇടതുപക്ഷത്തിൻ്റെ കൗൺസിലറായ സജീർ ഒരു പ്രമേയം അവതരിപ്പിക്കുകയും ആ പ്രമേയത്തെ ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ ഉൾപ്പെടുന്ന ഭരണകക്ഷി അംഗങ്ങൾ തള്ളിക്കളയുന്ന സാഹചര്യമാണ് ചെയ്തത്. ആ കടുവാമുടി ബസ് സ്റ്റാൻഡ് സംരക്ഷിച്ചുകൊണ്ട് ഈ ഈരാറ്റുപേട്ട ബസ് സ്റ്റാൻഡ് പൊളിക്കുവാണെങ്കിൽ ഇത് പൊളിക്കുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായും ആളുകൾ ആ ബസ് സ്റ്റാൻഡിനെ ആശ്രയിക്കും. പതുക്കെ കടുവാമുടി എന്ന് പറയുന്ന ആ സ്ഥലം ഡെവലപ്പാവും. അങ്ങനെ സാധിക്കരുത്. ആ ഹൂണാർ ഹബ്ബ് പണിയുന്നതുമായി ബന്ധപ്പെട്ട് മുനിസിപ്പാലിറ്റിക്ക് കിട്ടേണ്ട 15 ലക്ഷം രൂപയുടെ കമ്മീഷൻ അത് ഇവർക്ക് കിട്ടാണ്ട് പോകും. ഇവർ വികസനങ്ങളെ പറ്റിയൊക്കെ പറയുന്നുണ്ടല്ലോ, ചെയ്ത വികസനങ്ങളെ പറ്റി ഇവരെന്താ പറയാത്തത്? എല്ലാം വരും 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 എന്ന് വരാനാ. ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഡയാലിസിസ് സെൻറ്റർ പ്രവർത്തിപ്പിക്കുന്നത് വ്യാപാരി വ്യവസായ സമിതിയല്ലേ, മുനിസിപ്പാലിറ്റിയാണോ? നിങ്ങൾ ഈ എല്ലാത്തിനും നിങ്ങളുടെ ഇങ്ങനെ അവകാശവാദം പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യം. അല്ല, ഡയാലിസിസ് സെൻറ്റർ പ്രവർത്തിപ്പിക്കുന്നത് മുനിസിപ്പാലിറ്റി അല്ല, വ്യാപാരി സമിതി, വ്യാപാരി വ്യവസായി യൂണിയനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിലെന്തെങ്കിലും വ്യക്തതയുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് അവതരിപ്പിക്കാം. നിലവിൽ പറയട്ടെ ഇത്ര ഇവർ പറയുമ്പോഴേ മിണ്ടാണ്ടിരിക്കായിരുന്നു. ഞാൻ നിർത്താം. ഇതുപോലെ തന്നെ ഇവർ പലരും പറയുന്നു ഇടതുപക്ഷത്തിൻ്റെ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്ന്. സർക്കാർ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി മാത്രം സഹായിക്കാൻ സർക്കാരിന് പ്രത്യേകിച്ച് വലിയ വിരോധം ഈ മുനിസിപ്പാലിറ്റിയോടുണ്ടോ? എല്ലാ മുനിസിപ്പാലിറ്റിയും സഹായിക്കുന്നുണ്ട്. തൊട്ടടുത്ത തിടനാട് പഞ്ചായത്ത് അവിടെ വീട് കൊടുക്കുന്നില്ലേ? തീക്കോയ് പഞ്ചായത്ത് ഭരിക്കുന്ന തന്നെ LDF ആണോ? അവിടെ വീട് കൊടുക്കുന്നില്ലേ? തലനാട് പഞ്ചായത്ത് ഭരിക്കുന്ന LDF ആയതുകൊണ്ട് നിങ്ങൾക്ക് വേണേൽ പറയാം അത് സർക്കാർ അവരോടുള്ള പ്രത്യേക ഇഷ്ടത്തിന് കൊടുക്കുന്നതെന്ന്. തീക്കോയ് പഞ്ചായത്ത് ഭരിക്കുന്ന ആരാ? UDF അല്ല. എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. ഇവരുടെ കഴിവുകേട് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ മേലിൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് കഴിവുകേടിന്റെ ഒരു ഉദാഹരണത്തിന് ഇടതുപക്ഷ സർക്കാരിന്റെ ഭാഗമാക്കുകയാണ് നിങ്ങൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള സമീപനം ജനങ്ങൾക്ക് മുമ്പിൽ ഇനിയും പറയരുത്. കാരണം ഇവിടെ വന്നിരിക്കുന്ന ഭൂരിഭാഗം ജനങ്ങളും നിങ്ങൾക്കെതിരാണ് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇടതുപക്ഷ മുനിസിപ്പാലിറ്റിയിൽ ഇടതുപക്ഷം അധികാരത്തിൽ വന്നാൽ ഏതായാലും ഞങ്ങൾ രേഖ ചോദിക്കുമ്പോൾ കൈ ചൂണ്ടി കാണിക്കുകയല്ല. ബഹുമാനപ്പെട്ട മുഹമ്മദ് ഇല്യാസ് പറയുന്ന പോലെ ഇതാണ് ഞങ്ങളുടെ രേഖ എന്ന് ഒരിക്കലും പറയുന്നില്ല. ഇവർ പറഞ്ഞ ഈ പ്രകടന പത്രികയിൽ എല്ലാ കാര്യങ്ങളും നടപ്പാക്കിയെന്ന് ഇവർ പറയുമ്പോഴും നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ ഇതൊന്ന് പരിശോധിച്ച് നോക്കാം. ബഹുമാനപ്പെട്ട ആങ്കറിനോ മറ്റു ഉത്തരവാദിത്തപ്പെട്ട ആർക്ക് വേണമെങ്കിലും ഇത് പരിശോധിച്ച് നോക്കാം. ഇതിലേതാണ് നടപ്പാക്കിയതെന്ന് എനിക്കൊന്ന് ബോധ്യപ്പെടുത്തി തന്നാൽ ഞാനിവിടെ പരസ്യമായിട്ട് സമ്മതിക്കാൻ തയ്യാറാണ്. ഒന്നും ചെയ്തിട്ടില്ല. പ്രധാനമായും ഇടതുപക്ഷം അധികാരത്തിൽ വന്ന ഏറ്റവും ആദ്യം ചെയ്യുന്നത് ഞാൻ ആദ്യം കാണിച്ചതുപോലെ ഇങ്ങനെയുള്ള വീടുകളാണ് ഈരാറ്റുപേട്ടയിലുള്ളത്. മേൽക്കൂരയില്ലാത്ത ഒരു ടർപോളിൻ പടുതയ്ക്ക് കീഴിൽ ഒരു വിധവ താമസിക്കുന്ന ഒരുപാട് വീടുകൾ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി കീഴിലുണ്ട്. ഇടതുപക്ഷ സർക്കാരിൻ്റെ നയത്തിൻ്റെ ഭാഗമായി എല്ലാവർക്കും വീട് എന്ന ഇടതുപക്ഷത്തിൻ്റെ നയത്തിൻ്റെ ഭാഗമായി ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിൽ എല്ലാവർക്കും വീട് നൽകും എന്നിട്ട് ഇക്കാര്യത്തിൽ ഞങ്ങൾ ഉറപ്പ് കൊടുക്കുകയാണ്. ഇടതുപക്ഷം അധികാരത്തിൽ വന്നാൽ എല്ലാവർക്കും വീട് കൊടുക്കുവാൻ വേണ്ടി ഞങ്ങൾ തയ്യാറാണ്. ഒരു പൊതു കളിസ്ഥലം ഉയർത്തുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത് ഒരു മതേതര കാഴ്ചപ്പാട് കൂടിയാണ്. നമ്മുടെ ഇവിടെ ഒരു പൊതു കളിസ്ഥലമുണ്ടോ? ഇവർ പറയുന്നു സ്ഥലം കിട്ടുന്നില്ല, സ്ഥലത്തിന്റെ ഫെയർ വാല്യൂ കുറവാ, ഒരുപാട് പരിമിതികളുണ്ട്. ഈ പരിമിതികളെ മറികടക്കാൻ വേണ്ടിയല്ലേ ഈരാറ്റുപേട്ടയിലെ പ്രബുദ്ധ ജനത വോട്ട് ചെയ്ത അധികാരത്തിലേക്ക് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്? ആ പരിമിതികളെ മറികടക്കാൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് സാധിക്കുന്ന കൃത്യമായി അതും സർക്കാരിന്റെ പ്രധാനപ്പെട്ട ഒരു നയം തന്നെയാണ്. മറ്റ് പഞ്ചായത്തിലെ പോലെ തന്നെ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിൽ ഇടതുപക്ഷം അധികാരത്തിൽ വന്നാൽ ഞങ്ങളൊരു പൊതു കളിസ്ഥലം രൂപീകരിക്കുന്നതന്നെ ചെയ്യും. പിന്നെ കൃത്യമായ നഗര ട്രാഫിക് പരിഷ്കരണം. നിലവിൽ ട്രാഫിക് പരിഷ്കരണത്തിന്റെ അപാകതകൾ പൂർണ്ണമായും പൊളിച്ചെഴുതേണ്ട കാലം കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ കൃത്യമായി ട്രാഫിക് പരിഷ്കരണം നടപ്പാകുന്നില്ല. ഇവിടെ ട്രാഫിക് പരിഷ്കരണം നടപ്പാകുമ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യുന്നത് ഓട്ടോക്കാരുടെ മുതുകത്ത് കയറും, രണ്ടാമത് വെൻഡിങ് തൊഴിലാളികൾ വഴിയോര കച്ചവടക്കാരുടെ മുതുകത്ത് കയറും. ഇത് രണ്ടും ഇവരെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള വികസനം കൃത്യമായി വ്യാപാരികളെയും കൂട്ടി നിർത്തിക്കൊണ്ട് നല്ല ഒരു മുൻവിധിയോടുകൂടി കൃത്യമായ പരിഷ്കരണത്തോടുകൂടി ഇവിടത്തെ കൃത്യമായ ട്രാഫിക് പരിഷ്കരണം നടത്താൻ ഇടതുപക്ഷം തയ്യാറാണ്. ഒരു പൊതു സ്റ്റേജ്, ബഹുമാനപ്പെട്ട എൻ്റെ സ്നേഹിതൻ ചോദിച്ചതുപോലെ ഇവിടെ ഒരു പ്രോഗ്രാം നടത്തണമെങ്കിൽ ഇതിനു മുമ്പ് ഒരു പൊതു സ്റ്റേജ് നമുക്കുണ്ടായിരുന്നു. പക്ഷേ ഇന്നതില്ല, ഒരു സൗകര്യമില്ല. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഉറപ്പായിട്ടും ഞങ്ങളൊരു പൊതു കളിസ്ഥലവും പൊതു സ്റ്റേജും ഉണ്ടാവും. അല്ല, ഞങ്ങൾ പറയട്ടെ ഇത്. അതുപോലെ തന്നെ ഇവിടെ വയോജനങ്ങൾക്ക് അല്ല, നിങ്ങൾക്ക് ഇത് അസൗകര്യം അല്ല, ഇവർക്ക് സമയം അദ്ദേഹത്തിന് രണ്ട് മറുപടി നിങ്ങൾ ചോദിച്ചത് രണ്ടുപേരുണ്ട്. അല്ല, നിങ്ങൾ ഇപ്പം SDPA പറഞ്ഞു അവരുടെ വികസന കാഴ്ചപ്പാട് വരും കാലങ്ങളിൽ അവർ അധികാരത്തിൽ വന്നാൽ അവർ ചെയ്യുന്ന കാര്യങ്ങളെ പറ്റി പറഞ്ഞു. ഞങ്ങൾക്ക് ഇവിടുത്തെ കൃത്യമായ വികസന കാഴ്ചപ്പാടുണ്ട് ഇടതുപക്ഷത്തിന്. അതുപോലെ തന്നെ വയോജനങ്ങൾക്കായി പകൽ വീട് സമ്പ്രദായം തൊട്ടടുത്ത പഞ്ചായത്ത് തിടനാടിലുണ്ട് പകൽ വീട്. ഇവിടെ പ്രായമായ വയോജനങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് തെക്കേക്കര, വടക്കേക്കര, നടക്കൽ മേഖലകൾ കേന്ദ്രീകരിച്ച് കൃത്യമായ ഒരു പൊതു പകൽ വീട് സമ്പ്രദായം ഞങ്ങൾ കൊണ്ടുവരും. വനിതാ സംരക്ഷണം, വനിതകൾക്ക് വേണ്ടി ഒരു സ്വയം തൊഴിൽ, വനിതാ മേഖല ഏത് രീതിയിൽ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി കടന്നു പോകുന്നത്? ഒരാൾക്കൊരു മെഷീനെങ്കിലും
കൊടുക്കാൻ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിക്ക് സാധിച്ചിട്ടുണ്ടോ? ഞങ്ങൾ വനിതാ ആളുകളെ കൂട്ടുപിടിച്ചുകൊണ്ട് വനിതാ വ്യവസായിക യൂണിറ്റുകൾ കൃത്യമായി ഞങ്ങൾ അതും ആ രീതിയിൽ നമ്മൾ ചെയ്തു തന്നെ പോകും. ഹൈടെക് ലൈബ്രറി ഉൾപ്പെടെ വലിയ രീതിയിലുള്ള കാഴ്ചപ്പാടുകളാണ്. പ്രസിഡന്റ് മത്സരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഈ പ്രാവശ്യം? അത് പിന്നീട് തീരുമാനിക്കും. ഇപ്പോൾ ഈ ഒരു വേദിയിൽ തീരുമാനിക്കുന്നില്ല. ആ സമയം UDF-ന്റെ വികസന പ്രവർത്തനങ്ങൾ ഇല്ലാസോട് പറഞ്ഞു. അങ്ങനെയല്ല, അതായത് ഈ ടൈമിൽ ഞാൻ ചെയ്തു വെച്ചതിൻ്റെ ആർജവത്തോടു കൂടി ഇരട്ടി സീറ്റോടുകൂടി UDF തീർച്ചയായിട്ടും അധികാരത്തിൽ വരുമെന്ന് ഈ ജനങ്ങളോട് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ എൻ്റെ സുഹൃത്ത് പറഞ്ഞതുപോലെ തന്നെ കടുവാമടിയിലെ കമ്മീഷൻ മേടിക്കാനായിരുന്നു പറഞ്ഞത്. അത് നിർമ്മിതി എന്ന് പറയുന്ന സംസ്ഥാന സർക്കാരിൻ്റെ ഏജൻസിയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ പിണറായി സഖാവിൻ്റെ ഏജൻസി അവരാണ് ആ നിർമ്മിതിക്ക് പണിയാനുള്ള അനുമതി കൊടുത്ത് ഏജൻസിയെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. അവരായിരിക്കും അത് മേടിച്ചിട്ടുള്ളത്. ഈരാറ്റുപേട്ട നഗരസഭാ ഭരണസമിതിയോ നമ്മളാരും. ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ഞാൻ മുൻപ് പറഞ്ഞ പോലെ കേന്ദ്ര ഗവൺമെന്റ് മുസ്ലിം ന്യൂനപക്ഷത്തിന് അനുവദിച്ച ഫണ്ടാണ്. അത് നമ്മുടെ ആരുടെയും വീട്ടിൽ നിന്ന് വരുന്നതല്ല. ഒരു കട്ട് ഓഫ് ഡേറ്റ് ഉണ്ട്, അതിനുള്ളിൽ അത് പണിതണമെന്നുള്ള നിർബന്ധം തീർച്ചയായിട്ടും അതിനുണ്ട്. പിന്നെ കടുവാമടി ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് അവിടെ ഇത്രയും കാലം ഡെഡായി കിടന്നാന്ന് എല്ലാവർക്കും അറിയാം. വീണ്ടും വീണ്ടും ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞ് നമ്മൾ എന്തിനാണ് വെറുതെ മുറവിളി കൂട്ടുന്നത്? ഈ ചർച്ച ഇവിടെ അവസാനിക്കുമ്പോൾ ജനത്തിന് ബുദ്ധിമുട്ടുണ്ടാകാതെ യാത്ര ചെയ്യുന്ന തരത്തിലേക്ക് നല്ലൊരു ബസ് സ്റ്റാൻഡ് അടക്കം നിർമ്മിക്കുന്നതാവട്ടെ അടുത്ത ഭരണസമിതി വരുന്നവരാരായാലും. ഇന്ന് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുന്നതാണ്. തൊട്ടടുത്ത പഞ്ചായത്തിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26 മൈൽ, കാഞ്ഞിരപ്പള്ളി. സ്വർണം പണയം വെച്ചിട്ട് തിരിച്ചെടുക്കാൻ പ്രയാസപ്പെടുകയാണോ? അല്ലെങ്കിൽ ലേലത്തിൽ പോകുമോ എന്ന ആശങ്കയുണ്ടോ? കയ്യിലെ സ്വർണത്തിന് എവിടെ മികച്ച വില ലഭിക്കുമെന്നറിയാതെ വിഷമിക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ ഉടൻ ആലപ്പാട് ഗോൾഡിലേക്ക് വിളിക്കൂ. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾക്ക് മാർക്കറ്റിലെ അതാത് ദിവസത്തെ വില ഇവിടെ ലഭിക്കും. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും എത്ര പഴയതായാലും ആലപ്പാട് ഗോൾഡ് അന്നുള്ള ദിവസത്തെ മാർക്കറ്റ് വില നൽകി സ്വർണം തിരിച്ചെടുക്കുന്നു. GPay, RTGS, NEFT, ചെക്ക് എന്നിവയുടെ സൗകര്യവും ഉണ്ട്. പണത്തിന്റെ ടെൻഷൻ വേണ്ട. ആലപ്പാട് ഗോൾഡ് നിങ്ങളുടെ സ്വർണത്തിന് വിപണിയിലെ ഏറ്റവും ഉയർന്ന വില നൽകുന്നു. 2001 മുതൽ കേരളത്തിലെ നമ്പർ 1 ഓൾഡ് ഗോൾഡ് പർച്ചേസ് ഷോപ്പായ ആലപ്പാട് ഗോൾഡ് സാധാരണക്കാരെ സഹായിക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നു. ജനസേവനമാണ് നമ്മുടെ ലക്ഷ്യം. വിശ്വാസത്തോടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാൻ ആലപ്പാട് ഗോൾഡിനെ സമീപിക്കാം. ഞങ്ങൾ സ്വർണത്തിന് യഥാർത്ഥ മൂല്യം നൽകുന്നു. ഞങ്ങളുടെ സ്ഥാപനങ്ങൾ മുണ്ടക്കയം KK റോഡിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അടുത്ത് അജ്ഫ ബേക്കേഴ്സ് ബിൽഡിംഗിലും കറുകച്ചാലിൽ മല്ലപ്പള്ളി റോഡിലുള്ള ഫെഡറൽ ബാങ്ക് ബിൽഡിംഗിലും പ്രവർത്തിക്കുന്നു. അതുകൂടാതെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മുടെ സർവീസ് ലഭ്യമാണ്. സ്വർണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇനി ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ നമ്പറിലേക്ക് ഒരു ഫോൺ കോൾ മതി. ആലപ്പാട് ഗോൾഡ് നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ അടുത്തെത്തും. ആലപ്പാട് ഗോൾഡ് എന്നും നിങ്ങളോടൊപ്പം.